പല ആളുകൾ ഫോണിൽ കൂടെ നേരിട്ടും ഈ സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങളെ കുറിച്ച് അവരിങ്ങനെ അന്വേഷിക്കാറുണ്ട്. എല്ലാവർക്കും അതൊരു താല്പര്യമാണ്, എന്താണ് ഈ സംഭവിക്കാൻ പോകുന്നതാണ്. പ്രത്യേകിച്ച് ഇസ്രായേൽ ഗാസ യുദ്ധത്തിന്റെയും തന്നെയല്ല ഇപ്പോൾ അഫ്ഗാൻ, പാകിസ്ഥാൻ, ഇസ്ലാമിക രാജ്യങ്ങൾ നമ്മൾ അടിക്കാൻ തുടങ്ങുന്നു. മറ്റ് ക്രിസ്ത്യൻ രാജ്യങ്ങളായ ഉക്രൈൻ, റഷ്യ എന്നിവരുടെ മനുഷ്യൻ ഒന്നിനൊന്നിനൊന്നിനൊന്നിന് സമാധാനം നഷ്ടപ്പെട്ടു പോകുന്നൊരു സമയം വന്നിരിക്കുകയാണ്. എന്തായിരിക്കും ഇതിൻ്റെയൊക്കെ ഉദ്ദേശങ്ങൾ? നമുക്കറിയാം, തിരുവചനത്തിൽ 2 വചനങ്ങളെ നമ്മൾ വായിക്കുമ്പോൾ ഒന്നാണ് എബ്രായലേഖനം 12-ാം അധ്യായത്തിൽ 26-ാം വാക്യത്തിൽ വായിക്കുമ്പോഴേ അവിടെ അവർ പറയുന്നു, ഞാൻ കുറച്ചുനിന്ന് കഴിഞ്ഞിട്ട് ആകാശത്തെയും ഭൂമിയെയും കടലിനെയും കരയെയും കിടക്കും. ഇതിനു വേണ്ടി ഇളക്കമില്ലാത്ത ഒരു രാജ്യം സ്ഥാപിക്കേണ്ടതിന് വേണ്ടി. വായിച്ച്, ഇപ്പോഴും ഞാൻ ഇനി ഒരിക്കൽ ഭൂമിയെ മാത്രമല്ല ആകാശത്തെ ഇളക്കുമെന്ന് അവൻ വാഗ്ദത്തം ചെയ്തു. ഇനി ഒരിക്കൽ എന്നല്ല, ഇളക്കമില്ലാത്തത് നിലനിൽക്കേണ്ടുന്ന നിർമ്മിതമായ ഇളക്കമുള്ളതിന് മാറ്റം വരുമെന്ന് സൂചിപ്പിക്കും. നിർമ്മിതമായതിനെല്ലാം, നിർമ്മിതമായ പല കാര്യങ്ങളും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്, ഉൾപ്പെടെ. ഇത് നാം നോക്കി എത്രയോ വർഷത്തിലേക്കാണ് ഉപയോഗിച്ചുകൊണ്ട് വിവാഹം കഴിക്കാം, അവരുടെ സെക്ഷൽ ജീവിതത്തിൽ തൃപ്തരാകാമെന്ന് പബ്ലിഷ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ സോതോമിക പാപങ്ങൾ. ഞാൻ ഓർക്കുകയാണ്, 1979 ഞാൻ രക്ഷിക്കപ്പെട്ടതിൻ്റെ ആ സമയത്ത്, 78 രക്ഷിക്കപ്പെടുന്നത്. ആലപ്പുഴ ടൗണിൽ ഒരു പരസ്യവും നടത്തി. ഇന്ത്യ എബ്രിയോ ക്രൂസോവിന്റെ കെയർ ഓഫിൽ ഞങ്ങളെല്ലാം കൂടി പരസ്യവും നടത്തുമ്പോൾ അവിടെ ജോർജ് പിള്ള എന്ന് പറയുന്ന ഒരു ദേവദാസൻ ഉണ്ടായിരുന്നു. ഒരു വിശ്വാസിയാണ്, സുവിശേഷകൻ, ആലപ്പുഴക്കാരൻ. അദ്ദേഹമാണ് അതിൽ താനും പ്രസംഗിച്ചു, ഞാനും പ്രസംഗിച്ചു. താൻ പ്രസംഗിച്ചു കൊടുക്കുന്നതിനുള്ള ആത്മശക്തിയിൽ താൻ ഇങ്ങനെ പറയുകയുണ്ടായി, സോദോമിനെയും ഗോമോറയെയും ന്യായം വിധിച്ചതായ ദൈവം അമേരിക്കയെ ന്യായം വിധിച്ചില്ലെങ്കിൽ ദൈവം സോദോമിനോടും ഗോമോറയോടും ക്ഷമ പറയണം എന്ന് ബില്ലിഗ്രാമിന്റെ പ്രസംഗത്തെ എടുത്ത് ഞാൻ പറയാനിടയായി. അപ്പോൾ ഞാനത് പിന്നീട് പഠിക്കുകയുണ്ടായി. അപ്പോൾ സോദോം ഗോമോറ നമുക്കറിയാം, ഹോമോസെക്സ്വാലിറ്റിയിൽ തീവ്രമായ സമയത്തിൽ അതിനെ അഴിച്ചു ഗന്ധവും തീ ഇറക്കി നശിച്ച് ഇന്നും ചാവുകളായിട്ട് അതിന്റെ ശേഷിപ്പ് കിടക്കുകയാണ്. ഇത് ലോകം മുഴുവനും ഇതുപോലുള്ളതായ അനേക പാപങ്ങൾ, തിന്മകൾ ലോകത്ത് നിറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ചാർലി ക്രിക്കിനെ വെടിവെച്ചു വന്നതായ റോബിൻസൺ നമുക്കറിയാം, അവരൊരു ട്രാൻസ്ജെൻഡർ ആളിനോടുകൂടി ചേർന്ന് ജീവിച്ച് മുന്നോട്ട് പോകുമ്പോഴാണ് ഈ സ്പിരിറ്റ് ഉണ്ടായത്. അപ്പൊ ഈ പാപം ഇത് തുടങ്ങിയതല്ല. ഇത് അതിന്റെ മൂർധന്യാവസ്ഥയിൽ എത്തിക്കൊണ്ടിരിക്കുന്ന കാലങ്ങളിൽ നമുക്ക് നിശ്ചയമായിട്ട് പറയും, ഈ ഭൂമിയെ ഇത് നവീകരിക്കേണ്ടത് ആവശ്യമില്ല. ഇത് നശിപ്പിക്കുകയല്ല, ഇത് നവീകരിക്കേണ്ടതായ സമയം വരികയാണ്. അതുകൊണ്ടാണ് ഞാൻ ആകാശത്തെ ഭൂമിയെ വിളക്കും. അവിടെ താഴെ വായിക്കുമ്പോൾ എന്തിനാണ് ഇളകാത്തതായ ഒരു രാജ്യം സ്ഥാപിക്കണം. വായിച്ച്, ആകയാൽ ഇളകാത്ത രാജ്യം പ്രാപിക്കുന്നതുകൊണ്ട് നാം നന്ദിയുള്ളവരായി. 12:27 എബ്രായലേഖനം 12:28 ഇളകാത്തതായ ഒരു രാജ്യം സ്ഥാപിക്കും. ഇതിനെ ഇളക്കി കഴിഞ്ഞെങ്കിൽ മാത്രമേ ഈ മനുഷ്യനുണ്ടാക്കിയ നിർമ്മിത ഫൗണ്ടേഷൻ ഉൾപ്പെടെ ബേസ്മെന്റ് എല്ലാം മാറ്റിയെങ്കിൽ മാത്രമേ പുതിയൊന്നും നിർമ്മിക്കാൻ കഴിയൂ. ഇസ്രായേൽ ജനം തന്റെ പ്രതാപത്തിലും മഹത്വത്തിലും ഉണ്ടാക്കിയതായ ശലോമോന്റെ ആലയം പാപം നിറഞ്ഞു കഴിഞ്ഞപ്പോൾ, ദൈവത്തെ വിട്ട് അകന്ന പാപത്തിലേക്ക് പോയി കഴിഞ്ഞപ്പോൾ ദൈവം അതിനെ നശിപ്പിക്കാൻ ഓർഡർ കൊടുത്തു. അതിന്റെ അടിസ്ഥാനം വരെയും ഇളക്കി മറിച്ചതാണ്. അടിസ്ഥാനം വരെ ഇളക്കി മറിച്ചതിന് ശേഷം പിന്നീടാണ് സൈന്യത്താൽ വരെ ശക്തിയാലുള്ള ദൈവത്തിന്റെ പ്ലാൻ പ്രകാരം സിരുബാബിന്റെ ആലയം. ഇത് നിഴലാണ്. ഇതുപോലെയാണ് നമ്മുടെ പേഴ്സണൽ ജീവിതത്തിലും സാമൂഹ്യ ജീവിതത്തിലും രാഷ്ട്രീയമായി നോക്കുമ്പോൾ ഒരു ഇളക്കം സംഭവിക്കാൻ പോവുകയാണ്. ഒന്നാമതായ ഇളക്കം എന്താണ്? നമ്മൾ വായിച്ചത് ഓൾ ദി കിങ്ഡം, എല്ലാ സാമ്രാജ്യങ്ങളും ഇളകുക. ഇത് ലോകത്തിലുണ്ടായ എത്രയോ സാമ്രാജ്യങ്ങളാണ്. ആദ്യം തന്നെ നിബ്രോദിന്റെ ബാബിലോൺ സാമ്രാജ്യം, ഈജിപ്ഷ്യൻ സാമ്രാജ്യം, ബാബിലോൺ സാമ്രാജ്യം, മേദപർഷ്യ, ഗ്രീക്ക് സാമ്രാജ്യം, റോമൻ സാമ്രാജ്യം, ബ്രിട്ടീഷ് സാമ്രാജ്യം, ഇപ്പോൾ ലാസ്റ്റ് അമേരിക്ക ഒരു സാമ്രാജ്യം പോലെ ഒരു മേധാവിത്വം പോയിക്കൊണ്ടിരിക്കുകയാണ്. അതിന് നാശമുണ്ടാകും, അല്ലെങ്കിൽ കഴിവുണ്ടാകും. നമുക്ക് ഇരമ്യാ പ്രവചനത്തിൽ നമ്മൾ വായിക്കുമ്പോൾ അവിടെ ഒരു വാക്യമുണ്ടല്ലോ, വിനാശപർവ്വതമേ. ബാബിലോണിനെ കുറിച്ച് പറയപ്പെടെ വായിച്ച വാക്യമുണ്ട്. ബാബിലോണിലെ
നമ്മൾ വായിക്കുമ്പോൾ അവിടെ വിനാശപർവ്വം എന്നാണ് പറയുന്നത് അല്ലേ? എത്ര അധ്യായം? 51-25. ഇരമ്യാവ് 51-25 ഏറ്റവും വലിയ സാമ്രാജ്യമായ ബാബേൽ സാമ്രാജ്യത്തെ നോക്കി ദൈവം പറയുന്നു. ഇരമ്യാവിൽ കൂടെ പറയുകയാണ്, എന്താ വായിച്ചേ? ഇരമ്യ 51-25. സകല ഭൂമിയെ നശിപ്പിക്കുന്ന വിനാശക പർവ്വതമേ, ഞാൻ നിനക്ക് വിരോധമായിരിക്കുന്നു. സകല ഭൂമി എന്ന് പറഞ്ഞ ആ കാലത്തിൽ സകല രാജ്യങ്ങളെയും കീഴടക്കിക്കൊണ്ട് ബാബിലോണിയ സാമ്രാജ്യം മേധാവിത്വത്തിൽ വന്ന് അഹങ്കാരത്തിന്റെ നീളത്തിന്റെ ഉച്ചകൂടിയിൽ എത്തിയപ്പോൾ ദൈവം ആ സാമ്രാജ്യത്തിനെതിരായിട്ട് പറയുകയാണ്, എന്താ? സകല രാജ്യങ്ങളെയും വഹിച്ച് സകല ഭൂമിയെ നശിപ്പിക്കുന്ന വിനാശക പർവ്വതമേ, ഞാൻ നിനക്ക് വിരോധമായിരിക്കുന്നു. പർവ്വതം എന്ന് പറയുന്നത് സാമ്രാജ്യങ്ങളെ കാണിക്കുകയാണ്. ദൈവരാജ്യത്തെ ഒരു പർവ്വതത്തോട് ഉപയോഗിച്ചിട്ടുണ്ട്, മറ്റു പല സാമ്രാജ്യങ്ങളെയും പർവ്വതങ്ങളോട് ഉപയോഗിച്ചിട്ടുണ്ട്. പക്ഷെ അത് ദൈവത്തിന്റെ പദ്ധതിയിൽ നിന്ന് മാറിക്കഴിയുമ്പോൾ ദൈവം അതിനെ നശിപ്പിക്കാൻ ഓർമ്മ. അങ്ങനെയാണ് ഈ ലോകത്തിലുള്ള എല്ലാ സാമ്രാജ്യങ്ങളും നശിക്കാൻ കാരണമായ. എന്തിനാ കാരണം? ഓൾ ദി കിങ്ഡം shall be shaken except the kingdom of God. ദൈവത്തിന്റെ രാജ്യം അവസാനം സ്ഥാപിക്കപ്പെടും. അപ്പൊ ആ രാജ്യം സ്ഥാപിക്കപ്പെടുന്നതിന് നമുക്കറിയാം, ഇപ്പൊ അവസാനമായി അമേരിക്ക ഒരു വലിയ മേധാവിത്വത്തിലേക്ക് ലോകത്തിൽ പോലീസിനെ പോലെ നിൽക്കുന്ന ഒരു സമയമാണ്. മറ്റൊന്ന് ഇസ്രായേൽ. ഈ നാളിൽ നമുക്കറിയാം എത്രയോ 10,000-ങ്ങളെ 40-50,000 അതിലധികം പേരെയും ഒരു കാര്യത്തിന് വേണ്ടി കൊണ്ടിട്ടതായിപ്പോ ജീവനന്റെ. അപ്പൊ ഇതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന സംഹാര പിശാച്, ഇതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന സാമ്രാജ്യത്തെ ഉണ്ടാക്കാൻ ആഗ്രഹിക്കുന്ന ആയ ലൂസിഫർ. യെശയ്യാപ്രവചനം 14-ാം അധ്യായം വായിക്കുമ്പോൾ, ഞാൻ സ്വർഗ്ഗത്തിൽ കയറും, എന്റെ സിംഹാസനം അത്യുന്നതനോട് സമനാകും, എന്തെല്ലാം നക്ഷത്രങ്ങൾക്ക് ഞാൻ ഇരുന്നാലും എന്നുള്ള അകത്ത ഈ ലൂസിഫറാണ്. അത് ഓരോ കാലഘട്ടത്തിൽ അവരുടെ സാമ്രാജ്യം എഴുന്നേൽപ്പിച്ചുകൊണ്ട് വരും. എന്നാൽ അമേരിക്കയെ സംബന്ധിച്ച് വ്യത്യാസം, അതിന്റെ തുടക്കം ലൂസിഫർ അല്ല. അവിടെ നമുക്കറിയാം, ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞതുപോലെ അമേരിക്കയുടെ ആരംഭഘട്ടത്തിൽ പിൽഗ്രിം ഫാദേഴ്സ് അവര് മേഫ്ലവർ കപ്പലിൽ വന്ന് ബൈബിളുമായിട്ടാണ് അവർ പ്രവേശിക്കുന്നത്. അങ്ങനെ ബൈബിളും ദൈവത്തിന്റെ വചനത്തിന്റെ അടിസ്ഥാനത്തിൽ ഒരു നല്ല രാജ്യത്തിന് തുടക്കപ്പെട്ടു. അതാണ് അമേരിക്ക. ഈ അമേരിക്ക സാമ്രാജ്യം വന്നതിന് ശേഷം, അല്ലെങ്കിൽ രാജ്യം വന്നതിന് ശേഷം സുവിശേഷീകരണത്തിന് വലിയ പ്രാധാന്യം കൊടുത്തു. ലോകത്തിൽ ആയിരക്കണക്കിന് മിഷണറിമാരെ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങൾ കൊടുക്കുകയും അതുപോലെ ബൈബിൾ ദൈവത്തിന്റെ വചനം പല ഭാഷകളിൽ പ്രിന്റ് ചെയ്ത് ലോകത്തിൽ കൊടുക്കുക, അങ്ങനെ വലിയ നല്ല കാര്യം അമേരിക്ക ചെയ്തു. പക്ഷെ എങ്കിലും നല്ല കാര്യങ്ങൾ ചെയ്യുമ്പോൾ തന്നെ ദുഷ്ടർ കളർ വിതയ്ക്കും. അതേ അമേരിക്കയിൽ സാത്താൻ പലവിധമായ പ്രവർത്തനങ്ങൾ ആരംഭിച്ച് അമേരിക്കയെ ഇത്രയും വർഷമായിക്കൊണ്ടിരിക്കുന്ന സമയം കൂടി കൂടാണ്. ഇപ്പോൾ അമേരിക്ക അവസാനമായിട്ട് ഇസ്രായേലിനെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ആ ഇസ്രായേലിനെ സപ്പോർട്ട് ചെയ്യുന്ന അമേരിക്കയുടെ ഒരു നാശത്തെ കുറിച്ചിരിക്കുന്ന ഒരു ദേവദാസൻ വെളിപ്പാട് പുസ്തകം 8-ാം അധ്യായത്തിൽ 8-ാം വാക്യത്തിൽ പാടുന്ന, അത് വിനാശപർവ്വതമല്ല, അതിന്റെ പർവ്വതം ചിത്രീകരിച്ച് ചെയ്യുകയാണ്. അത് അമേരിക്കയാണെന്നാണ് ആ ഒരു വ്യാഖ്യാനം. രണ്ടാമത്തെ ദൂതനൂതി, അപ്പോൾ തീ കത്തുന്ന വൻ മല പോലെ ഒരു സമുദ്രത്തിലേക്ക് എറിഞ്ഞിട്ട് കടലിൽ 1/3 രക്തമായി തീർന്നു. കാരണം രണ്ടാമത്തെ ദൂതന്റെ ഊതുന്ന കാലത്തിൽ ബാബിലോൺ സാമ്രാജ്യം നിലവിലുണ്ട്. വെളിപ്പാട് പുസ്തകം 17-18 കാണുന്ന ബാബിലോൺ സാമ്രാജ്യം, ബാബിലോണിയ ആ ഷെയർ അല്ലെങ്കിൽ എക്കണോമിക് അല്ലെങ്കിൽ മാർക്കറ്റ്, സൂപ്പർ മാർക്കറ്റ് ലോകത്തിലുള്ളപ്പോൾ തന്നെ ആ രണ്ടാമത്തെ കാരണം വന്നപ്പോൾ അതിന് നാശം ഭവിക്കുന്നില്ല. അപ്പൊ 1-2 തുടക്കത്തിൽ തന്നെ ഇവിടെ പറയുമ്പോൾ ഒരു പർവ്വതം കടലിലേക്ക് ഇറങ്ങി കളയുന്നതാണ്. വായിച്ച്, രണ്ടാമത്തെ ദൂതനൂതി, അപ്പോൾ തീ കത്തുന്ന വൻ മല പോലെയാകുന്ന സമുദ്രത്തിലേക്ക് എറിഞ്ഞിട്ട് കടലിലെ 1/3 രക്തമായി തീർന്നു. അപ്പൊ ഈ മല എന്ന് പറയുന്നത് അമേരിക്കൻ സാമ്രാജ്യത്തിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന ദുഷ്ടശക്തിയെ, ആ സാമ്രാജ്യ ശക്തി അതോടുകൂടി അവസാനിക്കുന്നത്. ഇപ്പൊ തന്നെ അമേരിക്ക വളരെ കഷ്ടകാലത്തിലാണ്. അവർ നമുക്കറിയാം, സാമ്പത്തിക വലിയ പ്രതിസന്ധികൾ കിടക്കുന്നതുകൊണ്ടാണ് ടാക്സ് എല്ലാം വർദ്ധിപ്പിച്ചപ്പോഴും രാജ്യങ്ങളിൽ തന്നെ അമേരിക്ക വിചിന്തനം ചെയ്തു, ഞങ്ങൾ മറ്റു രാജ്യങ്ങളിൽ ഇടപെട്ടിട്ട് ഞങ്ങളുടെ സുരക്ഷയാണ് ആവശ്യം. ചാർലി ക്രിക്ക് പറഞ്ഞ പോലെ ലോകത്തുള്ളവരെല്ലാം പിടിച്ച് ഇവിടെ ജോലി കൊടുക്കുകയും ഇവിടുത്തെ ജോലിയില്ലാതെ വരികയും ചെയ്യുന്ന ഈ അവസ്ഥകൾക്ക് മാറ്റം വരണമെന്ന് അവർ ചിന്തിച്ചു തുടങ്ങി. അപ്പൊ അവര് തങ്ങളിലേക്ക് ഉൾവലിക്കുകയാണ്. അവരിലേക്ക് അത് ഉൾവലിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലമാണ് അകത്തേക്ക്. അപ്പൊ തങ്ങളുടെ ശക്തികൾ അല്ലെങ്കിൽ സാമ്രാജ്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാതെ പോകുന്നൊരു കാലമാണ്. പക്ഷെ ഇസ്രായേൽ അമേരിക്ക വളരെ വിശ്വാസമാണ്. ഇസ്രായേൽ വലിയ വിശ്വാസം അമേരിക്ക ഉള്ളിടത്തോളം കാലം ഇസ്രായേൽ വലിയ നിലനിൽപ്പുണ്ട് എന്നാണ് അവർ വിശ്വസിക്കുന്നത്.
നേരത്തെ യൂറോപ്യൻ രാജ്യങ്ങൾ ഇംഗ്ലണ്ട്, ഫ്രാൻസ് വകയും ഇറ്റലി, അമേരിക്ക, ഇസ്രായേലിന് സപ്പോർട്ട് ആയിരുന്നെങ്കിലും ആ രാജ്യങ്ങളെല്ലാം പിന്മാറിക്കഴിഞ്ഞു. അവർ ഇസ്രായേലിന്റെ സപ്പോർട്ട് പിൻവലിച്ചു. ഇനി തന്നെ പിൻവലിക്കാതിരിക്കുന്ന ഏക രാജ്യം അമേരിക്കയാണ്. ഈ അമേരിക്ക എന്ത് സംഭവിക്കും? അമേരിക്കയും ഇസ്രായേലിനെ കൈവിടും. എവിടെയാണ് ഇരിക്കുന്നത്? യിരെമ്യാ പ്രവചനം 30-ാം അധ്യായത്തിന്റെ 13-ാം വാക്യം വായിച്ച്. യിരെമ്യാ 30:13. നിന്റെ സ്നേഹിതന്മാർ നിന്റെ വ്യവഹാരം നടത്തുവാൻ ആരുമില്ല. എന്താ കാരണം? 8-ാം വാക്യം വായിക്കുമ്പോഴേ ഇസ്രായേൽ ഒരു വലിയ പ്രതിസന്ധി, കഷ്ടകാലം വരാൻ പോവുകയാണ്. ഇപ്പോൾ ഇസ്രായേൽ നമുക്കറിയാം, തീവ്രവാദ സംഘങ്ങളെല്ലാം പല സ്ഥലങ്ങളിൽ അടിച്ചൊതുക്കി വെച്ചിരിക്കുകയാണ്. അതും ഒരു വചനത്തിന്റെ നിവർത്തീകരണമാണ്. എസെക്കിയേൽ 32-ാം അധ്യായം മുഴുവൻ വായിക്കുമ്പോൾ, എസെക്കിയേൽ 32 മുഴുവൻ വായിക്കുമ്പോഴേ അവിടെ ഏലാമിന്റെ അതിക്രമം, മോവാബിന്റെ അതിക്രമം, അതുപോലെ മറ്റു പല രാജ്യങ്ങളുടെയും അമോന്യരുടെ അതിക്രമം, യോർദാന്റെ, അതുപോലെ തന്നെ മോസ്കോ റഷ്യയുടെ അതിക്രമം, ഇങ്ങനെ പല രാജ്യങ്ങളുടെയും തീവ്രവാദ ശക്തികളെ ഒതുക്കുന്ന ഒരു അല്ലെങ്കിൽ അതിനെ ന്യായം വിധിക്കുമെന്ന് നമ്മൾ കാണും. അത് വായിക്കുന്നത് ഒരുപക്ഷെ ആ 32-ാം അധ്യായത്തിൽ പല സ്ഥലങ്ങൾ എഴുതിയിട്ടുണ്ട്. അപ്പൊ ആ ന്യായവിധികൾ ഒരു വിധത്തിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അങ്ങനെ ഇസ്രായേൽ ഒരു മികച്ച സ്ഥാനത്തേക്ക് വന്നിരിക്കുന്നത് നമുക്ക് തോന്നാം. പക്ഷേ അമേരിക്കയുടെ സപ്പോർട്ട് അമേരിക്ക പിൻവലിക്കും. കാരണം ലോകരാജ്യങ്ങളിൽ എതിരായി വരുന്നതുകൊണ്ട് മാത്രമല്ല, അമേരിക്കയുടെ ഫിനാൻഷ്യൽ ശക്തി, അവരുടെ സൈന്യ ശക്തിയെല്ലാം കുറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് അവർ തന്നെ മനസ്സിലാക്കിക്കൊണ്ട് ഉൾപ്പെടുകയാണ്. തന്നെയല്ല, ഇന്ന് അമേരിക്കയിലെ നേതൃസ്ഥാനത്തിരിക്കുന്ന ട്രംപ് ഉൾപ്പെടെ അവരെല്ലാം ദൈവത്തിൽ വലിയ വിശ്വാസമുള്ളവരാണ്, ബൈബിൾ അറിയാവുന്നവരാണ്. കഴിഞ്ഞ ദിവസം ട്രംപിന്റെ ഒരു പ്രസംഗം ഞാൻ കേട്ടു. നല്ല മനോഹരമായ സുവിശേഷ പ്രസംഗം. യേശു ക്രിസ്തു രാജാവായി ഭൂമിയിൽ വരുമെന്നും ഇവിടെ ഒരു വാഴ്ചയുണ്ടെന്ന് പറഞ്ഞ് താനും പ്രസംഗം ചെയ്തു. അങ്ങനെ പലരും, ഇന്നത്തെ ക്യാബിനറ്റിലുള്ള പലരും യേശു ക്രിസ്തുവിനെ രക്ഷിതാവായി സ്വീകരിച്ചവരാണ്. അപ്പൊ ബൈബിൾ അറിയാവുന്നവർക്ക് അറിയാം, അവസാന കാലങ്ങളിൽ ഞങ്ങളല്ല ഇസ്രായേലിനെ സഹായിക്കേണ്ടതാണ് എന്ന് മനസ്സിലാക്കിയിരിക്കുന്നതുകൊണ്ടും അവരും പിൻവാങ്ങുവാൻ തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ ഇസ്രായേൽ അത് ഗ്രഹിക്കുന്നില്ല. ഇസ്രായേൽ തന്റെ സ്വന്തം ടെക്നോളജിയിലും അവരുടെ ഫിനാൻഷ്യൽ സൗണ്ടിലും അവരുടെ യഹൂദന്മാരെ തിരിച്ചു വരുന്നതിലും അമേരിക്കയുടെ സപ്പോർട്ടുമൊക്കെ തങ്ങൾ ഇപ്പോഴും ഒരു ബലമായിട്ട് കണ്ടുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ 30-8 വായിച്ച്. അന്ന് ഞാൻ അവന്റെ മുഖം നിന്റെ കഴുത്തിൽ നിന്ന് ഓടിച്ച്. 30-8. അന്ന് ഞാൻ അവന്റെ മുഖം നിന്റെ കഴുത്തിൽ നിന്ന് ഓടിച്ച് ബന്ധനങ്ങളെ അറുത്തു കളയും. അന്യന്മാർ ഇനി അവനെ കൊണ്ട് സേവ ചെയ്യുകയുമില്ല എന്ന് സൈന്യങ്ങളുടെ യാക്കോബിന്റെ കഷ്ടകാലം. എത്ര? യിരെമ്യാവാണോ? യിരെമ്യാ 37 ആ നാൾ പോലെ വേറെ ഇല്ലാതെ വണ്ണം അത് വലുതായിരിക്കും. യഹോവയുടെ ദിവസം ഇല്ലേ? കോപ ദിവസത്തിന്റെ യഹോവയുടെ നാൾ എന്ന് നമ്മൾ വായിക്കുന്നുണ്ട്. യഹോവയുടെ നാൾ വായിക്കും. ആ നാൾ പോലെ വേറെ ഇല്ലാതെ വണ്ണം അത് വലുതായിരിക്കുന്നു. കഷ്ടം, അത് യാക്കോബിന്റെ കഷ്ടകാലം തന്നെ. നോക്കണം, അത് യാക്കോബിന്റെ കഷ്ടകാലം തന്നെ. അപ്പോൾ യെശയ്യാ 13-ാം അധ്യായത്തിന്റെ 6-ാം വാക്യത്തിൽ വായിക്കുമ്പോൾ, 6 മുതൽ 14 വരെ വായിക്കുമ്പോൾ അവിടെ നമ്മൾ യഹോവയുടെ ദിവസത്തെ കുറിച്ച് അവിടെ വ്യാഖ്യാനിച്ചിട്ടുണ്ട്. വായിച്ച്. യഹോവയുടെ ദിവസം സമീപിച്ചിരിക്കുന്നുണ്ട്. യഹോവയുടെ ദിവസം സമീപിച്ചിരിക്കുന്നുണ്ട്. മുറയിടുവിൻ, അത് സർവശക്തിയിൽ നിന്ന് സർവനാശം പോലെ വരുന്നു. അതുകൊണ്ട് എല്ലാ കൈകളും തളർന്നു പോകും. ലോകത്തിൽ വലിയ നാശം വരുന്നതായി കൂടെ കഴിയുന്നു. പല നഗരങ്ങളും മുൻപ് റെയ്നാഡ് ബോംബെയോ കേരളത്തിൽ വന്ന സമയത്തിൽ താനാണെന്ന് മറ്റൊരു പ്രവാചകൻ ഒരു ദർശനം കണ്ടു. ഈ എറണാകുളം സിറ്റി, എറണാകുളം ടൗൺ സിറ്റി വാഷ് ഡൗൺ എന്നാണ്. അത് ഒഴുകിപ്പോകുമെന്ന് ദർശനത്തിൽ കണ്ട് വ്യാഖ്യാനിച്ചിട്ടുണ്ട്. ഇത് ശാസ്ത്ര പഠനത്തിൽ അവർ പറയുന്നത് നാളെ എറണാകുളം ഭൂമിയിൽ കാണുന്നതാണ്. കാരണം അത് ഒഴുകിപ്പോകുന്നതാണ്. കഴിഞ്ഞ രാത്രി ഒരാൾ ചോദിച്ചു, മുല്ലപ്പെരിയാറിൽ എന്ത് സംഭവിച്ചിരിക്കുന്നു, അത് നിങ്ങൾ സംഭവിക്കുമോ എന്നൊക്കെ. എനിക്കതിനെക്കുറിച്ച് വ്യക്തമായിട്ട് പറയാൻ സാധ്യമല്ല. കാരണം മനുഷ്യനെ ഭീതിപ്പെടുത്തുന്നൊരു കാര്യമാണ്. ഏതായാലും ഒരു കാര്യം, അമേരിക്ക പട്ടണത്തിന് ഒരാള് പേപ്പർ എഴുതിയിരിക്കുന്നുണ്ട്, മുല്ലപ്പെരിയാറിന് എന്തെങ്കിലും സംഭവിച്ചാൽ എറണാകുളം വിൽ ബി വാഷ്ഡ് ഔട്ട്. എറണാകുളം മാത്രമല്ല പല ജില്ലകളും അതിൻ്റെതായ ഇതൊക്കെ സംഭവിക്കുന്നില്ല. പക്ഷെ ഒരു കാര്യം നമുക്കറിയാം, സർവനാശവും ഭൂമിയിലേക്ക് വന്നുകൊണ്ടിരിക്കുന്ന കാരണം. വായിച്ച്.
ദിവസം സമീപിച്ചിരിക്കൊണ്ട് മുറയിടുവിൻ, അത് സർവശക്തനിൽ നിന്ന് സർവനാശം പോലെ വരുന്നു. അതുകൊണ്ട് എല്ലാ കൈകളും തളർന്നു പോകും. എല്ലാ കൈകളും നോക്കണം, എല്ലാ കൈകളും തളർന്നു പോകും. പിന്നെ സകല ഹൃദയവും ഉരുകിപ്പോകും. സകല ഹൃദയവും ചിന്തിച്ചു നോക്കി. ഇന്നലെ നമുക്ക് ഇടുക്കിയിൽ കഴിഞ്ഞ 2 ദിവസത്തെ മഴ നിമിത്തം എത്രയോ മനുഷ്യർക്കാണ് മാനസികമായിട്ട് പ്രയാസം ഉണ്ടായത്. രാത്രി കാലങ്ങളിൽ നമ്മുടെ വിശ്വാസികൾ തന്നെ ഒരു വിഭാഗത്തിൽ ടെറസിന്റെ മേളിൽ പോയി താമസിക്കും, തറപ്പൊടി ജീവിക്കുന്നു. ഇതെല്ലാം ഒരു സൂചനകൾ മാത്രമാണ്. കാരണം മനുഷ്യൻ ദൈവത്തെ വിട്ട് പാപത്തിലും വർഷത്തിലും ജീവിക്കുന്ന ഒരു കാലഘട്ടത്തിലേക്ക് അധികമായി പിരിക്കും. ദൈവത്തെ വെല്ലുവിളിക്കുന്ന ഒരു കാലമാണ്. കാരണം സാധാരണ അവരെല്ലാം വ്യാപിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലമായതുകൊണ്ട് ദൈവത്തെ വെല്ലുവിളിക്കുന്ന ഒരു സമയം. ദൈവത്തെ വെല്ലുവിളിക്കാന്ന് പറഞ്ഞാൽ നിയമങ്ങൾക്ക്, പ്രമാണങ്ങൾ, സത്യങ്ങൾക്കെതിരായി നിൽക്കുക എന്നുള്ളതാണ്. അപ്പൊ അവിടെ അവസാനം അങ്ങനെ ഒരു ദുഷ്ടതലമുറയിന് ആവശ്യമില്ല. കാരണം അവരെ വ്യക്തിത്വത്തിന് നമ്മുടെ പുരയിടത്തിൽ തന്നെ വേസ്റ്റായിട്ട് കുറെ കള വളർന്നാൽ അതിന് ആദ്യം പെർമിഷൻ ആവശ്യമില്ല. ഉടമസ്ഥനെ ചെത്തി വെടിപ്പാക്കി അല്ലെങ്കിൽ അതുകൊണ്ട് തീരിട്ട് കളയും. മനുഷ്യൻ കളകൾക്ക് തുല്യമായി മാറുമ്പോൾ ന്യായവിധി ഉണ്ടാകുമെന്ന് നമുക്കറിയാം. ലോക ചരിത്രത്തിന്റെ കാണുന്നുണ്ട്. അപ്പൊ അതുകൊണ്ടാണ് ഇവിടെ യഹോവയുടെ കോപ ദിവസത്തിൽ സർവനാശം വരും, സകലരുടെയും ഹൃദയം ഉരുകിപ്പോകും, കൈകൾ തളർന്നു പോകും. വായിക്കാം. സകല ഹൃദയം ഉരുകിപ്പോകും, അവർ ഭ്രമിച്ചു പോകും, വേദനയും ദുഃഖവും അവർക്ക് പിടിപെടും. നോവ് കിട്ടിയ സ്ത്രീയെ പോലെ അവർ വേദനപ്പെടും, അവർ അന്യോന്യം തുറച്ചു നോക്കും, അവരുടെ മുഖം ജ്വലിച്ചിരിക്കും. ഇങ്ങനെയുള്ള അനർത്ഥങ്ങൾ പല വചനങ്ങൾ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഇപ്പോൾ ലോകത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ഇസ്ലാമിക രാജ്യങ്ങളായ അഫ്ഗാൻ, പാകിസ്ഥാൻ തമ്മിൽ തകർത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം നമുക്കറിയാം, മതമല്ല, മതത്തിന്റെ എല്ലാം പിന്നിൽ പ്രവർത്തിക്കുന്ന ശക്തി, രാഷ്ട്രീയത്തിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന ശക്തിയാണ് ലൂസിഫറിന്റെ ഇടയ്ക്ക് വീണുപോയ സാത്താന്യ ശക്തി, ദുഷ്ടാത്മാവ് പറയാം. അപ്പൊ അങ്ങനെ വരുന്നത് കൊണ്ട് ഇസ്രായേലിന് വരുന്നുണ്ട് വലിയ ന്യായം. അതാണ് നമ്മൾ യിരെമ്യാ 30:8 വായിക്കുമ്പോൾ ഇതുവരെയും വരാത്ത 7 മുതൽ വായിച്ചു യാക്കോബിന്റെ കഷ്ടകാലം. ആ നാൾ പോലെ വേറെ ഇല്ലാതെ വണ്ണം അത് വലുതായിരിക്കുന്നു കഷ്ടം. അത് യാക്കോബിന്റെ കഷ്ടകാലം തന്നെ. യാക്കോബിന്റെ കഷ്ടകാലം തന്നെ. നോക്കണം, അങ്ങനെ ഒരു കാലം ഇതുവരെ ഇസ്രായേൽ വന്നിട്ടില്ല. ഒട്ടെ AD 70 ബാബിലോൺ രാജ്യം അല്ലെങ്കിൽ BC 660 ഉണ്ടായെങ്കിലും ഇത് അതിനേക്കാൾ വലിയ കഷ്ടമാണ്. ഇതിനാണ് ഇസ്രായേൽ അവിടെ വീണ്ടും ഒരു ചെതറിക്കുണ്ടാകും. പല രാജ്യങ്ങളിലേക്ക്, യോർദാൻ പോലെ രാജ്യങ്ങളിൽ പോയി അഭയം തേടും. സൈപ്രസ്, ഇപ്പോഴേ അവര് സൈപ്രസിലെല്ലാം പോയി മനസ്സിലാക്കിയ യഹൂദന്മാര് കുപ്രോസ് എന്ന് പറഞ്ഞ നമ്മുടെ ബൈബിളിന്റെ സൈപ്രസ് രാജ്യത്തിൽ പോയി അഭയം തേടിയിരിക്കുക പല രാജ്യങ്ങളിൽ. കാരണം ഇങ്ങനെയുള്ള സംഭവങ്ങൾ ഉണ്ടാകുമെന്ന് ബൈബിൾ പഠിച്ച യഹൂദന്മാർക്ക് അറിയാം. അങ്ങനെ ഒരു കഷ്ടകാലം അവർ പ്രതീക്ഷിക്കുന്നുണ്ട്. പക്ഷേ തിരുവചനം അറിയാത്ത യഹൂദന്മാർക്ക് അത് പറഞ്ഞിരിക്കുകയാണ്. വായിക്കാം. എങ്കിലും അവൻ അതിൽ നിന്ന് രക്ഷിക്കപ്പെടും. അന്ന് ഞാൻ അവന്റെ മുഖം നിന്റെ കഴുത്തിൽ നിന്ന് ഓടിച്ചു. എന്നാൽ ഈ കഷ്ടകാലം കഴിയുന്ന സമയത്തിൽ അവന്റെ മുഖം ഏത് മുഖമാണ്? യെശയ്യാവിൽ നമ്മൾ വായിക്കുമ്പോൾ 10-ാം അധ്യായത്തിലുള്ള ആ വാക്യം അവിടെ വരുന്നു. അസീറിയയുടെ അല്ലെങ്കിൽ വീണ്ടും എഴുന്നേൽക്കുന്ന ദാനിയേൽ പ്രവചനം 7, 9, 11 അധ്യായത്തിൽ കാണുന്ന വീണ്ടും എഴുന്നേൽക്കാൻ പോകുന്ന ഒരു സാമ്രാജ്യം ഏതാണ്? ഈ റോമൻ സാമ്രാജ്യത്തിന് ശേഷം അതിൽ നിന്നുണ്ടാകുന്ന 10 കുമ്പുകളിൽ ഒരു ചെറിയ കുമ്പ് മുളച്ചു വരും. ഇവരാണ് ആന്റിക്രൈസ്റ്റ്. ആ ആന്റിക്രൈസ്റ്റ് ഭരണം ഭൂമി ഇപ്പോൾ ഏറ്റവും അടുത്തിരിക്കുന്ന ഒരു കാലമാണ്. എന്താ തടസ്സങ്ങള്? തെസ്സലോനിക്ക ലേഖനത്തിൽ 2 തെസ്സലോനിക്ക 1-ാം അധ്യായത്തിൽ 3 താഴെ വായിക്കുമ്പോൾ അധർമ്മത്തിന്റെ മർമ്മം ഇപ്പോഴേ വ്യാപരിക്കുന്നു, വഴി തടുക്കുന്നു. പരിശുദ്ധാത്മാവ് തന്റെ സഭയെ ഇവിടുന്ന് മാറ്റപ്പെടുന്ന കാര്യം മാത്രമേ ഉള്ളൂ. ഈ സാമ്രാജ്യമെല്ലാം യഹൂദൻ തന്റെ ആലയം പണിയാൻ വേണ്ടി ഒരുങ്ങിയിരിക്കുന്നു. അപ്പോൾ അവൻ ആലയത്തിന് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി ഒരു നേതാവ്, ലോക നേതാവ് വന്ന് അതിന് അനുവാദം കൊടുക്കും. അവർ വിശ്വസിക്കാൻ ചെയ്യാറുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിൽ ചില കുടുംബങ്ങൾ യഹൂദ അല്ലെങ്കിൽ ഇസ്രായേൽ എന്നുള്ള ചില കുടുംബങ്ങൾ നല്ല യഹൂദന്മാരായ ചെറുപ്പക്കാരായ ഭാര്യ ഭർത്താക്കന്മാർ കുഞ്ഞുങ്ങളിവിടെ വന്നിരുന്നു. 2-3 ഭാഗങ്ങളിൽ പല പ്രാവശ്യമായിട്ട് വന്ന് എന്നോട് സംസാരിച്ചു. അവർക്കൊരു മെസ്സിയെ കാത്തിരിപ്പുണ്ട്. അപ്പൊ എന്നോട് ഒരാൾ ചോദിച്ചു, ഇസ്രായേലിൽ എന്നാ വരുന്നു ചോദിച്ചു. ഞാൻ പറഞ്ഞു വരുന്നുണ്ടായി, ഞങ്ങളെ അറിയിക്കണം കേട്ടോ, എന്തെങ്കിലും സഹായം ഒന്നും ചെയ്യാം. ഞാൻ പറഞ്ഞു ഇല്ല, ഇപ്പോഴല്ല, ഞങ്ങളുടെ രാജകുമാരൻ കൂടെ വരണം. അതാണ് നിങ്ങളുടെ വാഗ്ദത്ത മെസ്സിയായ യേശു ക്രിസ്തു വരും. ആ യേശുവായിട്ട് ഞങ്ങൾ വരുന്നുണ്ട്. 1000 വർഷം നിങ്ങളുടെ രാജ്യത്തിൽ ഞങ്ങൾക്ക് ഭരണമുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ കേൾക്കാൻ സാറിനോട് ഇഷ്ടപ്പെട്ടു. കുറെ കാര്യങ്ങൾ പറഞ്ഞാൽ പുസ്തകം കൊടുത്തു. അപ്പൊ പ്രിയരെ, ആ രാജ്യം സ്ഥാപിക്കുന്നതിന് മുൻപ് ഇതെല്ലാം ഇളകേണ്ടത് ആവശ്യമാണ്. എല്ലാ രാജ്യങ്ങളും സാമ്രാജ്യങ്ങളും ഇളകും. ആ ഇളക്കത്തിന്റെ ഒരു ഭാഗമാണ് ഇന്നത്തെ കേരളത്തിലെ ഇന്നത്തെ ഭരണവും. നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയനെ കുറ്റം പറഞ്ഞൊരു കാര്യമില്ല. പിണറായി വിജയനല്ല, ഇതിന്റെ പിന്നിലേക്ക് ഒരു സ്പിരിറ്റാണ്. അല്ലെങ്കിൽ BJP സർക്കാരിന്റെ പ്രവർത്തിക്കുന്ന ഒരു സ്പിരിറ്റാണ്.
അപ്പൊ ഇതെല്ലാം ഇങ്ങനെ സംഭവിക്കണം. ജനാധിപത്യം തകർന്നടിയേണ്ട കഴിഞ്ഞു, അതിന്റെ കാലം കഴിഞ്ഞു. കാരണം ഈ രാജാക്കന്മാരുടെ കാലത്ത് ദാനിയേൽ കണ്ട ദർശനം പോലെ കളിമണ്ണും ഇരുമ്പും സംയോജിക്കുന്നത് പോലെ പാർട്ടികൾക്ക് ആദർശമില്ലാതെ ആശയമില്ലാതെ കാര്യസാധ്യത്തിന് വേണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടും അല്ലേ മതേതരത്വമെന്നും മതവിരോധികളെന്നും എല്ലാം പറയുന്ന ആളുകൾ ഇന്നത്തെ നമ്മൾ കണ്ടില്ലേ? സാമ്രാജ്യത്തിനുള്ള കസേരയ്ക്ക് വേണ്ടി ആരുമായിട്ട് അവരുടെ ആദർശങ്ങൾ പരിഗണിച്ചുകൊണ്ട് കസേര നിലനിർത്താൻ വേണ്ടിയുള്ളതായ വ്യാപം അത് കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. എല്ലായിടത്തും ഇന്ത്യയിലും ആദർശങ്ങൾ ജനാധിപത്യ സംരക്ഷണം മാറ്റിക്കളഞ്ഞു. അതെന്തേ കാറ്റിലെറിഞ്ഞു കഴിഞ്ഞു. കാരണം എന്താ? അതിന്റെ കാലം കഴിഞ്ഞു. അതുകൊണ്ട് മോദിയെ കുറ്റം പറഞ്ഞുകൊണ്ട് പിണറായി കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ഇനി വാഴേണ്ടവൻ ഒരേ ശക്തി അല്ലെങ്കിൽ പൂർണ്ണമായ ഒരു ദുഷ്ടൻ ലോകത്തിൽ ഭരിക്കാൻ വരികയാണ്. പക്ഷെ അതിന്റെ കാറ്റിപ്പോഴേ വീശി തുടങ്ങിയതിന്റെ ലക്ഷ്യമാണ് ഈ അരാജകത്വവും അധർമ്മവും അനീതിയും കേരളത്തിലും ഇന്ത്യയായും പലർത്തും കാണുന്നത്. എന്താ കാരണം? സൂര്യൻ ഉദിച്ചു വരുന്നതിന് മുമ്പേ സൂര്യനെ നമ്മൾ കാണുന്നതിന് മുമ്പ് എന്റെ പ്രകാശം പതുക്കെ ഭൂമിയിലേക്ക് വരും. അപ്പൊ അധർമ്മത്തിന്റെ ശക്തി തെസ്സലോനിക്ക ലേഖനം 1 വായിക്കുമ്പോൾ അധർമ്മത്തിന്റെ ശക്തി ഇപ്പോഴേ വ്യാപിക്കുന്നുണ്ട്, ഇതുവരെ തടുക്കുന്നവൻ വഴിയിൽ നിന്ന് നീങ്ങിപ്പോകാൻ വ്യാപരിച്ചുകൊണ്ടിരിക്കുന്നതുകൊണ്ടാണ്. അതുകൊണ്ടൊരു വ്യക്തിപരമായ ഒരു മുഖ്യമന്ത്രിയോ ഒരു മന്ത്രിയോ കുറ്റം പറഞ്ഞിട്ട് കാര്യമുണ്ട്. അവർക്ക് അഭിപ്രായമില്ല. അവർ ഇന്ന് പറയുന്നത് നാളെ പറയും. ഒരു മന്ത്രിയുടെ വാക്ക് ഉപയോഗത്തില്ല. സാധാരണ മനുഷ്യൻ തെരുവിൽ പറയുന്ന പോലെയാണ് ചില മന്ത്രിമാരുടെ അഭിപ്രായം പറയുന്നത്. എന്താണെന്ന് വെച്ചാൽ ഇവർക്ക് അറിയത്തില്ല. അവരെ നിയന്ത്രിക്കുന്ന ശക്തികൾ പോസ്റ്റിന്റെ ആത്മാവ്. പോസ്റ്റ് പറയുന്നതിന് എന്തോരം താല്പര്യമാണ്. ഈ വർഷങ്ങളായിട്ട് പോസ്റ്റ് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ലീഡേഴ്സ് എത്ര സമർത്ഥമായിട്ടാണ് അതിനെ പറഞ്ഞ് സ്ഥാപിക്കാൻ പോകുന്നത്. പക്ഷെ നിൽക്കും. എതിർ ക്രിസ്തുവിന്റെ കാലം വരെയും ഈ പോസ്റ്റ്. അതുകൊണ്ടാണ് പോസ്റ്റ് വിശ്വസിക്കുമാറ് അവിടെ 2 തെസ്സലോനിക്കർ 2:11 സത്യത്തെ വിശ്വസിക്കാതെ അനീതിയിൽ രസിക്കുന്ന ഏവർക്കും ന്യായവിധി വരേണ്ടതിന് ദൈവം അവർക്ക് പോസ്റ്റ് വിശ്വസിക്കുമാർക്ക് വ്യാജത്തിന്റെ വ്യാപാര ശക്തിയായി. ദൈവം എന്ന് പറഞ്ഞ ദൈവം അവിടെ അനുവദിക്കുന്നതല്ല. ആ സാഹചര്യങ്ങൾ അല്ലെങ്കിൽ ആ സന്ദർഭങ്ങൾ അങ്ങനെ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ മനുഷ്യന് സത്യം ഈ കാലത്തിൽ ആവശ്യം. പോസ്റ്റ് പറയണം. അത് വളരെ അതിശയോക്തിയായ കാര്യങ്ങൾ പറയണം. ഇളക്കപ്പെരുപ്പത്തിന്റെ കാര്യങ്ങൾ പറയണം. അങ്ങനെ പോസ്റ്റ് പറഞ്ഞ ആധികാരികമായി സ്ഥാപിച്ചുകൊണ്ടിരിക്കുന്ന മത നേതാക്കന്മാർ, രാഷ്ട്ര തലവന്മാർ, ഭരണകർത്താക്കന്മാർ നമ്മൾ കാണുമ്പോൾ ഒരു ചളിപ്പുമില്ല. എത്ര കള്ളം പറഞ്ഞാലും പോസ്റ്റ് പറഞ്ഞാലും അതിലവർ ആനന്ദിക്കുകയാണ്. ഞങ്ങൾ പോസ്റ്റ് പറഞ്ഞ് മനുഷ്യരെ വിഡ്ഢികളാക്കുന്നു, അതിലവർ സന്തോഷിക്കുക. കാരണം ഈ കാലഘട്ടം അങ്ങനെയാണ്. എന്നാൽ ഈ സമയങ്ങളിലാണ് ഇസ്രായേലിനെ പറ്റി അപകടം. അവന്റെ കഷ്ടകാലം ഇവരും പോയി ഈ എതിർ ക്രിസ്തുവിന്റെ പോസ്റ്റിൽ വിശ്വസിക്കുകയും അവസാനം നോക്കണം അമേരിക്ക പോലും അവരെ കൈവിടുന്നതാണ്. വായിച്ച് 30:13 വായിച്ച്. നിന്റെ സ്നേഹിതന്മാരൊക്കെ 30:13-14 നിന്റെ വ്യവഹാരം നടത്തുവാൻ ആരുമില്ല. അവസാനം ഇസ്രായേൽ ഒറ്റപ്പെടും കേട്ടോ. ഇന്ന് കാണുന്ന ഇസ്രായേൽ എല്ലാം അല്പം താമസിക്കാതെ തന്നെ ഇസ്രായേൽ എല്ലാവരും കൈവിടും. അമേരിക്കയും കൈവിട്ട് ഒഴിഞ്ഞു. നിങ്ങളെ കൊണ്ട് സാധിക്കത്തില്ല. എന്താ കാരണം? അത് അമേരിക്കയുടെ കുറ്റമല്ല, ട്രംപിന്റെ കുറ്റമല്ല. ട്രംപ് കാര്യമായിരുന്നും അല്ല. കാരണം തിരുവനന്തപുരം കറക്റ്റായിട്ട് എഴുതിയിട്ടുണ്ട്. ഇവിടുത്തെ വായിക്കുന്നതിന് നിന്റെ വ്യവഹാരം നടത്തുവാൻ ആരുമില്ല. ലോകം മുഴുവൻ ഇസ്രായേലിനെതിരായിട്ട് മാറും. വായിക്കാം. നിന്റെ മുറിവിനിടുവാൻ മരുന്നും കുഴമ്പുമില്ല. ഇല്ല. നമുക്ക് ഇസ്രായേലിനെ ആശ്വസിപ്പിക്കാൻ ആരുമില്ല. കാരണം ഇപ്പൊ നമുക്കറിയാം ഇസ്രായേല് തങ്ങളുടെ നിലനിൽപ്പിന് വേണ്ടി കുറെ പേരെ കൊന്നപ്പോൾ അതെല്ലാം വലിയ ചർച്ചാ വിഷയമായി. പക്ഷെ ഹമാസ് പാലസ്തീൻകാരെ സ്വന്തം ജനത്തെ വെടിവെച്ചു വന്നിട്ട് ഈ സോഷ്യൽ മീഡിയയിലോ ഈ വക്താക്കൾക്കൊന്നും അനുഭവമില്ല. നൈജീരിയയിൽ 100 വിശ്വാസികളെ കൊണ്ടുപോയിട്ട് കേരളത്തിലെ മാഫിയ അല്ലെങ്കിൽ മാഫിയകളാണ്. അവർക്ക് യാതൊരു വിഷയമില്ല. പക്ഷെ ഈ പറഞ്ഞ നെഗറ്റീവ് സെൻസിൽ ലൂസിഫറിന്റെ ശക്തി വ്യാപരിക്കുന്ന എവിടെയെങ്കിലും നടന്നാൽ ഇവരോടെ കൂട്ടിപ്പിടിച്ചുകൊണ്ട് അതിന് വലിയ അതിശോക്തിയായ കാര്യങ്ങളാണ്. കാരണം അത് ആ വ്യക്തിയുടെ കുറ്റമല്ല, ആ സ്പിരിറ്റ് ഇപ്പോഴും വ്യാപിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനി അത് ശക്തിപ്പെട്ടുകൊണ്ടിരിക്കത്തുള്ളൂ. അതാണ് അനർത്ഥത്തിന്റെ കാലം എന്ന് പറയുന്നത്. നിന്റെ സ്നേഹിതന്മാരൊക്കെ നിന്നെ മറന്നിരിക്കുന്നു. നിന്റെ സ്നേഹിതന്മാർ ആരാ? സ്നേഹിതന്മാര് നാറ്റോ കക്ഷികള്, സഖ്യകക്ഷികള്, അമേരിക്ക, ബ്രിട്ടൻ, ഫ്രാൻസ്, ഇറ്റലി, ഇതെല്ലാം അവന്റെ സഖ്യകക്ഷികളാണ്. ആ സ്നേഹിതന്മാർ ഇന്ന് അമേരിക്ക ഒഴിച്ച് ബാക്കി എല്ലാ സ്നേഹിതന്മാരും ഇസ്രായേലിനെ താല്പര്യമില്ല. ഇനി അമേരിക്കയിൽ താമസിക്കാതെ വായിക്കാം. നിന്റെ അകൃത്യത്തിന്റെ ആധിക്യ നിമിത്തവും നിന്റെ പാപത്തിന്റെ പെരുപ്പ നിമിത്തവും ഞാൻ നിന്നെ ശത്രു അടിക്കുന്നത് പോലെയും ക്രൂരൻ ശിക്ഷിക്കുന്നത് പോലെയും അടിച്ചിരിക്കൊണ്ട് അവർ നിന്നെ നോക്കുന്നില്ല. അപ്പൊ ദൈവത്തിന്റെ കാര്യം ഇടപെടുന്നതുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്.
ഇസ്രായേലിനെതിരായിട്ട് എന്തെങ്കിലും ഒരു ലേഖനം എഴുതിയാൽ സൂക്ഷിപ്പഴേ പറഞ്ഞാൽ ഓർത്തോണം, ഇതിന്റെ ഏറ്റവും ദൈവത്തിന് കൈയുണ്ട്. കാരണം തന്റെ ജനമായ ഇസ്രായേൽ തങ്ങളിൽ മാത്രം, ദൈവത്തിൽ മാത്രം ആശ്രയിക്കേണ്ട ഒരു ജനമാണ്. ഇരമ്യാ 7:17 വായിക്കുമ്പോൾ യഹോവയിൽ ആശ്രയിക്കുകയും യഹോവ തന്നെ ആശ്രയമായിരിക്കും. 17:7 യഹോവയിൽ ആശ്രയിക്കുകയും യഹോവ തന്നെ ആശ്രയമായിരിക്കുകയും ചെയ്യുന്ന മനുഷ്യർ. അത് വിട്ടിട്ട് അവരുടെ ടെക്നോളജിയിൽ, അവരുടെ സാമ്പത്തിക വികസനം, അവരുടെ സൈനിക ശക്തി, ഇതിലേക്കൊക്കെ ഇസ്രായേൽ പോയിരിക്കുകയാണ്. രണ്ടാം അമേരിക്കൻ സപ്പോർട്ട്. അതുകൊണ്ടാണ് ദൈവശരി വിട്ടുകൊടുത്തിരിക്കുക. അവസാനം വരുമ്പോൾ അമേരിക്ക എല്ലാം പോയി അവർ കൈവിടപ്പെട്ടു പോകും, നിരാശരായിത്തീരും. ഈ സമയം വലിയ അടിമകളുണ്ടാകും, വലിയ സംഹാരങ്ങൾ ഇസ്രായേലുണ്ടാകും. ഒരു മനുഷ്യൻ നെഞ്ചത്ത് കൈവയ്ക്കത്തുകൊണ്ട് അല്ലെങ്കിൽ പ്രാപ്തി പിടിക്കത്തുകൊണ്ട് ഇസ്രായേൽ വലിയ നാശമുണ്ടാകും. ആ സമയങ്ങളിലാണ് നമുക്കറിയാം അവസാനത്തിൽ ഇസ്രായേൽ മനസ്സിലാവും, നിങ്ങൾ ചതിക്കപ്പെട്ടു, വഞ്ചിക്കപ്പെട്ടു, മശിഹായല്ല. ഈ ആന്റിക്രൈസ്റ്റ് എതിർ ക്രിസ്തു മശിഹായല്ല, അവൻ ഞങ്ങളുടെ വിരോധിയാണ്, സാത്താനാണ് മനസ്സിലായി കഴിയുമ്പോൾ ഇവർക്കുണ്ടാകുന്ന പീഡനത്തിന്റെ കാഠിന്യ നിമിത്തം ദൈവത്തിലേക്ക് നിലവിളിക്കും. അപ്പോഴാണ് സക്കറിയാമെന്ന് വായിക്കുമ്പോൾ കൃത്യമുക്കിലേക്ക് നോക്കി രക്ഷപ്പെടും. 13 12:13 12:7 10 വാക്യം. ഞാൻ ദാവീദ് ഗൃഹത്തിന്മേലും യെരൂശലേം നിവാസിയുടെ മേലും കൃപയുടെയും യാചനയുടെ ആത്മാവിനെ പകരം. രണ്ട് ആത്മാവ് ആ കാലങ്ങളിൽ ഏതാ? ഈ ഇസ്രായേൽ ഈ കാഠിന്യമേറിയ അവസ്ഥകളിലൂടെ പോകുന്ന സമയത്തിൽ, ഒരു മനുഷ്യന് ഇസ്രായേലിനെ രക്ഷിപ്പാൻ കഴിയില്ലാത്ത സമയത്തിൽ രണ്ട് ആത്മാവ്, ഒന്ന് യാചനയുടെയും ഒന്ന് കൃപയുടെ ആത്മാവിനെ പകരുന്നതാണ്. അപ്പൊ യാചനയും കൃപയും, അതാണ് ഏലിയാവ് ആരോഗ്യം നമ്മൾ പറയുന്നത്. അത് ഏലിയാവ് ആരോഗ്യം വരാനുള്ള സാധ്യതയില്ലെങ്കിൽ അതുപോലെ രണ്ട് പ്രവാചകന്മാർ വരും. എന്താ കാരണം? ഒരാൾ കൃപ, ആ നോഹയ്ക്ക് കൃപ ലഭിച്ചു, ആനോക്കിന് കൃപ ലഭിച്ചു, ദൈവത്തോട് നടന്നു. അപ്പൊ ദൈവത്തോട് നടന്നത് കൃപയാലാണ്. അപ്പൊ കൃപയുടെ ആത്മാവിനെ പറ്റി വ്യാപരിക്കാൻ ആനോക്കിനെ പോലെ ഒരു പ്രവാചകനോ ആ കാലത്തുണ്ട്. യാചന, ഏലിയാവ് ന്യായപ്രമാണ കാലത്തിൽ അവിടെ കൃപയല്ല, യാചിക്കുകയാണ്. ഇസ്രായേലിന്റെ വീണ്ടെടുപ്പിനും തീയിറക്കുവാൻ വേണ്ടി ഏലിയാവ്, അതുകൊണ്ടാണ് ഏലിയാവിന്റെ ആത്മാവ് എന്ന് പറയുന്നത്. അത് ഏലിയാവ് ആരെങ്കിലും പറഞ്ഞിട്ട് നമുക്ക് തർക്കിക്കേണ്ട ആവശ്യമില്ല. ഏലിയാവ് ആനോക്ക് എന്ന് പറയുന്നതിന് കാരണം അവർ രണ്ടുപേരും മരിച്ചിട്ടില്ല, മരണം കാണാൻ എടുക്കപ്പെട്ടുകൊണ്ട് ഒരിക്കൽ മരിക്കുകയും പിന്നെ ന്യായവിധി മനുഷ്യർ നിയമിച്ചിരിക്കുന്നതിനാൽ അവർ പറ്റുമെന്ന് ആ ഉപദേശിച്ചാണ് നമ്മൾ ഈ പറയുന്നത്. ഇനി അത് വേറെ ആരെങ്കിലും നമുക്ക് വിഷയമല്ല, പക്ഷെ വചനത്തിൽ കാണും. അപ്പൊ കൃപയുടെയും യാതൊരുടെയും ആത്മാവിനെ പകരുമെന്ന് വെളിപ്പാട് പുസ്തകം 11-ാം അധ്യായത്തിലാണ് രണ്ട് പ്രവാചകന്മാർ, രണ്ട് അഭിഷിക്തന്മാർ ആ കാലത്തിൽ ഇസ്രായേൽ പോയി പ്രവചിച്ചുകൊണ്ടിരിക്കും. കാരണം ഇവരുടെ ഹൃദയത്തെ ക്രിസ്തുവിലേക്ക് നടത്തണം. ഈ എതിർ ക്രിസ്തുവിന്റെ പിടിയിൽപ്പെട്ടിരിക്കുന്ന ജനത്തെ വീണ്ടും ക്രിസ്തുവിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി ഈ രണ്ട് പ്രവാചകന്മാർ ആ കാലത്തിലൂടെ പ്രസംഗിക്കും. അങ്ങനെ പ്രസംഗിക്കുന്ന കാലത്തിൽ എതിർ ക്രിസ്തുവിന്റെ ശത്രുക്കളാണ് ഇവർ. ഇവരുടെ പ്രവചനം കഴിയുമ്പോൾ എതിർ ക്രിസ്തുവിനെ കൊന്ന് യെരൂശലേമിന്റെ വീതികളിൽ കാണും. അന്നത്തെ നമ്മൾ വീടിന് ടെലിവിഷൻ കാണേണ്ട ആവശ്യമില്ല കേട്ടോ. ഈ ആകാശം തന്നെ സ്ക്രീനാക്കി മാറ്റുക. ഇപ്പൊ ചന്ദ്രനോടത്ത് വിളിച്ചാൽ ഒരു ഭൂഖണ്ഡങ്ങളുള്ളവർക്കെല്ലാം കാണാറുണ്ട്, മറ്റു പകൽ സമയത്തും മറ്റ് ഓപ്പോസിറ്റ് സൈഡ്. ഇതുപോലെ രണ്ട് സ്ക്രീൻ ആകാശങ്ങളിൽ, ഈ രണ്ട് സ്ക്രീൻ സ്ഥാപിച്ചാൽ മതി, മുഴു ലോകവും കാണുന്നതാണ്. ആ ഒരു ശവം 3.5 ദിവസം മുഴു ലോകവും കാണുന്നതാണ്. പ്രത്യേകിച്ച് സംവിധാനങ്ങളുള്ള കാലത്തിൽ അത് വലിയ വിഷയമില്ല. അപ്പൊ അങ്ങനെ 3.5 ദിവസം കാണും. 3.5 ദിവസം കഴിയുമ്പോൾ അവിടെ ജീവൻ വരികയും അവന്റെ ആത്മാവ് ശരീരം ഉയർക്കുകയും സ്വർഗത്തിലേക്ക് പോവുകയും ചെയ്തുകൊണ്ടാണ്. അപ്പൊ ഈ പ്രവാചകന്മാരുടെ കാലത്തിൽ ഈ യഥാർത്ഥ മശിഹയെ കുറിച്ച് ബോധ്യം വരുത്തുമ്പോൾ തങ്ങൾ കുത്തിയിട്ടുള്ളവരിലേക്ക് അവർ നോക്കും. ആരെയാണ് അവർ കുത്തിയത്? യേശു ക്രിസ്തുവിനെ നോക്കണം. താൻ ജനിച്ചപ്പോൾ തൊട്ട് വാക്കോട് കുത്തി, അവസാനം കുത്തുകൊണ്ട് കുത്തി, തന്നെ ക്രൂശിച്ചു. ഈ ക്രൂശിക്കപ്പെട്ടവനാണ് ഞങ്ങളുടെ വാഗ്ദത്ത മശിഹ എന്നുള്ളതായ അറിവ്. അതാണ് ആ അറിവിലേക്ക് വരാൻ വേണ്ടിയാണ് രാജ്യങ്ങൾ എല്ലാവർക്കും എതിരാണ്. ഞാൻ എവിടെയെങ്കിലും ഒരു സപ്പോർട്ട് ഉണ്ടെങ്കിൽ അവർ ദൈവത്തെ ആശ്രയിക്കുന്നു. ഇത് അവർ ചിന്തിക്കുന്ന പോലല്ല. ഇസ്രായേൽ 60% പേരും സത്യദൈവത്തെ അറിയാത്തവരായി ജീവിക്കുക. 60%. 20%-ന് ഒരു ദൈവമില്ല, അഭിപ്രായം ഒന്നുമില്ല, മറ്റൊരു ദൈവത്തിനെതിരായിട്ടാണ്. 20% മാത്രമേ സത്യദൈവത്തിന് ശരിയായ വിശ്വാസം അർപ്പിച്ച് ഇസ്രായേൽ ജീവിക്കുന്നു. അപ്പൊ ഈ നാളുകളിൽ അവർ ദൈവത്തിലേക്ക് തിരിച്ചു വരും. കുത്തിയമുക്കിലേക്ക് നോക്കി
വായിക്കാം. ഏത് ജാതിനെ കുറിച്ച് വിലപിക്കുന്നത് പോലെ അവർ അവനെ കുറിച്ച് വിലപിക്കും. യേശു ക്രിസ്തുവിനെ ഞങ്ങൾ ക്രൂശിച്ചവരാണ് മശിയ. ഇവൻ കള്ളനാണ്, കാഫിയനാണ്, ഇവൻ വ്യാജനാണ്, ചതിയനാണ്, വഞ്ചകനാണ് പറഞ്ഞവനെ വേശ്യാപുത്രന്മാർ നിന്ദിച്ചു പറഞ്ഞ യേശുവിനെ അവർ സ്വീകരിക്കുകയും അങ്ങനെ യേശു ക്രിസ്തു അവർക്ക് വേണ്ടി യുദ്ധം ചെയ്യാൻ ഇറങ്ങി വരും. എവിടെ? യശയ്യാ വായിക്കുമ്പോൾ ബൊസ്രയിലേക്ക് യേശു ഇറങ്ങി. ആരാ? യോർദാനിലുള്ള. അപ്പോൾ യോർദാൻ ആ കാലത്ത് ഇസ്രായേലിന് അനുകൂലമായ സാഹചര്യം ഉള്ളതുകൊണ്ട് അവിടെയുള്ള യഹൂദന്മാർ ഒരുപാട് പലായനം ചെയ്യും. അവിടെ കർത്താവായ യേശു യഹൂദിന് വേണ്ടി 1000 വർഷം ഭരണത്തിന് മുമ്പ് ഇറങ്ങി വരും. അതാണ് സംഭവിക്കാൻ പോകുന്നത്. അപ്പോൾ ഇങ്ങനെ അമേരിക്ക ഇസ്രായേലിനെ കൈവിട്ടാൽ അവിടെ അനുതാപിച്ചു കഴിയുമ്പോൾ അവര് യേശു ക്രിസ്തുവിലേക്ക് മടങ്ങി വരികയും രക്ഷത്തിൽ നമുക്കെന്താ പഠിക്കേണ്ട ആവശ്യം? പ്രിയരെ, നാമും ലോകത്തിന്റെ സമൃദ്ധിയും ലോകത്തിന്റെ ജ്ഞാനവും എല്ലാം നമ്മളിൽ അധികരിച്ചു വരികയാണ്. ഇത് നമുക്കും അവസാനം ഇതൊന്നും നമ്മളെ സഹായിക്കാൻ സാധിക്കുന്നില്ല. ഈ കാണുന്ന സോഷ്യൽ മീഡിയയോ ഈ പറഞ്ഞ സംവിധാനങ്ങളോ ഇന്നത്തെ ടെക്നോളജിയോ ഒന്നും നമുക്ക് സഹായിക്കില്ല. നാം വിശ്വസിക്കുന്ന യേശു ക്രിസ്തുവിലേക്ക് നാം മടങ്ങി വരിക. നാം വീണ്ടും അങ്കിലേക്ക് വരിക. ഏകജാതിന് വേണ്ടി നിലവിളിച്ച പോലെ ധാരാളം ഗലാത്യലേഖനം 3-4 അധ്യായം 19 വാക്യത്തിൽ വായിക്കുമ്പോൾ ക്രിസ്തു നിങ്ങളിൽ ഉരുവാകുമ്പോഴും വീണ്ടും ഞാൻ ഗർഭോധനപ്പെടുന്നതാണ്. നമ്മൾ ഒരുപക്ഷെ ക്രിസ്ത്യാനിയായി ജീവിക്കാം, പെന്തക്കോസ്തുകാരായി ജീവിക്കാം, പക്ഷേ നമ്മൾ ക്രിസ്തുവില്ല. ക്രിസ്തുവില്ലാത്ത ക്രിസ്ത്യാനികളായിട്ട് നമ്മൾ ജീവിക്കാൻ. അതുകൊണ്ടാണ് നമുക്ക് സഹിക്കാൻ വയ്യ, ക്ഷമിക്കാൻ വയ്യ, അല്ലെങ്കിൽ താഴ്മയോട് ഇടപെടാൻ സാധിക്കുന്നില്ല. പിന്നെ കാശുണ്ടാക്കണം, ദിവ്യാഗ്രഹങ്ങളിൽ ജീവിക്കാൻ ഒക്കത്തില്ല. യേശുവിൽ വിശ്വസിക്കുന്നവരെന്നോടെ ഉള്ളതോട് തൃപ്തിപ്പെടും, ബാക്കി ദൈവം നോക്കിക്കോളും. അങ്ങനെ പറയുന്നുണ്ടല്ലോ, എന്റെ ദൈവം നോക്കിക്കോളും. ദൈവം എന്നെ ദൂരെ കെട്ടിത്തരുമോ എടുത്ത് ചോദിച്ചു. ഒരാൾ സംസാരിച്ചിട്ടുണ്ടെങ്കിൽ പറയുമോ എന്നെ ദൂരെ കെട്ടിത്തരുമോ? ദൈവത്തിന് ദൂരിന്റെ ആവശ്യമില്ല. ദൈവത്തിന് ഒരു കാര്യം തരാൻ ദൂരിന്റെ ആവശ്യമില്ല. അവൻ മാരി പോലെ പോകണം, മാരി പോലെ തന്റെ അനുഗ്രഹങ്ങൾ പിരിവെന്നാണ്. അപ്പൊ ആ വിശ്വാസം നമ്മൾ ദൈവത്തിന്റെ വചനത്തെ നമ്മൾ ശരിയായി പഠിക്കണം. അവിടെ പ്രിയരെ, നിങ്ങൾ വഞ്ചിക്കപ്പെടാതിരിക്കണമെങ്കിൽ പെന്തക്കോസ്തുകാരെ, പ്രിയപ്പെട്ട ദൈവജനമേ, നിങ്ങൾ ദൈവത്തിലേക്ക് യേശുവിലേക്ക് മടങ്ങി വരികയും തിരുവചനം നന്നായിട്ട് പഠിക്കണം, അത് വിശ്വസിക്കണം. അവർക്ക് മാത്രമേ സമാധാനം. ഏത് അനർത്ഥത്തിൽ കാര്യങ്ങൾ നമ്മൾ പാടുന്നുണ്ടോ? അനർത്ഥത്തിനും അനർത്ഥത്തിന്റെ ദിവസം യെശയ്യാ 62 വാക്യം വായിക്കും. അന്ധകാല ഭൂമിയെയും കൂരിട്ട് ജാതികളെയും കൂടുന്ന കാലം വരും, നിന്റെ പേരോ യഹോവ ഉദിക്കും. ആ വാക്യം വായിച്ച്, എഴുന്നേറ്റ് പ്രകാശിക്കാൻ, നിന്റെ പ്രകാശം വന്നിരിക്കുന്നു, യഹോവയുടെ തേജസ് നിന്റെ മേൽ ഉദിച്ചിരിക്കുന്നു. ലോകം അന്ധകാരത്തിലേക്ക് മൂടപ്പെടുമ്പോൾ പ്രിയ ദൈവമേ, നീ എഴുന്നേൽക്കണം. എവിടെ എഴുന്നേൽക്കണം? എഫെസ്യരിൽ വായിക്കുമ്പോൾ ഉറങ്ങുന്നവരെ മരിച്ചവരുടെ എഴുന്നേൽക്കുക. കാരണം പലരും മരിച്ച അവസ്ഥയിലിരിക്കുക. കർത്താവിന്റെ പറയുന്ന ആളിൽ 5 കന്യകമാർ 10 പേര് മയക്കപ്പിടിച്ചെങ്കിലും ഒരു കൂട്ടർക്കുള്ള ഒരു ഉണർവുണ്ടായിരുന്ന ഒരു ആൾ എഴുന്നേറ്റ്, ബാക്കിയെല്ലാം മയക്കപ്പിടിച്ച് നിദ്രാമമായി. അവിടെ അവർക്ക് ആ രക്ഷയെ പാൽപ്പാൻ കഴിഞ്ഞില്ല. അതുകൊണ്ട് എഫെസ്യരിൽ വായിക്കുന്നവരെ ഉറങ്ങുന്നവരെ മരിച്ചവരിൽ നിന്ന് ഉയർത്തി നിൽക്കും. താൻ ക്രിസ്തുവിന്റെ മേൽ പ്രകാശിക്കും. ആരാണ് പ്രകാശിക്കും? ദൈവത്തിന്റെ വചനം. ആ ക്രിസ്തു എന്തുണ്ട്? ജീവനും ചൈതന്യവും ജീവനും വെളിച്ചവും. അത് എവിടെയുണ്ട്? വചനത്തിലുണ്ട്. വചനം നന്നായി വായിച്ചു പഠിച്ചോളി കാലത്ത്. അത്യാവശ്യം ന്യൂസുകളൊക്കെ കാണണം, പക്ഷെ എപ്പോഴും നമ്മൾ വചനത്തെ ധ്യാനിക്കും. ഞാൻ ഓഡിയോ വെച്ചിട്ടുണ്ട്, ബൈബിള് നോക്കുന്നുണ്ട്. കാരണം വചനം നമുക്ക് അതാണ് നമ്മുടെ ആധാരം. മറ്റൊക്കെ അറിവിന് വേണ്ടി വായിക്കുന്നുണ്ട്, കാര്യങ്ങൾ അറിയാൻ വേണ്ടിയിട്ട് നോക്കുന്നു. പക്ഷെ നമ്മുടെ സ്വന്തം ജീവിതത്തിന് ആധാരമായി നമുക്ക് എന്ത് വേണം? ദൈവത്തിന്റെ വചനം. അത് നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക, പ്രാർത്ഥിക്കുന്നതിനായി തീരണം. നിങ്ങളുടെ തലകളിൽ ഉയർത്തുക. ഇതെല്ലാം സംഭവിച്ചു തുടങ്ങുമ്പോൾ ഉണർത്തിരുന്ന് പ്രാർത്ഥിക്കും. ഉണർത്തിരുന്ന് പ്രാർത്ഥിക്കാൻ രാത്രി മുഴുവൻ ഉറക്കം കളിച്ച് പ്രാർത്ഥിക്കുന്നല്ല എൻ്റെ അർത്ഥം. ആ വെളിപ്പാടുള്ളവരായിരിക്കണം എന്നാണ്. അല്ലാതെ രാത്രി മുഴുവൻ ഉറക്കം കളിച്ച് പ്രാർത്ഥിക്കാൻ നിങ്ങൾ പറഞ്ഞിട്ടില്ല. നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്ന്, ഉണർത്തിരുന്ന് പ്രാർത്ഥിക്കുക. അതിന്റെ അർത്ഥം കാര്യങ്ങളെ ഗ്രഹിച്ച് മനസ്സിലാക്കിക്കൊണ്ട് പ്രാർത്ഥിക്കണം. മറ്റൊന്ന് ഏകാഗ്രതയോടെ. അതാണ് അറയിൽ കയറി ഇരിക്കാൻ. ഏകാഗ്രതയോടായിരിക്കും.
എങ്ങനെയുള്ള ഏകാഗ്രത? ഏകാഗ്രതയെ പറ്റിയിട്ട് അത് ഉദാഹരണം പറ. ഒരു സൂചി ഒരു ദൂരെ പോകുന്ന സമയത്ത് എത്തിയത് എവിടെ ചോദിച്ചു കൃത്യമായിട്ട് ആ സൂചിയുടെ ഓട്ടയിൽ കൂടെ നമ്മൾ ശ്രദ്ധിച്ച് സൂക്ഷ്മതയും. അപ്പൊ ഇതുപോലെ പ്രാർത്ഥനയുടെ ഏകാഗ്രത നമുക്ക് ആവശ്യമാണ്. അതാണ് ഏകാഗ്രതയോടെ പ്രാർത്ഥിക്കുക. അപ്പൊ 3 കാര്യങ്ങൾ: ഏകാഗ്രതയോടെ പ്രാർത്ഥിക്കണം, പിന്നെ കാര്യങ്ങളെ ഗ്രഹിച്ച് പ്രാർത്ഥിക്കണം, ചുമ്മാതെ ഒരു ജൽപ്പനം ചെയ്ത് പ്രാർത്ഥിക്കുക. അപ്പൊ 1 ഏകാഗ്രതയോടെ പ്രാർത്ഥിക്കണം, 2 കാര്യങ്ങളെ ഗ്രഹിച്ച് നാം പ്രാർത്ഥിക്കണം. അപ്പൊ ആ പ്രാർത്ഥന അനുഭവം നമ്മൾ ഉണ്ടാകണം. രണ്ടാമതായിട്ട് ദൈവത്തിന്റെ വചനങ്ങൾ വായിക്കുമ്പോൾ പ്രകാശിക്കുക. അവരുടെ വചനം പ്രകാശപരമാണ്. അത് നമ്മുടെ ഹൃദയങ്ങളെ പ്രകാശിപ്പിക്കുകയും സന്തോഷിപ്പിക്കുകയും ചെയ്യും. അങ്ങനെ നാം മുമ്പോട്ട് പോകുമ്പോൾ നമ്മളും ന്യായവിധി. ഇനി ലോകത്തിൽ വരുന്ന ന്യായവിധി മാത്രമല്ല, 2 പത്രോസ് 3-ാം അധ്യായം വരുമ്പോൾ ഈ ലോകത്തിൽ വലിയ ന്യായവിധിയെല്ലാം കത്തി എരിയുന്ന സമയം വരാൻ പോവുകയാണ്. നോക്കണം, വായിച്ച്. ആകാശം കൊടുക്കത്തോടെ ഒഴിഞ്ഞു പോകും, ഭൂമി അതിന്റെ കർത്താവിന്റെ ദിവസമോ കളനെ പോലെ വരും. അന്ന് ആകാശം കൊടുമുഴക്കത്തോടെ ഒഴിഞ്ഞു പോകും. മൂലപദാർത്ഥങ്ങൾ കത്തി അഴിക്കുകയും ഭൂമിയും പത്രോസ് എഴുതുമ്പോൾ പത്രോസ് സയൻസിൽ എഴുതുന്നൊന്നും ആയിരുന്നില്ലല്ലോ. പക്ഷെ ആത്മാവ് എഴുതിയാണ് എലമെന്റ്സ് ആർ ബേൺഡ്. എലമെന്റ്സ് ആറ്റം, ന്യൂട്രോൺ, പ്രോട്ടോൺ, ഇലക്ട്രോൺ അടങ്ങിയതായ ഈ ആറ്റമിക് സംവിധാനങ്ങളൊന്നും കണ്ടുപിടിച്ചിട്ടില്ല. അപ്പൊ അതുപോലെ ആത്മാവിൽ പറയുകയാണ് ഈ കാണുന്ന മനുഷ്യന്റെ നിർമ്മിതമായി. ഇതിപ്പോൾ സൗദി അറേബ്യ പാകിസ്ഥാനെ ആശ്രയിച്ചിരിക്കുകയാണ്. അപ്പൊ പാകിസ്ഥാനോട് ഇപ്പം അഫ്ഗാൻ യുദ്ധം ചെയ്തപ്പോൾ സൗദിയോട് ചോദിച്ചു, നിങ്ങളെന്താ അവരെ സഹായിക്കാൻ? നിങ്ങൾ എഗ്രിമെന്റ് എന്താ? പാകിസ്ഥാൻ യുദ്ധം ചെയ്താൽ ഞങ്ങൾ സഹായിക്കും, ഞങ്ങൾ പ്രശ്നമുള്ള നീ സഹായിക്കുന്ന എഗ്രിമെന്റ് കൊടുത്തെങ്കിലും പാകിസ്ഥാൻ യുദ്ധത്തിൽ ഇത് സൗദി അറേബ്യ ഒന്നും ചെയ്തില്ല. അപ്പൊ അവർ ഞങ്ങൾ അതിനല്ല, അവിടുത്തെ ആറ്റം ഇന്ന് മുസ്ലിം ഇസ്ലാമിക രാജ്യങ്ങളിൽ ആണവ ആയുധങ്ങളുള്ള ഏക രാജ്യം പാകിസ്ഥാനാണ്. അപ്പൊ അതിനാണ് ഞങ്ങൾ എഗ്രിമെന്റ് ചെയ്തിരിക്കുന്നത്. ഇന്ത്യയിലെ വിദേശകാര്യമന്ത്രി ചോദിച്ചു, നിങ്ങളിങ്ങനെ ഞങ്ങൾക്കെതിരായിട്ടാണ്? അല്ല, നിങ്ങൾക്ക് പാകിസ്ഥാനെ ആക്രമിക്കാൻ ഞാൻ വിഷയമില്ല, ഞങ്ങൾ പാകിസ്ഥാനുമായിട്ട് ആണവ, കാരണം ഞങ്ങൾക്കൊരാവശ്യം, ഇസ്രായേല് നാളെ ഞങ്ങളുടെ മേൽ എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ പാകിസ്ഥാൻ ഞങ്ങൾക്ക് ആണവ ബോംബ് തരണം, ഇസ്രായേൽ തരണം, എത്രയേ ഉള്ളൂ. അപ്പൊ ആണവ ആ നശീകരണം ലോകത്തിൽ എല്ലായിടവും നടക്കുന്നുള്ളതാണ്. പക്ഷെ അത് അവസാന കാലങ്ങളിലാണ് കർത്താവിന്റെ വരവിന്റെ നാളുകൾ കുറെ എല്ലാം സംഭവിക്കും, അവസാന നാളുകൾ സംഭവിക്കും. ഇതെല്ലാം കൃത്യമായിട്ട് നേതൃത്വം എഴുതിയിരിക്കുകയാണ്. അപ്പൊ ഇത് കണ്ട് നാം എന്ത് ചെയ്യണം? ഇനി വലിയ പദ്ധതികളൊന്നും നമ്മൾ ഇടാൻ പോകണ്ട. ദൈവം നടത്തുന്ന പോലെ ഉള്ളത് തൃപ്തിപ്പെട്ട് നമ്മുടെ കുടുംബം, നിങ്ങൾ സഭയെ പറ്റി ചിന്തിക്കണ്ട, ഇരുപ്പല്ലൂരിനെ ചിന്തിക്കണ്ട, കട്ടപ്പനയെ ചിന്തിക്കണ്ട, നമ്മുടെ വൈദ്യുവിനെ പറ്റി ചിന്തിക്കാൻ വേണ്ട. എന്ത് ചെയ്യണം? അവനവന്റെ കുടുംബം മാത്രം ശ്രദ്ധിച്ചാൽ മതി. നാളെ പിണറായി വിജയൻ എന്ത് സംഭവിക്കും, നാളെ കോൺഗ്രസ് വരുമോ, അതൊക്കെ അവർക്ക് എന്റെ കുടുംബത്തിന് എന്ത് സംഭവിക്കും, എനിക്കെന്ത് സംഭവിക്കും, ഈ ഒരൊറ്റ ചിന്ത മാത്രം മതി. ബാക്കി സാമൂഹിക ജീവികളായതുകൊണ്ട് നമുക്ക് അങ്ങനെ ഒരു ബന്ധവും കൂട്ടായ്മ ആവശ്യമാണ്, അത് വേണ്ടതില്ല. പക്ഷെ ബേസിക്കലി അതാണ് ഞാൻ തന്നെ വഴിയും സത്യവും ജീവനും. അവിടെ തുടങ്ങണം. യേശു അതാ പഠിപ്പിച്ചത്. യേശുവിന് മാത്രമല്ല, നമ്മളും അതേ കണ്ടീഷൻ, ഞാൻ തന്നെ വഴിയും സത്യം, ഞാൻ പുനരുത്ഥാനവും, ഞാൻ ഉപ്പാവുന്നു, ഞാൻ വെളിച്ചമാവുന്നു, ഞാൻ ജീവന്റെ സത്യം എന്ന് പറഞ്ഞു ആ പോയിന്റ് നമ്മിലേക്ക് കൊണ്ടുവരണം. അത് മറ്റുള്ളവർക്ക് കൊടുക്കാൻ കഴിഞ്ഞ കാലങ്ങളൊക്കെ നമ്മൾ മറ്റുള്ളവർക്ക് വിതരണം ചെയ്തെങ്കിലും ഇനി അത് നമ്മളിലേക്ക് കൊണ്ടുവരണം. സ്വന്തം ജീവിതത്തിലേക്ക് കൊണ്ടുവന്നതിന് ശേഷം അത് നമ്മുടെ കുടുംബത്തിൽ അപ്ലൈ ചെയ്താൽ മാത്രം. അപ്പൊ നാം പോകുന്ന സ്ഥലത്ത് ഓട്ടോമാറ്റിക്കലി വിളിച്ച് പ്രകാശിപ്പിക്കാൻ കഴിയും. കേട്ടോ, ഞാൻ പറഞ്ഞ് മനസ്സിലാകുന്നു. നിങ്ങളുടെ കുടുംബവും ഫസ്റ്റ് അത് മാത്രം ചിന്തിച്ചാൽ അവിടെ ഈ അനുഭവങ്ങളെ കാത്തു സൂക്ഷിക്കാമെങ്കിൽ നിങ്ങൾക്ക് ഈ സമാധാനം സൂക്ഷിക്കാനും വരുന്ന അനർത്ഥ ദിവസങ്ങളിലെല്ലാം വിടുവിക്കപ്പെടും. ദൈവരാജ്യം എന്ന് പറഞ്ഞാൽ പാട്ടുകൂത്ത് മാത്രമല്ലല്ലോ, പാട്ടും തുള്ളിച്ചാട്ടമാണോ? ദൈവരാജ്യത്തെ പറ്റി പറഞ്ഞ ഉപമകളിൽ 3 ഉപമകൾ കഴിഞ്ഞ ദിവസം ഞാൻ ചിന്തിക്കാനിടയായി. മത്തായിയുടെ സുവിശേഷം 22-ാം അധ്യായം വായിക്കുമ്പോൾ ദൈവരാജ്യം കല്യാണ സദ്യയ്ക്ക് വിളിക്കപ്പെട്ടവർക്ക് സദൃശമായിരിക്കുകയാണ്. ഈ 3 ഉപമകളിലും പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ട ഒരു വിഷയം, ഈ ദൈവരാജ്യം എന്ന് പറഞ്ഞ സഭ പെന്തിക്കോസുകാരുടെ ഇടയിൽ നമ്മളെ പോലെ 2 കൂട്ടർ എപ്പോഴും ഉണ്ട്. വായിച്ചേ. യേശു പിന്നെയും അവരോട് ഉപമകളായി പ്രസ്താവിച്ചത് എന്തെന്നാൽ, സ്വർഗരാജ്യം തന്റെ പുത്രന് വേണ്ടി കല്യാണ സദ്യ കഴിച്ച ഒരു രാജാവിനോട് സദൃശ്യം. അവൻ കല്യാണത്തിന് ക്ഷണിച്ചവരെ വിളിക്കേണ്ടതിന് ദാസന്മാരെ. ശ്രദ്ധിക്കണം, ഇത് കല്യാണത്തിന് മണവാട്ടിയുടെ കാര്യമല്ല ഈ പറയുന്നത്. മണവാട്ടിയെ ശ്രദ്ധിക്കേണ്ട ആവശ്യമില്ല. മണവാട്ടി ഒഴിച്ച് ബാക്കിയുള്ള കൂട്ടരെ പറ്റി പറയുന്നത്. ക്ഷണിക്കപ്പെട്ടവരാണ്. ആ ക്ഷണിക്കപ്പെട്ടെന്ന് പറഞ്ഞാൽ കർത്താവിന്റെ വരവിൽ
ഒരുക്കുന്ന ഒരു ഗ്രൂപ്പുണ്ട്. അവരെ ആരും ഒരുക്കേണ്ട ആവശ്യമില്ല. തന്റെ കാന്തയും തന്നെത്താൻ ഒരുക്കോളും. അത് പ്രയാസമുള്ള കാര്യമല്ല. ഇതിപ്പോ സ്കൂളിൽ പഠിക്കുമ്പോൾ അറിയാമല്ലോ, നല്ല ക്ലാസ് മാർക്കിന് വേണ്ടി അല്ലെങ്കിൽ റാങ്ക് ഹോൾഡേഴ്സിന് വേണ്ടി പഠിക്കുന്നവർ അവർ തന്നെ റിസ്ക് എടുത്ത് പഠിച്ചോളും. അവരെ വേറെ ആരും ഗൈഡ് ചെയ്യേണ്ട ആവശ്യമില്ല. പക്ഷെ രണ്ടാമത്തെ ഒരു ഗ്രൂപ്പുണ്ട്, സാറന്മാർ വിടാ, നീ ശ്രമിച്ചാൽ രക്ഷപ്പെടും, നീ പരിശ്രമിക്കാണ്ട് കിടന്ന് പോയവരുടെ ബുദ്ധിയിൽ കൊണ്ട്, പക്ഷെ പരിശ്രമിക്കണം. അവർക്ക് വേണ്ടിയാണ് ഈ ടീച്ചിങ് എല്ലാം. നമ്മുടെ സഭകളിലും ഈ ആദ്യ ഫലങ്ങളൊന്നും ഉപദേശിക്കേണ്ട ആവശ്യമില്ല. അവർ യഹോവയാൽ ഉപദേശിക്കപ്പെട്ടവർ അവർ നടത്തപ്പെടുകയും ചെയ്യും. എന്റെ അനുഭവം എനിക്കറിയാം, എന്നെ ആരും ഉപദേശിച്ചിട്ടല്ല. ആരംഭ കാലങ്ങളിൽ എനിക്കത് ഉപദേശം അറിയാമോ, തീർച്ചയായും കൂടി പോകുന്നു. ഇങ്ങനെ പോയ ആരംഭ സുഹൃത്തുമാണ് എവിടെയും തട്ടി വീഴും. ഞാൻ ഉപവാസം കൊടുക്കും, പ്രാർത്ഥിക്കും, രാത്രി മുഴുവൻ പ്രാർത്ഥന സമയമുണ്ട്. അങ്ങനെ പ്രാർത്ഥിച്ച് എക്സസൈസ് ബോഡി, ജിംനാസ്റ്റിക് ബോഡി ഡെവലപ്പ് ചെയ്ത സമയത്താണ് രക്ഷിക്കപ്പെടുന്നത്. ആ സമയത്തിൽ എന്റെ ഫാദർ എന്റെ ബോഡി എക്സസൈസിന് വേണ്ടി ജിമ്മിൽ പോകാൻ സമയമില്ലാത്തതുകൊണ്ട് ആ 4 ഐറ്റംസ് ചെയ്ത് ഞാൻ താമസിക്കുന്ന ദിവസം താമസിക്കുന്നത് അടുത്ത മുറിയിലിട്ട് ഞാനും ഒരു ഡേവിലേക്കൊക്കെ പോയ ശശികുമാർ എന്നൊരു നായരും ഞങ്ങളും കൂടെ അവിടെ എക്സസൈസ് ചെയ്യുന്നത്. ഒരു മണിക്കൂർ എക്സസൈസ് ചെയ്യും. അങ്ങനെ ബോഡി ബിൽഡപ്പ് ചെയ്തൊരു കാലം ഉണ്ടായിരുന്നു. അത് ആ സമയത്ത് രക്ഷിക്കപ്പെട്ട് കഴിയുമ്പോൾ അതെല്ലാം മാറി ഫാദർ വലിയ സന്തോഷമായി. ഉപവാസ പ്രാർത്ഥനയായപ്പോൾ ക്ഷീണിക്കാൻ തുടങ്ങി. ശരീരമായിട്ട് ക്ഷീണം, രാത്രി ഉറക്കമില്ല, പ്രാർത്ഥന, ഇതെല്ലാം പുള്ളി സഹിക്കാൻ പറ്റില്ല. അപ്പം ശരീരം ഡെവലപ്പ് ചെയ്യാൻ പുള്ളി പ്രോത്സാഹനം തന്നു. പക്ഷെ പിന്നീട് ഞാൻ അദ്ദേഹത്തിന് പ്രോത്സാഹനം കൊടുത്ത് തന്നെ ആത്മീയത്തിലേക്ക് കൊണ്ടുവരേണ്ടതായിരുന്നു. അപ്പൊ ഈ കാര്യം ശ്രദ്ധിച്ചോ. അപ്പൊ ഇവിടെ നമ്മൾ വായിക്കുന്നത് ഇത് കല്യാണത്തിന് മണവാട്ടിയുടെ കാര്യമാണ്. മണവാട്ടിയെ ആരും പ്രത്യേകിച്ച് പറഞ്ഞിട്ട് അവർ തന്നെ ഒരുക്കിക്കോളും. ഏതാ തന്നെ ഒരുക്കിക്കോളും. ഇവിടെ കേസിയപ്പം പറഞ്ഞ പോലെ നല്ല കാളെ നടത്തേണ്ട ആവശ്യമില്ല, അതിനെ അറിയാം. ചില സമയത്ത് വഴിയിൽ കാണിച്ചാൽ മതി, കറക്റ്റായിട്ട് പൊക്കോളും. ചിലതിനെ അടിച്ച് പൊട്ടിച്ച് തുടങ്ങൂടെ പൊട്ടിച്ച് അവിടെ രക്തം വരുന്ന സ്ഥലത്ത് ആ മാംസത്തെ അടിച്ചുകൾ ചെയ്യുന്നത് മനസ്സിലാക്കും. ഇതൊക്കെ നമ്മുടെ ഇടയിലുള്ള റൈറ്റുള്ള വിശ്വാസികളും പലക്കാരുമുണ്ട്. ഒരു കാര്യം ഓർത്തോളം, വെളിപ്പാട് 19-ാം അധ്യായത്തിൽ തന്റെ കാന്തയും തന്നെത്താൻ ഒരുക്കുന്നു. ഈ സഭയെല്ലാം പിന്മാറിപ്പോയി പണ്ടത്തെ അനുഭവം തുമ്പാതാണ്. ഈ ആളൊക്കെ പേരി പണ്ടൊക്കെ ഉള്ളതല്ല കാമ്പായിരുന്നു. പക്ഷെ ഇന്നിപ്പം സന്തതിയുടെ തലമുറയും ഇപ്പൊ എത്രാം തലമുറയാണ്? 4-ാം തലമുറയാണ്. പെന്തിക്കോസിൽ 4-ാം തലമുറയാണ്. അവന്റെ വല്യപ്പന്റെ അപ്പനെ എനിക്കറിയാം. എവിടാ? ഉപ്പാറ, ഇല്ലയോ? ഇതൊന്നും പലർക്കറിയാം. അവന്റെ വല്യപ്പൻ ബാബുച്ചാൻ, അവന്റെ അപ്പൻ പ്രിന്റു, ഇപ്പൊ 4-ാം തലമുറയാണ്. അപ്പൊ ഞങ്ങളൊക്കെ സമുദായം ജനിച്ചു എന്നുള്ളത്, ഇവരൊക്കെ സമുദായം പെന്തിക്കോസ് സമുദായം ജനിച്ചാലും ഇവിടെ ഉള്ളൂ. അപ്പൊ ഇതിനകത്ത് പല ആൾക്കാരോട് കൂടി വിചാരിച്ചോണം. ഇതാണ് ഞാൻ ഇന്ന് സംസാരിക്കാൻ പോകുന്നത്. ഇപ്പൊ ദൈവരാജ്യം എന്ന് പറയുന്നത് മണവാളനും മണവാട്ടി. ഈ മണവാട്ടിയെ പ്രത്യേകിച്ച് ആരും ഒരുക്കുക, അവർ തന്നെ ഒരുക്കിക്കോളും. അവരെ ആരും നടത്തേണ്ട ആവശ്യമില്ല. അവർക്ക് ആ വെളിപ്പാടുണ്ട്, അവരതിനുവേണ്ടി ഒരുക്കിക്കോളും. അതാണ് ഈ സിയോനിൽസ് എന്ന് പറയുന്നത്. എല്ലാ വെള്ളമുൾപ്പെട്ടുകൊണ്ട് പെന്തിക്കോസ് വന്നുകൊണ്ട് ഇവിടെ സൂചന സിയോനിൽസിന് മാറത്തില്ല. അപ്പോൾ ഇതിനകത്ത് വേറെ പറയുന്നുണ്ട്. അപ്പൊ ദൈവരാജ്യത്തിൽ വായിച്ച 19-ാം അധ്യായം വായിച്ചപ്പോൾ തന്റെ കാന്തയും തന്നത്തെ വായിച്ച 19-7-8 വെളിപ്പാട് 19-7-8 നാം സന്തോഷിച്ച് ഉല്ലസിച്ച് അവന് മഹത്വം കൊടുക്കുക. കുഞ്ഞാടിന്റെ കല്യാണം വന്നുവല്ലോ, അവന്റെ കാന്തയും തന്നെത്താൻ ഒരുക്കി. ലോകം മുഴുവൻ ഒരു കാര്യം ഓർത്തോണം. ഈ കാന്തയായിട്ട് ഒരുക്കുന്ന വിശ്വാസികൾ പേരൊക്കെ അവര് ഒരു വിഷയമല്ല, അവർ ഒരുക്കുള്ളൂ. അവർക്ക് പ്രത്യേകിച്ച് ഉപദേശം കൊടുക്കേണ്ട ആവശ്യം. അവർക്ക് പരിശുദ്ധാത്മാവുണ്ട്, ആത്മാവരെ നടത്തും. ആരും അവർ ഉപദേശിക്കേണ്ട ആവശ്യം. പിന്നെ കൂട്ടായ്മ ബന്ധത്തിൽ ഇത് കിട്ടുന്ന സന്തോഷം പരിശ്രമത്തിൽ കൂട്ടായ്മയിലും അവർക്ക് വിഷയമല്ല, നാളെ സഭാകളിലും അവർക്ക് വിഷയമല്ല, മാസികയിലും വിഷയമല്ല. കാരണം അവർക്ക് അവരവരുടെ രാജകുമാരനുമായിട്ട് നല്ല ബന്ധത്തിൽ ജീവിക്കുക. അപ്പൊ ഈ രണ്ടാമത്തെ ഗ്രൂപ്പിനാണ് ഈ പ്രവർത്തനം കൊണ്ട് നടക്കുന്നത്. നമ്മുടെ സഭകളിലൊക്കെ ഈ പ്രവർത്തനം രണ്ടാമത്തെ ഗ്രൂപ്പിൽ വരികയാണ്. അപ്പൊ അത് ആരൊക്കെയാണ്? അടുത്ത വാക്യം വായിച്ചു. കല്യാണ സദ്യക്ക് കല്യാണ സദ്യ കഴിച്ച് ഇല്ലല്ല, 8-ാം വാക്യം 19-8. അവൾക്ക് ശുദ്ധവും ശുഭ്രവുമായ വിശേഷ വസ്ത്രം ധരിപ്പാൻ കൃപ ലഭിച്ചിരിക്കുന്നു. അത് കൃപയാൽ കിട്ടുന്നതാണ്. അതാരും ഫോഴ്സ് ചെയ്തല്ല. ഇവിടെ വാട, സഹായത്തിനോട്, ബൈബിളിക്ക് കാത്തിരിക്കോട്, ഇതൊക്കെ രണ്ടാമതൊരു കൂട്ടർ ഇങ്ങനെ കൊണ്ടുപോയാലും അതിൽ രക്ഷപ്പെടുന്നതിനോട് ചുറ്റും. പക്ഷെ നരകത്തിൽ പോകാൻ സൂക്ഷിക്കാത്രേ വായിക്കാം. ആ വിശേഷ വസ്ത്രം വിശുദ്ധന്മാരുടെ നീതി പ്രവൃത്തികൾ തന്നെ. അവര് നീതി പ്രവൃത്തി ചെയ്യാൻ ആരോടും പറയേണ്ട ആവശ്യമില്ല. അവരുടെ രക്തത്തിൽ കലർന്നിരിക്കുക. ദൈവവിഷയത്തിന് വേണ്ടി, മറ്റുള്ളവർക്ക് വേണ്ടി കൊടുക്കാനും സഹായിക്കാനും ഒക്കെ അവരുടെ ബ്ലഡിൽ കലർന്നൊരു അനുഭവമായിരിക്കും. അതുകൊണ്ട് കാന്തയായി വിളിക്കപ്പെട്ട ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളുണ്ട്. അത് ഇവിടെ ആയിരിക്കണം, ദിവ്യക്കാർ മാത്രമാണ് കേട്ടോ. അല്ലാത്ത നിങ്ങൾ അറിയാത്ത ആളുകൾ എനിക്ക് ശിഷ്യന്മാർ പറഞ്ഞു, കർത്താവില്ല ഒരു കൂട്ടിനടുത്ത് പ്രസംഗിക്കും, നിങ്ങളൊരു വിലക്കെട്ടെ. അപ്പോൾ ആത്മാവ് CPM ചില പണ്ടത്തെ ചിലരുടെ ആത്മാവ് അവർക്ക് കയറി.
ഞങ്ങളല്ലാതാരും. അവ യേശു പറഞ്ഞു വേണ്ട, അവർ നമുക്ക് അനുകൂലമാണ്. നിങ്ങളറിയാത്ത വേറെ ആളുകൾ എനിക്കുണ്ട്, വേറെ ആളുകൾ എനിക്കുണ്ടെന്ന് യേശു പറഞ്ഞില്ലേ? നിങ്ങളെന്തിനാലും കൂടുതൽ വ്യാപനപ്പെടുത്തും? നിങ്ങൾ നിങ്ങളുടെ കാര്യം നോക്കി ചോദിച്ചാൽ മതി, അവരവരുടെ കാര്യം നോക്കിയാൽ പോരെ. പത്രോസ് ചോദിച്ചു, അല്ലെങ്കിൽ യോഹന്നാനെ കുറിച്ച് യാക്കോബിനോട് ചോദിച്ചു, ഇവര് ദൈവരാജ്യത്തിന് വളർത്തുകൊടുത്ത് ഇരിക്കുമോ? എന്താ അവിടെ അപ്പം റെക്കമെൻഡ് ചെയ്തു? അതിന് യേശു മറുപടി കൊടുത്തിട്ടു. പിന്നെ ഒരിക്കൽ യോഹന്നാനെ കുറിച്ച് പത്രോസിന് വലിയ കവല, കർത്താവ് ഇവരെന്ത് സംഭവിക്കും? യേശു തന്നെ ഡോണ്ട് മൈൻഡ് യുവർ ബിസിനസ്, നീ എന്റെ പണിക്ക് പോയി നോക്കാം. അവൻ ജീവനോട് ഇരിക്കുവോ? നിന്റെ വഴിയല്ലല്ലോ, നീ നിന്നെ ഏൽപ്പിച്ച വരെ നീ അത് മറ്റുള്ളവരുടെ കാര്യങ്ങൾ കൂടുതൽ ശ്രദ്ധിക്കാൻ പോകണ്ട. ചിലപ്പോൾ ഞാൻ ഈ പണിക്കാരെ ശ്രദ്ധിക്കാറുണ്ട്. ഈ പണി ചെയ്യുന്നവരിൽ ചിലര് അവർ പണി ചെയ്യുന്നതാണ് പണി ചെയ്യുന്നവർ നോക്കിക്കൊണ്ടിരിക്കുന്നത്. എനിക്ക് തോന്നുന്നത് ഈ കേരളത്തിലൊരു നോക്കൂലി സംവിധാനത്തിലുണ്ടല്ലോ, കേരളത്തിലുണ്ട് നോക്കൂലി പോലെ, നോക്കി നിൽക്കുന്ന ഭൂരിഷ്ഠം പറഞ്ഞ പോലെ ഈ പണി ചെയ്യുന്നവർ തന്നെ ചിലരെ കണ്ടിട്ടുണ്ട്. അവർ പണി ചെയ്ത് അവനോട് ഏൽപ്പിച്ച് പണി ചെയ്യുന്നുള്ളതല്ല, ചെയ്യുന്നവർ നോക്കിക്കൊണ്ടിരിക്കും. അതൊരു അപകടമുണ്ട്. അതുകൊണ്ട് ഏത് സ്ഥാനത്ത് പണി ജോലിക്ക് പോയാൽ അവനവനെ ഏൽപ്പിച്ച് ഒരു കൃത്യമായിട്ട് ചെയ്യുമ്പോൾ അത് ചെയ്യുന്നവർ നോക്കിയെന്നുകൊണ്ട് ഇറങ്ങുന്നില്ല, നിന്നെ ഏൽപ്പിച്ച് ജോലി ചെയ്യുക, അതാണ്. അപ്പൊ ഇവിടെയും നമ്മൾ നോക്കുമ്പോൾ വായിക്കാം, വിശുദ്ധന്മാരുടെ നീതി പ്രവർത്തികൾ തന്നെ. അടുത്തത് ആ വിശേഷ വസ്ത്രം വിശുദ്ധന്മാരുടെ നീതി പ്രവർത്തികൾ തന്നെ. പിന്നെ അവൻ എന്നോട് ശ്രദ്ധിക്കുക, രണ്ടാം സ്റ്റേജിലേക്ക് വരികയാണ്. പിന്നെ അവൻ എന്നോട് കുഞ്ഞാടിന്റെ കല്യാണ സദ്യക്ക് ക്ഷണിക്കപ്പെട്ട ഭാഗ്യവന്മാർ. ദൈവരാജ്യം എന്ന് പറഞ്ഞ കാന്ത മാത്രമല്ല കേട്ടോ, TPM-നും ശുശ്രൂഷക്കാർ ഓർത്തോളം നിങ്ങളുടെ ശുശ്രൂഷ കൊണ്ട് ഒരു കൂട്ടര് കാന്തയായി തീരുമെന്നുള്ളത് ഒരു ഭാഗം മാത്രമേ ഉള്ളൂ. കാരണം കാന്ത തന്നെത്താൻ ഒരുങ്ങുന്നതാണ്. പിന്നെ നമ്മുടെ പ്രവർത്തനം കൊണ്ട് ഈ രണ്ടാം ഗ്രേഡിനെ തല്ലി പഠിപ്പിച്ചു പഠനത്തിന് കൊണ്ടുപോകുക, അല്ലെങ്കിൽ അവരെ പറഞ്ഞ ഫോഴ്സ് ചെയ്ത്, അല്ലെങ്കിൽ നിയമങ്ങൾ വെച്ചുകൊണ്ട് കുതിരയ്ക്ക് ചമ്മട്ടിയും ഈ ഇതും വയ്ക്കുന്ന പോലെ മുഖപ്പെട്ട വെച്ചുകൊണ്ട് ജനങ്ങൾ നടത്തില്ലേ? അങ്ങനെ എന്തെങ്കിലും രക്ഷപ്പെട്ടു. ഈ മിനിസ്റ്ററി നമ്മൾ ചെയ്യുന്നത് അല്ല. കാന്തിയെ ഒരുക്കാൻ ആരും വലിയ പരിശ്രമം ചെയ്യേണ്ട ആവശ്യമില്ല, അവർ ഒരുക്കിക്കോളൂ. പിന്നെ അതിനുള്ള മെസ്സേജ് നടത്തിപ്പോകുന്നുണ്ടല്ലോ. ഓക്കെ, അപ്പം ഇനി നമുക്ക് ആ എക്സാമ്പിളിലേക്ക് വരാം. 22-ാം അധ്യായത്തിൽ പറയുമ്പോൾ ദൈവരാജ്യം കല്യാണ സദ്യക്ക്, കല്യാണത്തിന് മണവാട്ടിയുടെ കാര്യമില്ല പറയാൻ വായിക്കാം. സ്വർഗരാജ്യം തന്റെ പുത്രന് വേണ്ടി കല്യാണ സദ്യ കഴിച്ച ഒരു രാജാവിനോട് സദൃശ്യം. അവൻ കല്യാണത്തിന് ക്ഷണിച്ചവരെ വിളിക്കേണ്ടതിന് ദാസന്മാരെ പറഞ്ഞു. മണവാട്ടിയെ ക്ഷണിക്കേണ്ട ആവശ്യമില്ല, മണവാട്ടി ഒഴിവാക്കി. ലോകം മുഴുവനും ഒരു കൂട്ടം വിശുദ്ധന്മാർ എന്ത് ചെയ്യുന്നു? പറന്നുയരാൻ കാത്തിരിപ്പുണ്ട്. അവരെ പറ്റി ആരും പാലപ്പെടണ്ട. അവരുടെ സഭ ഒരിക്കലും പിന്മാറി പോകത്തില്ല. ഏത് കാലഘട്ടം വന്നാലും ശരി. 1979 മാവേലിക്കരെ കല്ലുമല കുഞ്ഞുമോൻ ഭാഷയുടെ ഞങ്ങളെന്നെ വലിയ സ്നേഹിതരായി. ഞാൻ രക്ഷിക്കപ്പെട്ട സമയത്ത് പരിചയപ്പെട്ടു. നമ്മളൊരു വേറെ ബന്ധമുണ്ട്. അങ്ങനെ തന്റെ മീറ്റിങ്ങിനൊക്കെ ഞാൻ പോയി ഒരു ദിവസത്തെ ഒരു ബന്ധമുണ്ട്. താൻ എന്നെ വിളിക്കുകയും ഞങ്ങൾ ഉപവാസ പ്രാർത്ഥനയ്ക്കും കൺവെൻഷനൊക്കെ പോയി. ചിലപ്പോൾ എന്നോട് പ്രസംഗിക്കാൻ പറയും, പൈസ പറയും, വിശ്വാസിയായിരിക്കും തന്നെ. തനിക്ക് തന്റെ കൂടെ എന്നെ നിർത്തണമെന്ന് വലിയ താല്പര്യമായിരുന്നു. എനിക്ക് ഈ വെളിപ്പാടുള്ളതുകൊണ്ട് ഞാൻ പറഞ്ഞു എനിക്കിങ്ങനെ അപ്പോസ്തലിക വേല ചെയ്യാൻ താല്പര്യം. അങ്ങനെ കൂടി വളരെ സന്തോഷമായിട്ട് പോകാൻ പറഞ്ഞു. അപ്പൊ ചിന്തിച്ചു നോക്കുക, ആ സമയത്ത് ഒരു ഇതിൽ നമ്മളെ വിട്ട് ഈ സമയത്ത് മാറി പ്രവർത്തിക്കുന്ന ഒരു ടൈലർ യാക്കോച്ചാൻ എന്ന് പറഞ്ഞൊരു യാക്കോച്ചാൻ ഭയങ്കര പണ്ഡിതനായ മനുഷ്യനായിരുന്നു. ബൈബിൾ സ്കോളറായിരുന്നു. തൻ്റെ മുമ്പിൽ ഒരു മനുഷ്യൻ നിൽക്കത്തില്ല. അതുപോലെ ബൈബിൾ ജ്ഞാനമുള്ളൊരു മനുഷ്യനാണ്. പക്ഷെ ഏതോ കാര്യത്തിൽ താനെ ഒരു പാർഷന്മാരുമായിട്ട് ഇടച്ചുണ്ടായി താൻ സ്വതന്ത്രമായിട്ട് പ്രവർത്തിക്കാൻ തുടങ്ങി. താൻ അതേ പ്രതീക്ഷയിൽ തന്നെ അവസാനം നിന്നു കേട്ടോ. അപ്പൊ അങ്ങനെ പ്രവർത്തിച്ച സമയത്ത് ഈ കല്ലുമല ഒരു വലിയൊരു 20 ദിവസം ഉപവാസം ഞങ്ങൾ പോയി 2 ദിവസം പ്രാർത്ഥിക്കാൻ ഒരു മീറ്റിംഗ് ഉണ്ടായിരുന്നു. അപ്പൊ ഈ അപ്പച്ചനെ പരിചയപ്പെട്ടു, ടൈലർ യാക്കോച്ചാനെ പരിചയപ്പെട്ടിട്ട് അദ്ദേഹം പറഞ്ഞു, മോനെ മക്കളെ, CPM ശ്രേഷ്ഠമാണ്, പക്ഷെ അന്നത്തെ CPM ഇല്ല. ഇവിടെ പറയാം, അന്നത്തെ CPM അല്ല, പണ്ടത്തെ CPM ഇപ്പൊ ഇല്ല എന്ന് പറഞ്ഞ് പുള്ളിയെ നീതിയിരിക്കാൻ തുടങ്ങി. ഞങ്ങളത് പുതിയ വന്നിട്ടേ ഉള്ളൂ. 1 വർഷം പോലും ആയില്ല വിശ്വാസം എന്നിട്ട്, സമുദായത്തിന് 1 വർഷം പോലും ആയില്ല. പക്ഷെ പരിശുദ്ധാത്മാവ് ഉള്ളതുകൊണ്ട് ഇവിടെയും നമുക്കൊരു ആൻസർ കയ്യിലുണ്ടായി. അതാണ് രസം. ഒരുപാട് പരിപാടികൾ തർക്കിക്കുകയും പദനങ്ങളെ കുറിച്ച് ഇതൊക്കെ ചെയ്യുന്നെങ്കിലും ഒരിടത്തും നമുക്ക് താഴെ പോയിട്ട് വരാം. പരിശുദ്ധാത്മാവ് എല്ലാ സ്ഥലത്തും നമ്മളെ തളർത്തുമായിരുന്നു. അപ്പൊ ഈ അപ്പച്ചൻ പറഞ്ഞു പണ്ടത്തെ CPM അല്ല. അതിന് പുള്ളി ഒരു വേർഡ് ഉപയോഗിച്ചത്, ഇത് CPM എന്ന് പറഞ്ഞാൽ ചതഞ്ഞ പറഞ്ഞ മിഷനാണ്. ചതഞ്ഞ പറഞ്ഞ മിഷൻ. അപ്പോൾ നിങ്ങൾ അയാൾക്ക് നിന്നാൽ നിങ്ങളെ കൊണ്ട് ഒരു ശ്രേഷ്ഠരാകുമെന്ന് പറഞ്ഞു. അപ്പൊ ഞാനിവിടെ ചോദിച്ചു, ശരി അതൊക്കെ ഇരിക്കട്ടെ, ചതഞ്ഞതോ പറഞ്ഞതോ അതൊന്നും നോക്കേണ്ട ആവശ്യമില്ല. മറ്റൊരു വേർഡ് കൂടി ഞാൻ കേട്ടുകൊണ്ടെന്ന് പറഞ്ഞതാണ്. CPM-നെ പറ്റി ഞാൻ വേറൊരു വേർഡ് വിശുദ്ധന്മാരിൽ കേട്ടിട്ടുണ്ട്, ക്രിസ്ത്യൻ പെർഫെക്റ്റ് മിഷൻ. അപ്പച്ചനത് ചതഞ്ഞ് പറഞ്ഞതായി മാറിയെങ്കിൽ ഇപ്പോഴും അവിടെ
ക്രിസ്ത്യൻ പെർഫെക്റ്റ് മിഷൻ എന്ന് പറയുന്ന ഒരു അനുഭവം ഉണ്ടെന്ന് തോന്നുന്നു. ശരി, അത് രണ്ടും പോട്ടെ. ഇനി നമുക്ക് വചനത്തിലേക്ക് വരാം. ഞാൻ വളരെ മെച്ചമായിട്ടോ, 1 വയസ്സ് പ്രായമുള്ള ശിശുവായിരിക്കുമ്പോൾ ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, ഈ ബൈബിൾ സ്കോളർ പഠിത്തത്തിന് വേണ്ടി എന്നെ അവരോട് ചോദിച്ചു, ചായ ഞാൻ ഒരിക്കലൊരു സംശയമുണ്ട്. 1 Thessalonians 4-ാം അധ്യായത്തിൽ 16-ാം വാക്യം അറിയാം. നീ എന്നെ വായിക്കാം. എന്നോട് വായിപ്പിച്ചു. കർത്താവുകാർക്ക് ഇവയിൽ നാമത്തോട് പ്രധാനമൊരു സ്വന്തത്തോട് സ്വന്തത്തോടെ ഒരു ക്രിസ്തുവിൽ മരിച്ച മുമ്പേ ഉയർത്തി പിന്നെ ജീവനോട് ശേഷിക്കുന്ന നാം. ഞാൻ ആ പോയിന്റ് എനിക്ക് പരിശുദ്ധാത്മാവിരിക്കുന്നു. ഞാൻ ഈ വാക്കിന്റെ അർത്ഥം എന്താണ്? ജീവനോട് ശേഷിക്കുന്ന നാം എന്ന് പറയുന്നത് പൗലോസിന്റെ കാലഘട്ടമല്ലല്ലോ. ഇപ്പൊ ഈ കാലഘട്ടത്തിൽ വന്നാലും യേശുവിന്റെ കാലഘട്ടത്തിൽ വന്നാലും ഇപ്പൊ വന്നാലും ആ നാം എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പ് ഭൂമിയിലുണ്ടല്ലോ. ഇനി ഒരു 50 വർഷം കഴിഞ്ഞാൽ യേശു വരുന്നെങ്കിലും ഈ നാം എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പ് ഉണ്ടല്ലോ. ഞാൻ ആ ഗ്രൂപ്പിൽ പെട്ടാണ്. ഒരു രക്ഷപ്പെട്ടില്ല, എന്റെ തോന്നൽ തട്ടി. അടുത്ത ബൈബിൾ ക്ലാസ് പറഞ്ഞ് ഞാൻ കേട്ടു, ഏതാ ശരിയായ മിനിസ്ട്രി എല്ലാം വിറ്റും കർത്താവിനെ പിൻപറ്റുന്നതാണ് ക്ലാസ് കൊടുത്തിട്ടുണ്ട്. കാരണം ഞാൻ പഠിച്ച ഉപദേശം കളയാൻ പോകും. അപ്പൊ എന്ന് പറഞ്ഞ പോലെ ഒരു കാര്യം ഓർത്തോളം, കർത്താവായ യേശുക്രിസ്തുവിനെ 50 വർഷം കഴിഞ്ഞ് വന്നാലും ഈ വചനത്തിന്റെ അടിസ്ഥാനത്തിൽ ഭൂമിയിൽ ഒരു കൂട്ടം ആളുകൾ രൂപാന്തരപ്പെടാറുണ്ട്. നീ പിന്മാറിപ്പോയെങ്കിൽ ഇപ്പൊ ആളുണ്ട്. നീ പിന്മാറിയ ശേഷം ഇതെല്ലാം മോശമെന്ന് പറഞ്ഞാൽ, നിനക്ക് മഞ്ഞപ്പിത്തം പിടിച്ചു കഴിഞ്ഞിട്ട് നീ പറയാം നോക്കുന്നല്ല മഞ്ഞപ്പിത്തം എന്ന് പറഞ്ഞാൽ, ഇത് പ്രാസംഗികന്മാരും പറയുന്നുണ്ട് പഴയ അനുഭവം ഇല്ല. ഇവിടെ ഉള്ളവർക്കുണ്ട്, പക്ഷെ അവർ പറഞ്ഞിരിക്കുകയാണ്. തന്റെ കാന്ത പാറയുടെ വിളപ്പിലും അവർ ഉയർത്തും, തർക്കമില്ല. പിന്നെ രണ്ടാമത്തെ ഗ്രൂപ്പായിട്ട് നമ്മൾ സംസാരിക്കുന്നത് കല്യാണ സദ്യക്ക് ക്ഷണിക്കപ്പെട്ടവർ. വായിച്ച വാക്യം, അവൻ കല്യാണത്തിന് ക്ഷണിച്ചവരെ വിളിക്കേണ്ടതിന് ദാസന്മാരെ പറഞ്ഞയച്ചു. അവർക്ക് വരുവാൻ മനസ്സായില്ല. ഇതാണ് കാര്യമാണ്. ഇത് തന്റെ സ്വന്തം ജനമായ യഹൂദന്മാരെ പറ്റി പറയുന്നത്. യേശുക്രിസ്തു ലോകത്തിൽ വന്ന് തന്റെ ജനത്തിനെ ആത്മീയ രക്ഷയ്ക്ക് വേണ്ടി വിളിച്ചു. പക്ഷെ അവർ ഫലം വരാൻ ഇഷ്ടപ്പെട്ടില്ല. ഇഷ്ടപ്പെട്ടത് മാത്രമല്ല, അവരെ പരിഹസിച്ചു, നിന്ദിച്ചു. പറയാൻ പിന്നെയും അവൻ മറ്റു ദാസന്മാരെ അയച്ചു. എന്റെ മുത്താഴി ഒരുക്കി തീർന്നു, എന്റെ കാളകളെയും തടിപ്പിച്ചു. ദാസന്മാരെ അയക്കുന്നത് തന്റെ പ്രവാചകന്മാര്, തന്റെ ശുശ്രൂഷകരെ പഴയ കാലത്തിൽ ന്യായപ്രമാണ കാലത്തിലൊക്കെ അയച്ചുകൊണ്ടേയിരിക്കും. പക്ഷെ പലരും അവര് നിഷേധിച്ചു. വായിക്കാം. കല്യാണത്തിന് വരുമെന്ന് ക്ഷണിച്ചവരോട് പറയിച്ചു. അവർ അത് കൂട്ടാക്കാതെ ഒരുത്തൻ തന്റെ നിലത്തിലേക്കും മറ്റൊരുത്തൻ തന്റെ വ്യാപാരത്തിലേക്കും പോയി കളഞ്ഞു. ഇത് പലരും അങ്ങനെ പോകുന്നുണ്ട്. ഇതെല്ലാം കേട്ടാൽ ശരി, കേട്ട ഭാവി കാണിക്കാതെ അവനവന്റെ സ്വന്തം കാര്യത്തിലേക്ക് ഇറങ്ങി പോകുന്ന സമയം വരുന്നുണ്ട്. വായിക്കാം. ശേഷമുള്ളവർ അവന്റെ ദാസന്മാരെ പിടിച്ചു അപമാനിച്ചു കൊന്നു കളഞ്ഞു. മറ്റെല്ലാം എന്ത് ചെയ്തു? ഇത് നടക്കുന്നില്ല. ഇന്ന് ദൈവത്തിന്റെ ദാസന്മാരെ ശുശ്രൂഷകളെ അപമാനിക്കുന്നു, കൊല്ലുന്നു, വിശ്വാസികളെ രക്തസാക്ഷികളാക്കുന്നു. ഇതെല്ലാം ഇന്ന് നടക്കുന്നുണ്ട്. അപ്പൊ അന്ന് യഹൂദന്മാര് ഇസ്രായേൽ സ്വന്തം ജനമെന്ന് പറഞ്ഞവർ ഈ അന്യായങ്ങളെല്ലാം ചെയ്തുകൊണ്ടേയിരുന്നു. അടുത്തത്, രാജാവ് കോപിച്ചു സൈന്യങ്ങളെ അയച്ച ആ കുലപാതകന്മാരെ മുടിച്ച് അവരുടെ പട്ടണം ചുട്ടുകളയണം. സംഭവം ശരിയല്ലേ? യേശുക്രിസ്തു പറഞ്ഞ വാക്ക് അക്ഷരം പ്രതി യഹൂദൻ നിറവേറി. എപ്പോഴാണ് യേശുവിനെ നോക്കി അവസാനം പറഞ്ഞു, ഇത് കല്ലിനെ കല്ല് ശേഷിക്കാതിരിക്കപ്പെടും. സൈന്യങ്ങൾ നമ്മുടെ ആ വാക്യം അതുപോലെ നിറവേറി. AD 70 തീത്തോസ്രായരുടെ കൈസറുടെ നേതൃത്വത്തിൽ ഇസ്രായേല് വളഞ്ഞ് പിടിച്ച് ഈ പറഞ്ഞ പോലെ സൈന്യം ഇസ്രായേലിനെ വളഞ്ഞ് അതിനെ ആക്രമിച്ച് കീഴ്പ്പെടുത്തി. അപ്പോൾ ആരും പറഞ്ഞു, ഇതിന്റെ അടിസ്ഥാനത്തിൽ ഒരു സ്വർണം കുടിച്ചിട്ടുണ്ട്. അടിസ്ഥാനത്തിൽ സ്വർണം ഒരു ഇരുമ്പോട് കലപ്പുണ്ടാക്കി ആനയെ കൊണ്ടുവന്നു, ആഫ്രിക്കയിൽ നിന്ന് ആനയെ കൊണ്ടുവന്ന് അതിന്റെ അടിസ്ഥാനം ഉഴുത് മറിക്കണം. അപ്പൊ തീ വെച്ചിട്ടു. ഇത് യേശുക്രിസ്തു പറഞ്ഞ വാക്യം യഹൂദ രാഷ്ട്രമായി സംഭവിച്ചു. അടുത്തത്, പിന്നെ അവൻ ദാസന്മാരോട് കല്യാണം ഒരുങ്ങിയിരിക്കുന്നു, ക്ഷണിക്കപ്പെട്ടവര് യോഗ്യരായില്ല. നിങ്ങളെ കുറിയടിക്കുമ്പോഴേ ഈ വാക്കുകൾ ചേർക്കും കേട്ടോ. കുറിയടിക്കുമ്പോ ഈ വാക്യം ചേർക്കതാ, കല്യാണം ഒരുക്കിയിരിക്കുന്നു. പോരാ, അത് നല്ല വാക്യം തൊട്ട് വായിക്കാം. ആകയാൽ വഴിത്തരയ്ക്ക് ചെന്ന് കാണുന്നവരെ നമ്മളെ കുറിച്ചുള്ള വിളി. യഹൂദന്റെ കഴിഞ്ഞപ്പോൾ അവന്റെ അനുസരിക്കൽ കാണിച്ചപ്പോൾ വഴിത്തരയ്ക്കൽ, അതായത് ഇതുമായി സംബന്ധമില്ലാത്ത പുറജാതികളായി നമ്മെ കർത്താവ് സ്വീകരിക്കാൻ തയ്യാറായി. ഒന്നാമത് രക്ഷ യഹൂദനാണ് കൊടുക്കേണ്ടത് ആവശ്യമായിരുന്നു. കാരണം അവരാണ് വാഗ്ദത്ത സന്തതിയെ കാത്തിരുന്നവർ. അന്യജാതിക്കാർ അല്ലെങ്കിൽ അന്യജാതികൾക്ക് അതില്ല. ഒരു വാഗ്ദത്ത സന്തതി കാത്തിരുന്നവർക്ക് ആദ്യം ഇൻട്രൊഡ്യൂസ് ചെയ്തു. അവർ ചിലര് സ്വീകരിച്ചു, ചിലര് കളിക്കും. എന്നാൽ രണ്ടാമത് വഴിത്തരയ്ക്കൽ എന്താ? യാതൊരു ലക്ഷ്യബോധമില്ലാതെ ഭാവി പദ്ധതികളൊന്നുമില്ലാതെ
ഇങ്ങനെ വഴിത്തിരക്കൽ തിന്നതായ പുറജാതികളായ മനുഷ്യർക്ക് രക്ഷ സൗജന്യമായി നൽകാൻ തീരുമാനിച്ചു. വായിക്കാം. ആകയാൽ വഴിത്തിരക്കിൽ ചെന്ന് കാണുന്നവരെയൊക്കെയും കല്യാണത്തിന് വിളിപ്പിൻ എന്ന് പറഞ്ഞു. അതാണ് പരസ്യങ്ങളിലും സുവിശേഷ പ്രവർത്തനം നടത്തി നമ്മളെ പല പല കുട്ടികളെ ഇതിനകത്ത് വിളിച്ചുകൊണ്ട് വരുന്നു. പക്ഷെ ഈ വരുന്നതിൽ രണ്ട് ഗ്രൂപ്പോട്ട് തോന്നണം. അതാണ് പ്രശ്നം. ഈ വരുന്നവരെല്ലാം ദൈവമക്കളായി വരുന്നവരല്ല. ചിലര് വചനം കേട്ട് രക്ഷിക്കപ്പെട്ട് വരുന്നവരുണ്ട്. ചിലര് ആ വിളിയുടെ സന്തോഷത്തിന് ചില നന്മകൾക്ക് കണ്ടുകൊണ്ട് വരുന്നവരുണ്ട്. വായിക്കാം. ആ ദാസന്മാർ പെരുവഴികളിൽ പോയി കണ്ട ദുഷ്ടന്മാരെയും നല്ലവരെയും എല്ലാം കൂട്ടിക്കൊണ്ട് വന്നു. അപ്പം അതുകൊണ്ടാണ് ഈ പെന്തിക്കോസ്ത് സഭ നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു കാലം നന്നാകത്തില്ല. മണവാട്ടിയുടെ കാര്യമല്ല, മണവാട്ടി തന്നെത്താൻ ഒരിക്കലും ഈ കൂട്ടിപ്പെടുന്നവരും ഈ പറഞ്ഞ് വിളിക്കപ്പെട്ടവരും മണവാട്ടിയുണ്ടല്ലോ, അവരൊരിക്കും. പക്ഷെ ബാക്കി പ്രശ്നം എന്താണ്? സഭകളിൽ, ക്രിസ്തീയ സഭകളിൽ, പെന്തിക്കോസ്ത് സഭകളിൽ പ്രശ്നം മാറാതിരിക്കുന്നതിന്റെ കാരണം ഈ വിളിച്ചുകൊണ്ട് വരുന്നവർ ആരൊക്കെ ഉണ്ട്? ദുഷ്ടന്മാരും കണ്ട ദുഷ്ടന്മാരെയും നല്ലവരെയും എല്ലാം കൂട്ടിക്കൊണ്ടുവന്ന് ചിലരെ രക്ഷിക്കപ്പെടാൻ നമ്മളൊരു ആത്മാവിന്റെ വില, ലോകം മുഴുവനേക്കാൾ വിലയായതുകൊണ്ട് നമ്മളൊരുത്തിന് എങ്ങനെയെങ്കിലും നേടാൻ എന്ത് ചെയ്യും? അവനെ പുറകെ നടന്ന് രക്ഷയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി ആഗ്രഹിക്കും. അവൻ കള്ളം കുടിച്ച് അഭ്യാസം നടന്നില്ലെങ്കിൽ തോന്നിവാസം നടക്കുന്നവരെ രക്ഷിക്കണമെന്ന് വിചാരിച്ചു നമ്മൾ ചിലപ്പോൾ പൈസ ചെലവാക്കി, നമ്മുടെ സമയം ചെലവാക്കി, നമ്മുടെ കാരണത്ത് വീഴ്ത്തി, നമ്മുടെ കടലിൽ കിടത്തി, ഇങ്ങനെ നമ്മളെ മുറിക്കാതെ കിടന്ന് നമ്മുടെ ടേബിളിൽ ഭക്ഷണം കഴിപ്പിച്ചൊക്കെ കൊണ്ടുപോകും. പക്ഷേ അവനവന്റെ ദുഷ്ടത മാറാതെ കിട്ടുന്ന ആനുകൂല്യങ്ങളെ മാത്രം നോക്കി പോകുന്ന ഒരുപാടില്ല പെന്തിക്കോസ്തുകൾ. വടക്കേന്ത്യയിലൊക്കെ പോയി സൂചന അറിഞ്ഞിട്ട് വെറും പണം കൊടുത്ത് സുവിശേഷത്തിന്റെ മാനസാന്തരപ്പെടാതെ മതം മാറ്റുന്ന ഒരുപാട് അവരൊക്കെയാണ് കുറെ തിരിച്ചു പോകുന്നത്. അല്ലെങ്കിൽ ഈ പറഞ്ഞ അടിസ്ഥാനപരമായ യേശുക്രിസ്തു അകത്തിയല്ലാതെ പെന്തിക്കോസ്ത് വരുന്നവരും കുറെ കഴിഞ്ഞ് ചിലർ രക്ഷപ്പെട്ടു പോകുന്നുണ്ട്. ബാക്കിയുള്ളവർ ഈ പറഞ്ഞ പോലെ അവരവരുടെ സ്വഭാവം നമ്മൾ കാണിക്കും. അത് കാണിച്ചുകൊണ്ട് പറയാൻ പറ്റില്ല. കാരണം ഈ പറഞ്ഞ വിളിക്കപ്പെട്ട പെന്തിക്കോസ്ത് സമൂഹങ്ങളിൽ രണ്ടു കൂട്ടരുണ്ടെന്നുള്ളത് ബേസിക് ഉണ്ടെന്നോ. ഈവൻ സുവിശേഷ വേളയിൽ പോലും ഞങ്ങളെ കൊണ്ടുവരെ വിളിക്കുന്നില്ല. അല്ലാതെ ഈ പറഞ്ഞ പോലെ ആത്മീയ കുടുംബത്തിൽ നേരിട്ട് ഇറങ്ങിയ വിശുദ്ധന്മാരൊന്നും അല്ലല്ലോ. വഴിത്തിളക്കി നിന്ന് എന്നെ പോലെയുള്ള പല പുള്ളികളെ പിടിച്ചിനകത്ത് കൊണ്ട് സുവിശേഷ വേലയ്ക്ക് നീങ്ങോട്ടിരും. ഇതിനാണ് വിശുദ്ധരും നിഷ്കളങ്കിലും ആക്കാൻ. നല്ല വിളിയുള്ളവരുമുണ്ട്, വിളിച്ചുകൊണ്ട് വരുന്നവരുമുണ്ട്. വിളി കിട്ടി വരുന്നവരുണ്ട്, വിളിച്ചുകൊണ്ട് വരുന്നവരുണ്ട്. ഇതുകൊണ്ടാണ് പെന്തിക്കോസ്ത് നമ്മൾ പ്രതീക്ഷിക്കുന്ന എല്ലാവരും ഒരുപോലെ പ്രതിഫലം കൊടുക്കാത്തതിന്റെ കാരണം നിങ്ങൾ നിങ്ങളുടെ സഹായത്തിന് വാ. അവരിവിടെ നിന്ന് കാണിച്ചു കൊള്ളാനുള്ള അല്ലെ രോഗസൗഖ്യം കിട്ടി, ക്യാൻസർ സുഖം, എന്നാൽ പിന്നെ പെന്തിക്കോസ്തിൽ പോയേക്കാം. അല്ലെങ്കിൽ സാമ്പത്തിക പ്രശ്നം വന്നപ്പോൾ പ്രാർത്ഥിച്ചിട്ട് സാമ്പത്തികം ദൈവം കൊടുത്താൽ എന്നാൽ പെന്തിക്കോസ്തിൽ പോയേക്കാം. പക്ഷെ അകത്ത് വചനമില്ല. അതുകൊണ്ടാണ് ഇനി ഈ കാലമല്ല, ഏത് കാലത്ത് നിങ്ങൾ പെന്തിക്കോസ്ത് സഭയെ നന്നാക്കാൻ പോയാൽ നന്നാകേണ്ടവൻ നന്നായിക്കൊണ്ടേയിരിക്കും. അതുകൊണ്ട് നിങ്ങൾ മിനിസ്റ്റർ തുടരണം. നിങ്ങളുടെ പ്രസംഗവും മിനിസ്റ്ററിയുടെ തുടർന്നുകൊണ്ടിരിക്കണം. കേൾക്കാൻ ചെവിയുള്ളവൻ. അവിടെ എല്ലാവരും ഒരുപോലെ നിങ്ങൾ പെന്തിക്കോസ്തുകാരാണെന്ന് ഞങ്ങളുടെ വിശ്വാസികളാണ് വേലക്കാരൻ കണക്കൂട്ടാൻ പോയാൽ നിങ്ങൾ പരാജയപ്പെട്ടു പോകും. വെറുതെ നിങ്ങളുടെ സമയവും പൈസയും നിങ്ങളുടെ ഇതെല്ലാം നഷ്ടപ്പെടുത്തുക. എന്നാലും നിങ്ങളൊരു നീതി ചെയ്യണം. എന്താ? ദൈവം ദുഷ്ടന്മാരുടെ മേലും നീതിമാന്മാരും തന്റെ നീതിയെ വർഷിപ്പിക്കും. നിങ്ങൾ സുവിശേഷം അറിയിക്കണം, നിങ്ങൾ ഗുണം കൊടുക്കണം, ഇതൊക്കെ ചെയ്തുകൊണ്ടേയിരിക്കണം. അതൊരു നീതിയാണ്, അത് നിങ്ങളുടെ നീതി. പക്ഷെ അതുകൊണ്ട് അവരെല്ലാം നാളെ പെന്തിക്കോസ്ത് വന്ന് രക്ഷിക്കപ്പെടുമെന്ന് അവർ നാളെ നിങ്ങളെ പോലെ സ്വർഗത്തിൽ പോകുന്ന കാര്യം വിചാരിക്കുകയും വേണ്ട. ഈ ക്ഷണിക്കപ്പെട്ടവരിൽ പുതിയ ചിലരിലേക്ക് പോകുന്നവരല്ല. അവർ കല്യാണ സ്ഥിതിക്ക് ക്ഷണിക്കപ്പെട്ടവരായതുകൊണ്ട് അവരിനി അതിനുവേണ്ടി ഒരുക്കപ്പെട്ടവരായിരുന്നാൽ പോലും അവർ പുതിയ സ്വർഗത്തിലേക്ക് പോകുന്നത്. അതൊരു ഭാഗ്യമുണ്ട്. അറിയത്തിൽ പോകുന്നതിനേക്കാൾ എത്രയോ വലിയ ഭാഗ്യമാണ് പുതിയ ഭൂമിയിൽ പോകുന്നത്. അപ്പൊ പിന്നെ പുതിയ സ്വർഗം പുതിയ ചിലരോട് ചേർത്തുള്ള ആത്മീയ അനുഭവമാണ്. ഈ കാഴ്ചപ്പാടിൽ പോകുമ്പോൾ നമുക്ക് നിരാശരാണ്. ഞാനൊക്കെ എത്രയോ ആത്മാക്കൾ നേടാൻ വേണ്ടി എന്തെല്ലാം ത്യാഗം സഹിച്ചിട്ടുണ്ട്. ചുരുക്കം നേരിട്ട് യഥാസ്ഥാനം മറ്റുള്ള രണ്ട് കാലം കഴിക്കുമ്പോൾ നമ്മൾ ചെയ്യുന്ന നന്മകളും ചിലർക്ക് വീട് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഞാൻ വീട് വെച്ച് ഒരുപാട് ഓരോ വീട് കൊടുത്തിട്ടുണ്ട്. ഞാൻ പോയി കഴിയുമ്പോൾ അവർക്ക് പെന്തിക്കോസ്തുകാരുടെ വീട് കിട്ടുന്നതിനൊരു അപമാനം പോയി വിറ്റിട്ട് മറ്റു പെന്തിക്കോസിലേക്ക് പോയിട്ടുണ്ട്. സമുദായത്തിൽ പോയവരുണ്ട്. നമ്മൾ അവർ പെന്തിക്കോസിൽ വരാൻ വേണ്ടി മാത്രമല്ല സ്വർഗത്തിൽ പോകാൻ വേണ്ടി വിളിച്ചാർന്ന. പക്ഷെ അവർക്കൊരു ആക്ഷേപം പോലെ, പെന്തിക്കോസ്തുകാർ വീട് വെച്ചെന്നാണ് ഒരു ആക്ഷേപം പറയുന്നത്. അതുകൊണ്ട് വീട് വിട്ടിട്ട് വേറെ സ്ഥലത്ത് പോയി വേറെ ഗ്രൂപ്പിൽ പോവുക, വേറെ സമുദായത്തിൽ പോകുന്നു. ഇതെല്ലാം നടക്കും. ഇത് നമ്മൾ ഭാരപ്പെടേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മൾ ചെയ്യേണ്ടത് ചെയ്തുകൊണ്ടേയിരിക്കുക. കാരണം ദുഷ്ടന്മാരുടെ പേര് നീതിമാന്മാരുടെ പേര് തന്നെ നീതിയെ വർഷിപ്പിക്കും. അപ്പൊ ഇവിടെ ഈ വിളിക്കപ്പെട്ടവർ, അവിടെ സുവിശേഷകരെ വരുന്നവര് ഞങ്ങളെപ്പോലുള്ളവരാണ്. നിങ്ങൾ ഓർത്തോണം. കുപ്പായി മാത്രം ഇട്ടുകൊണ്ട് മനസ്സ് മാറിക്കൊണ്ടേ ഇരിക്കുന്നുണ്ട്. ഞാൻ അതിലൂടെ പറയുന്നേ, ഇവിടെ യേശു ക്രിസ്തു നേരിട്ട് വിളിച്ച പത്രോസ് 3 വർഷം കൂടെ നടന്നിട്ടും തീവ്രവാദി ആത്മാവ് പോയില്ലല്ലോ. പോയോ? യേശു ക്രിസ്തുവിനെ പിടിക്കാൻ വന്നപ്പോൾ എന്ത് ചെയ്തു? ഉടനെ വാളെടുത്ത് വിട്ടി. വാൾ കൊണ്ട് നടന്നവനാണ്.
ഒന്നാമത്തെ അപ്പോസ്തലൻ. നമ്മുടെ പേർക്കാരും കടാരി കൊണ്ട് നടക്കാൻ എനിക്കറിയത്തില്ല. ഉണ്ടോ ഉണ്ടോ അഭിനയിച്ചാൽ ഈ തപ്പി നോക്കണമല്ലോ. അപ്പൊ ഈ പത്രോസ് ഒന്നാമത്തെ അപ്പോസ്തലൻ മാറിക്കൊണ്ട് നടന്നവനാണ്. അപ്പൊ അവരെക്കാൾ ഇത്രയും ബെറ്ററാണ്. എന്നിട്ട് ഇവിടെ കൂടെ ഉണ്ടായോ കർത്താവ് മരിച്ചവരുടെ പോയി കടപ്പുറത്ത് നിത്തു കൊണ്ടിട്ട് നാട്ടുകാരോട് കളിയാക്കത്തൊക്കെ വേണം കൊച്ചുണ്ടായിരിക്കുന്ന പോലെ തുണി പിടിക്കൊണ്ടിരിക്കുക അപ്പോസ്തലൻ. ഇവരെയൊക്കെ അവരെ കർത്താവ് വിളിച്ച് അതാണ് ദൈവത്തിന്റെ കഴിവെന്ന് പറയും. അപ്പൊ നിങ്ങൾ ഓർത്തോളം ഈ വേലക്കാരി പറയുന്നവരെ വെള്ളയിട്ടുകൊണ്ടെല്ലാം പോകുന്നില്ല. അവർ അകത്ത് ഈ വഴിത്തിലൊക്കെ വന്നവരാണ് ഞങ്ങളൊക്കെയാണെന്നൊരു ബോധ്യമുണ്ടെന്ന് പറയും. കാരണം അവർ പ്രതീക്ഷിക്കുന്നതിന് എപ്പോഴും കിട്ടിയെന്ന് വരത്തില്ല. അപ്പോൾ പക്ഷെ അവരിങ്ങനെ ചിലർ വേണ്ടാത്ത പ്രഭവം ഞങ്ങൾ ഇങ്ങനെയാണ് 24 മണിക്കൂർ മുളങ്കാലം നിൽക്കുന്നവരാണ്. മുളങ്കാലമല്ല പിന്നെ മുളങ്കാലം നിൽക്കുന്നവരാണ്, പ്രാർത്ഥിക്കുന്നവരാണ്. ഇങ്ങനെ കള്ളത്തിൽ പറയുന്നത് ഇത് കേട്ട് വരുന്നവരെ വിശ്വസിക്കുമ്പോഴാണ് ഈ കുഴപ്പം. നമ്മളെ കൂടെ ഉള്ള പരമാർത്ഥം പറഞ്ഞാൽ അവർക്ക് വിഷയമില്ല. അവിടെ ഉള്ളതേ പറയാമോ വേലക്കാരൻ. ഇല്ലാത്ത നിങ്ങൾ കാണാത്ത പുതിയ സിനിമയെ പറ്റി പറയുന്നത്. പലരും പുതിയ സിനിമ പ്രസംഗിക്കുന്നത് കേട്ട് കഴിഞ്ഞുകൊണ്ടാണ്. കേട്ട് കഴിഞ്ഞുകൊണ്ട് കുഴപ്പമില്ല. മറ്റുള്ളവരുടെ പ്രസംഗം നോട്ട്സ് വായിച്ച് പ്രസംഗിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ കുഴപ്പമില്ല. പണ്ടൊരു വാസകൻ പറഞ്ഞ പോലെ അതാണ് ഒരു പാമ്പ് ഒരു കാർഷിന്റെ മുന്നിൽ ഇത് ഒരു മൂർഖൻ പത്തി പൊക്കി. അപ്പൊ ആ വീട്ടിലുള്ള കൂട്ടിക്കിടന്ന നായ ഇത് കണ്ട് കുറയ്ക്കാൻ തുടങ്ങി. അപ്പൊ ഇത് പത്തി താക്കി. പിന്നെ പത്ത് നോക്കുമ്പോൾ നായ കുറയ്ക്കാൻ തുടങ്ങി. സത്യാസത്യം. ഇത് കണ്ടിട്ട് അടുത്ത അയലത്തെ പട്ടി കുറയ്ക്കാൻ തുടങ്ങി. അപ്പുറത്തെ പട്ടി കുറച്ചു. കുറെ കഴിയുമ്പോൾ മറ്റു പട്ടികൾ പറയാൻ ചെയ്തു. എന്തിനാ കുറയ്ക്കുന്നത് അവർക്കറിയത്തില്ല. ആരോ കുറച്ച് ഇവർ കുറച്ചു. എന്നാൽ ആദ്യത്തെ പട്ടി പിന്നെയും കുറെ നിർത്തിയില്ല. കാരണം എന്താ? അവർ ഇതുപോലെ നമ്മുടെ ജീവിതത്തിൽ പോകുമ്പോൾ ഞങ്ങൾ കണ്ടതും കേട്ടതും അനുഭവിക്കണം. ഇല്ലാത്തൊരു കുറെ കഴിയുമ്പോൾ പിന്മാറിപ്പോവും. വേലക്കാരൻ വിട്ടുപോകും. കുഴപ്പമൊന്നുമല്ല. കാരണം അകച്ചിത് വളരുന്നില്ല. ഇപ്പൊ നമ്മളിവിടെ എത്രയോ 10-20 ആപ്പിൾ പരത്തുന്നുണ്ട്. വളം ചെയ്തു എല്ലാം നല്ല സംരക്ഷണം വന്നു. പക്ഷെ അടിവേര് അങ്ങോട്ട് ഇറങ്ങുമ്പോൾ അത് വേരിന് പോകുന്നില്ല. അവർക്ക് പാറക്കെട്ടായി പോയി. അപ്പൊ അത് വളരുന്നില്ല. കാലാവസ്ഥ ചിലപ്പോൾ അനുകൂലം ഉണ്ടായി. അപ്പൊ എന്ത് പറഞ്ഞു ഇതൊക്കെ ഇങ്ങനെ സംഭവിച്ചുകൊണ്ടിരിക്കും. ഇവിടെ സുവിശേഷകരെല്ലാം വെള്ളയിട്ടുകൊണ്ട് അവർ വിശുദ്ധരാണെന്ന് സ്വയം പ്രഖ്യാപിച്ചാൽ പോലും ആയിട്ടില്ല. വഴിത്തിറക്കി നിന്ന ഞങ്ങളെ പോലെയുള്ള എന്റെ ഭാഷയെ പറഞ്ഞ് തകര തല്ലിപ്പൊളികളെ അവർ നോക്കാൻ വിളിക്കുന്നു. പത്രോസിനെ കണ്ടില്ലേ? ഇനി വേറെ രക്ഷകളോട് കുടുംബത്തിൽ പറഞ്ഞവന്മാരാണ്. ആരാ? യാക്കോബും ആരാ? ഇത് യാക്കോബ് യോഹന് ശരി കുടുംബസുരക്ഷയുള്ളവരാണ്. സ്വന്തമായിട്ട് വലയും ജോലിക്കാർക്കുള്ള മാറ്റില്ല. പത്രോസിനേക്കാൾ ഇച്ചിരി കൂടെ സാമ്പത്തിക ശേഷിയുള്ളവരാണ്. യോഹന്നാനെ കൊണ്ട് കർത്താവ് സുവിശേഷം അറിയിക്കാൻ പോയി. എന്താ സംഭവിച്ചത്? ശമരിയക്കാരെ, അതായത് ഇവര് യഹൂദരാണ്. ഇവരെക്കാൾ ഇച്ചിരി തലത്താത്തവരാണ് ശമരിയക്കാരെന്നാണ് ഇവരുടെ ബോധം. കാരണം അവർ നേരത്തെ വിഗ്രഹങ്ങൾ സേവിക്കാൻ പോയി മറ്റ് ഇതിലേക്ക് പോയി. അതുകൊണ്ട് അവര് പ്രമാണം തെറ്റിയവരായതുകൊണ്ട് പിന്മാറ്റക്കാർ കൂടുതലാണ് അവരുള്ളത്. അപ്പൊ ആ പിന്മാറ്റക്കാർ ദേശത്ത് പോയി സുവിശേഷം അറിയിച്ചപ്പോൾ, യേശുവെ അറിയിച്ചപ്പോൾ അവർ മാനസാന്തരപ്പെടുത്തില്ല. യോഹന്നാൻ ഉടനെ ആ പഴയ സമുദായ ശക്തിക്കല്ലോ എവനെ തീയിറക്കി കൊന്നേക്കാതെ. അപ്പോൾ സുവിശേഷം അറിയിക്കാൻ പ്രശ്നമാണ്. ഉടനെ എന്ത് ചെയ്തു? കർത്താവ് നിങ്ങൾ ഏത് ആത്മാവിനാണ്? ഞാൻ തിരുവല്ലയിൽ ആദ്യം ട്രാൻസ്ഫർ ചെയ്തിപ്പോൾ പഠിക്കാവുന്ന സമയത്തൊക്കെയാണ് പെട്ടെന്നോട് ഉണർവുണ്ടായി. പരിശുദ്ധാത്മാവിന് വലിയ ഉണർവ് പകർച്ചുണ്ടായി. നിങ്ങളെ സുവിശേഷം അറിയിക്കാൻ ഒരു കോളേജിലെ പാരലൽ കോളേജിലെ പ്രിൻസിപ്പള്, നമ്മുടെ ഒരു വിശ്വാസി, പേര് ഞാൻ പറയുന്നത് തലക്കാരുടെ പേര് പറയാം ബാബു, ഒരു എക്സാമ്പിൾ പേര് പറയാം ബാബു. അദ്ദേഹം പാരലൽ കോളേജ് നടത്തുന്ന ഒരു സാറാണ്. പുള്ളിക്ക് ഉണർവ് കയറി. കാരണം ഇവിടെ ജനിച്ചു കൊടുക്കുന്നവരാണ്. പലർക്കും ഉണർവ് കയറി കേട്ടോ. ഏറ്റവും സുവിശേഷം അറിയിക്കാൻ മതി. ബാബു സാർ എന്നെക്കാരനാണ്. വളരെ സൗന്ദര്യത്തോടെ എൻ്റെ അടുത്ത് ഇങ്ങനെ സുവിശേഷം ഞാൻ പറയുമ്പോൾ കേട്ടിരിക്കും. പുള്ളിക്ക് സുവിശേഷം പറയാൻ അറിയത്തില്ല. ട്രാക്ട് കൊടുക്കും. അങ്ങനെ ഒരു യാക്കോബുകാരനെ വിളിച്ചത്. യാക്കോബുകാരനെ വിളിച്ചത് ഞാൻ സുവിശേഷം അറിയിക്കാൻ നേരത്ത് ഈ യാക്കോബുകാരൻ തട്ടിക്കയറി താനൊക്കെ നമ്പർ ഫ്രോഡാണ്, കള്ളന്മാരാണ് എന്ന് പറഞ്ഞ് എൻ്റെ നേരെ കൂടെ തുടങ്ങി വിളി. ഞാൻ ചിരിച്ചോണ്ടിങ്ങനെ ഇരിക്കുക. ഈ ബാബു സാർ എന്ത് ചെയ്തറിയാമോ? ഇത് കേട്ടിട്ട് പുള്ളിയുടെ രക്തം തരും. പുള്ളി ആ കൈ അങ്ങോട്ട് ചുരുട്ടിയിട്ട് ഈ യാക്കോബുകാരൻ അച്ഛൻ നേരെ വീട്ടിപ്പോഴും അടിക്കൽ ശരിയാക്കി വെക്കുന്നു. ഞാനുണ്ട് ബാബു സാറിന്റെ കൈ കയറി വിളിച്ചു. സാറേ എന്തിനാ വന്നത്? സോറി അപ്പൊ നോക്കണം. പിന്നീട് യാക്കോബുകാരൻ എന്റെ ഡീലീസോടെ കൂടി സന്തോഷമായി. ഞങ്ങൾക്ക് പുള്ളി പറഞ്ഞ് ഞാൻ മനഃപൂർവ്വം ചെയ്ത കള്ളന്മാരാണെന്ന് അറിയാൻ വേണ്ടി ചെയ്തതാണ്. പിന്നെ പുള്ളി വീട്ടിൽ പോയി നല്ല പഴവും ചായ കിട്ടുമെന്ന് സന്തോഷത്തോടെ യാത്ര ചെയ്തു. എന്ന് പറഞ്ഞ പോലെ
ഈ സൂചന അറിയിക്കാൻ പലപ്പോൾ കയറുന്ന ആത്മാവ്. അപ്പൊ ഇവിടെ എന്ത് ചെയ്തു? നമ്മളെ പരീക്ഷിക്കുക. അതുകൊണ്ട് നമ്മൾ ഈ പറഞ്ഞ ഡ്രസ് കോഡിലൊന്നും വലിയ കാര്യമൊന്നുമില്ല. അകത്തിരിക്കുന്ന ആത്മാവ് ഓരോ കാലഘട്ടങ്ങളിൽ അറിഞ്ഞിട്ട് വരും. ഏതാ സംഭാഷണം കൂടെ വരും, പ്രവൃത്തി കൂടെ വരും. വന്നോട്ടെ, പേടിക്കട്ടെ, കാരണം വന്നതല്ലേ ഉള്ളൂ. 10 ദിവസം ഇങ്ങനെ സംഭവിച്ച പിന്നെ നമുക്കെന്താ? അപ്പൊ നമ്മൾ ഇതിന് വിധേയപ്പെട്ട് കൊടുത്താൽ ഈ മാർഗം നമ്മളെ ആരാക്കി തീർക്കും. വിശുദ്ധരും അതിന് വിധേയപ്പെടണം. ഇവിടെ മെമ്പർഷിപ്പെടുത്തേണ്ട കാര്യമൊന്നുമില്ല. അങ്ങനെ വരുന്നവർക്ക് എന്താ കുഴപ്പം പറയാൻ അടുത്ത് സംസാരിക്കാം. വൈകി കല്യാണശാല വിരുന്നുകാരെ കൊണ്ട് നിറഞ്ഞു. പെന്തക്കോസ്തിൽ ശ്രദ്ധിച്ചോണം, ഉള്ളത് കാര്യം പറയുന്നത്. പെന്തക്കോസ്തിൽ നിറഞ്ഞു. കേരളത്തിൽ ചില വെല്ലുവിളിക്കുന്നുണ്ട്. ഞങ്ങൾ വിചാരിച്ചാൽ 7 MLA ജയിപ്പിക്കാത്തതാണ്. ഏതാ പെന്തക്കോസ്ത് എല്ലാം ഒറ്റക്കെട്ടാക്കി നിന്നാൽ പെന്തക്കോസ്തുകാരെ കേരളത്തിൽ 7 MLA കേരളത്തിൽ ഞങ്ങൾക്ക് തരാൻ സാധിക്കും. പക്ഷേ ഒന്നാമത്തെ കാര്യം പ്രശ്നം. കാരണം എന്താ? ഇതിനകത്ത് ഇതല്ലേ പാർട്ടികൾ തന്നെ. നമ്മുടെ രാജ്യം ഐക്യമല്ലല്ലോ. വിരുദ്ധശാലയോട് നിറയുന്ന ഈ ഗ്രൂപ്പ് ഒന്നും എല്ലാം സ്വർഗത്തിൽ പോകത്തില്ല കേട്ടോ. ഞായറാഴ്ച വെള്ളപ്പെട്ടിട്ടുള്ള അകത്ത പരിവർത്തനം ഉണ്ടാകാതെ പെന്തക്കോസ്തിന്റെ ബാക്ക്ഗ്രൗണ്ട് വന്നിട്ട് കാര്യമുണ്ട്. അതാണ് വിഷയം. വിരുന്നുകാരെ നോക്കുവാൻ രാജാവ് അകത്ത് വന്നപ്പോൾ കല്യാണ വസ്ത്രം ധരിക്കാത്ത ഒരു മനുഷ്യനെ അവിടെ കണ്ടു. ഇനി വേറൊരുത്തർ ഇപ്പൊ വന്നവരും ദുഷ്ടന്മാരും ഭാവികളും എല്ലാം ഉണ്ട്. അതിൽ കുറേശ്ശെ ശരിയാകും. ആ ശരിയാകുന്ന ഒരു കൂട്ടത്തിലുള്ള ജ്ഞാനത്തിലും ഉണ്ടാകും. നമ്മൾ വഴിത്തിരക്കെ നോക്കുന്നവരാ. നമ്മൾ പാരമ്പര്യ യഹൂദന്മാരല്ല. അത് ഓർത്തോണം. അപ്പൊ ആ ജാതിയുടെ ആരാധനയും വേർഷിപ്പും ഇതെല്ലാം ഉണ്ടാകും. ഞാൻ പറഞ്ഞില്ലേ, പണ്ട് നമ്മുടെ ഒരു സുവിശേഷകാരന് പണ്ട് ക്ലാസിക്കനായ ബെഞ്ചമിന്റെ കൂടെ ഒരു പുതിയ വേലക്കാരൻ 2 വർഷമായുള്ളൂ. അവരവിടെ സുവിശേഷം പഠിക്കാൻ പോയി. സുവിശേഷം ഈ പുള്ളി ചെല്ലുന്നിടത്തെല്ലാം ഹിന്ദുക്കളുടെ ദൈവങ്ങളെ പറ്റി കുറ്റം പറയുക. അത് മുമ്പിക്കുള്ളവനാ, മറ്റവനാ, മറിച്ചവനാ, എലിയാണ് പറഞ്ഞു. ഈ ബെഞ്ചമിൻ വിട്ടിപ്പോരുന്നേ. ഈ സുവിശേഷം പഠിക്കാൻ പോകുന്ന സുവിശേഷം അറിയിച്ചോ. തനിക്ക് ആത്മാവിൽ ബെഞ്ചമിനോട് പറയാം, തനിക്ക് ആത്മവൈരാഗ്യമില്ല. ആത്മാക്കളുള്ള ഇതിൽ പറഞ്ഞ് പുള്ളിയെ സാധിക്കാൻ ഈ ജൂനിയർ ഇവിടെ യേശു ക്രിസ്തു എന്റെ അകത്തോടുണ്ടാന്ന് പറഞ്ഞിട്ട് ഈ പുള്ളി ഭയങ്കര വൈരാഗ്യത്തിൽ സംസാരിക്കും. ഇങ്ങനെ ഒരു വീട്ടിൽ സംസാരിച്ചുകൊണ്ട് ഇങ്ങോട്ട് ഇറങ്ങി. പുള്ളി ഹിന്ദുസിൽ വന്നതാണ്. അതുകൊണ്ട് ഹിന്ദുസിൽ വന്നുകൊണ്ട് പുള്ളിക്ക് ഹിന്ദുക്കളെ കാണുമ്പോൾ ആ മുറി ഇറങ്ങുക, അത് ആത്മീയമുണ്ട്. അങ്ങനെ ഒരു വീട്ടിൽ നിന്ന് പുള്ളിക്കൊണ്ട് ഇറങ്ങുമ്പോൾ ഒരു പട്ടി, ഒരു നായ ഓടി കുറച്ചുകൊണ്ട് പുള്ളി കാലക്കഴിഞ്ഞ് പിടിച്ചു. പുള്ളി ഉടനെ ആരെക്കൊണ്ട് രക്ഷിക്കണമെന്ന് പറഞ്ഞു പുള്ളി. അപ്പൊ പുറത്ത് ക്രിസ്തുവിനെ പറഞ്ഞിട്ട് അകത്ത് ആരായിരിക്കുന്നത്? ഗോവിന്ദനെ വിട്ടിട്ടില്ല. അപ്പൊ ഇതുപോലെ പലരും പെന്തക്കോസ്ത് ഉണ്ടെങ്കിലും ഈ ഗോവിന്ദനെ വിട്ട് ജാതി പോകാൻ ആയിട്ടില്ല. കാരണം ആകണമെങ്കിൽ ഇതിങ്ങനെ പരിവർത്തനം ചെയ്തുകൊണ്ടിരിക്കണം. വെള്ളമാറ്റിയോണ്ട് മീശ പിടിച്ചുകൊണ്ടൊന്നും നമ്മൾ യഥാർത്ഥ വിശ്വാസിയാകത്തില്ല. വേലക്കാരെ ഓർത്തോണം. ഇവിടെ പറ്റുന്നത് നമ്മുടെ ഭാഷന്മാർ വേലക്കാരുടെ നിങ്ങളുടെ സിയോറാന്ന് പറഞ്ഞ് നമ്മൾ കൂട്ടുവിടും. ഇതൊന്നും ഗുണപ്പെടുത്തില്ല. ഇതെന്റെ പാർട്ടി, എന്നെ പോലുള്ള പാർട്ടികളെ വഴിത്തിറക്കെ പിടിച്ചോളന്നല്ലേ. ഇവിടുത്തെ വിശ്വാസവും ഉപദേശവും കൂട്ടായ്മയും രുചിച്ചു വരുന്നെങ്കിൽ മാത്രമേ നമുക്കിത് ഞങ്ങൾ കണ്ടതും കേട്ടതും രുചിച്ചതുമായ ജീവൻ. ഇത് വേലക്കാരും സംഘടന കൊണ്ടുതാണ്. ഞങ്ങൾ വേലക്കാരെ പറ്റി പറഞ്ഞു പോലും. ഇവർ പിന്നെ സംഘടന ഉണ്ടാക്കി മറ്റുള്ളവരെ ഇല്ലാതാക്കാൻ ശ്രമിക്കുക. ഞാനൊക്കെ തിരുവല്ലയിൽ അനുഭവിച്ചു. കൂട്ടം കൂടി നമ്മൾ അറ്റാക്ക് ചെയ്യാൻ പറ്റില്ല. പരിശുദ്ധാത്മാവ് നമ്മളൊക്കെ പിടിച്ചിരുന്നു. അവസാനം എല്ലാത്തിനും ന്യായം തിരിച്ചു. അത് ഓർത്തോളം നമ്മുടെ സുവിശേഷ വേലക്കാർ സംഘടനയിൽ നമുക്ക് ആവശ്യം. വേലക്കാരായ ഞങ്ങളും നിങ്ങളെ പോലെ വഴിത്തലയ്ക്ക് നിന്നവരും അതിനകത്ത് ഈ പറഞ്ഞ ബാക്കിയുള്ള ദുഷ്ടന്മാരും അനുഭവങ്ങളും ഇല്ലാത്തവരും എല്ലാം കയറി വരുന്നുണ്ട്. പിന്നെ ദൈവത്തമ്പരാൻ കഥ കാണിക്കുന്നുണ്ട്. ഞങ്ങളൊക്കെ തല കൈവച്ചെടുക്കും. പക്ഷെ വന്ന് രക്ഷപ്പെട്ടോളും, ഇല്ലെങ്കിൽ എന്ത് സംഭവിക്കും? അടുത്ത് വായിക്കും. സ്നേഹിത, നീ കല്യാണ വസ്ത്രമില്ലാതെ ഇവിടെ അകത്ത് വന്നത് ഇതിനകത്ത് വന്നപ്പോൾ, ഈ വിരുദ്ധശാല വന്നപ്പോൾ വേറൊരു മാന്യനെ ഇരിപ്പുണ്ട്. അതാ രസം. ഇവരെയൊക്കെ സൂക്ഷിക്കേണ്ടവരെയാണ്. കപടഭക്തിക്കാർ, സ്വയനീതിക്കാർ. ഈ ചില സഭകളൊക്കെ ഉണ്ടെന്ന് വിശ്വാസം ഇങ്ങനെ കിടന്ന് ചില സെന്റുകൾ ഇങ്ങനെ ചില വേലക്കാരിങ്ങനെ അട്ടിപ്പാറായി കിടന്ന് അവിടുത്തെ ഒരു മെയിൻ പുള്ളി, ചില ജയിലിൽ സ്ഥിരമായി ചെല്ലുന്നതുമായ ജയിലിലെ സൂപ്രണ്ടിനെ പോലെ അവിടുത്തെ മെയിൻ ആളായി മാറി എന്ന് പറഞ്ഞ പോലെ ഇവരെയൊക്കെയാണ് സഹിക്കാൻ കഴിയുന്നത്. ചില സഭകൾ, ചില വിശ്വാസം, ഞങ്ങൾ അവിടുത്തെ തൂണുകൾ എന്താ തൂണാണ്. സമയം വരുമ്പം പിന്തിരിഞ്ഞൊന്നും ബാക്കില്ല, നേരെ നിൽക്കാൻ സാധിക്കും. അപ്പൊ ഇവർക്ക് തോന്നലുണ്ട് ഞങ്ങൾക്ക് എന്തുവാകാം, മറ്റുള്ളവർക്കാകാൻ പാടില്ല, ഞങ്ങൾക്ക് എന്തുവാകാം. ഈ അഹന്തയുള്ള ഒരുത്തൻ ഈ കല്യാണശാലയിൽ എന്നൊരു നിയമമുണ്ട്. അവിടെ ഒരു ഓവർകോട്ട് വെച്ചിട്ടുണ്ട്, യൂണിഫോം പോലെയാണ്. ശ്രദ്ധിച്ചോണം.
യൂണിഫോം പോലെയാണ്. എടാ, ഒരു സ്കൂളിൽ ഒരു യൂണിഫോം ഏർപ്പെടുത്തിയായിരിക്കും അതിനനുസരിക്കേണ്ടത് ആവശ്യമില്ല. ഗ്രേഡ് കൊടുത്തതിന് ശേഷം പിന്നെ ഞങ്ങൾ ഇതേ ധരിക്കത്തുള്ളൂ എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും അർത്ഥം. അപ്പൊ അതിനെ മന്ത്രിമാരോട് സാധിച്ചിട്ടുണ്ടായിരിക്കും. കാരണം വോട്ട് കിട്ടണം. എടാ, ഒരു സ്കൂളിന്റെ സിലബസിൽ വെള്ളയും കാക്കിയാണ് അല്ലെങ്കിൽ വെള്ളം നീലയാണ് വെള്ളം ചോദ്യം അതിട്ടോട്ട് വരണം. അതിന് ഒപ്പിട്ട് കൊടുത്തതിന് ശേഷം പിന്നെ ഞങ്ങളുടെ മതമാണ് ഞങ്ങളുടെ രാഷ്ട്രീയമാണ് യാതൊരു അർത്ഥവും ഇല്ല. ഇവിടെ ഇതാ യൂണിഫോം ഉണ്ട്. എവിടെ? ഈ കല്യാണ സദ്യക്ക് വരുന്നവരെല്ലാം എന്ത് ചെയ്യണം? അവിടെ ഉടുപ്പ് വെച്ചിട്ടുണ്ട്, ഓവർകോട്ട്. കാരണം അവിടെ വലിപ്പം ചെറുപ്പം ഇല്ലാത്ത പാർട്ടികളായിരിക്കും, അല്ലെങ്കിൽ അവിടെ ഗ്രേഡൊന്നും ഇല്ല. ആ ഗ്രേഡ് അറിയിക്കാൻ വേണ്ടി യൂണിഫോം പണ്ടേ ഏർപ്പെടുത്തിയത് യേശുക്രിസ്തു കാലത്തെ ഉണ്ട്. എന്ത് ചെയ്തു? എല്ലാവരും അവിടെ വന്ന് കല്യാണ വസ്ത്രം ഓവർകോട്ട് ഇടുമ്പോൾ ഇവരുടെ ടെർമിനും പോളിസ്റ്ററും ഒന്നും തിരിച്ചറിയത്തില്ല. അങ്ങനെ എല്ലാവരും ഒരുപോലെ ആയിരിക്കണം. അപ്പോൾ ഒരുത്തം വിചാരിക്കും എനിക്ക് എന്റെ ആവശ്യമില്ല, ഈ പീറകളെ പോലെ എനിക്കാവേണ്ട ആവശ്യം, ഞാൻ ഇത് മാറ്റിനാണ്, പ്രമാണിയാണ്, അതുകൊണ്ട് എന്നെ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ഞാൻ എൻ്റെ ഈ പോപ്പിൾ ഷർട്ട്, സിൽക്ക് ജുബായ പോപ്പിൾ ഷർട്ട് ഇട്ടുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് അവരവരെ തൊടാനൊക്കെ തോന്നി. ചില സഭകൾ ഇങ്ങനെ ചില പുള്ളി ഇവരെ തൊട്ടാൽ ഉടനെ സെൻട്രലിലേക്ക് അറിയിച്ചല്ലെങ്കിൽ ഹെഡ്ക്വാർട്ടേഴ്സിൽ അറിയിച്ച് അവനെ മാറ്റം വരുമ്പോൾ തൽക്കാലം മാറ്റി ആ വേലക്കാരനെ സുരക്ഷിതമായിട്ട് അവർ നടന്നു. ഇവിടെ നിന്റെ ഗതി അതുപോലെയായിരിക്കും. അതുകൊണ്ട് വേണ്ടാത്തടത്ത് പോയി തലയിട്ടേക്ക് കേട്ടോ, വേണ്ടാത്തടത്തൊന്നും പോയി തലയിട്ട്. കാരണം ഇങ്ങനെ ചില പുള്ളികൾ സ്വയം സോക്കോൾഡ് ശ്രേഷ്ഠ വിശ്വാസികൾ ചില സെന്ററിൽ ചില ശ്രേഷ്ഠ വേലക്കാരൻ പുറത്തു പോകും. ഇവരെ ആർക്കും തൊടാൻ പറ്റില്ല. കാരണം അവിടെ സെക്യൂരിറ്റി ഉണ്ട്, ഹൈ സെക്യൂരിറ്റി അവിടെ വെച്ചിരിക്കുന്നത്. അപ്പോൾ ഈ പുള്ളിയെ തൊടാൻ ആർക്കും സാധ്യമല്ല. കല്യാണ വസ്ത്രം ഇല്ലാതെ വിരുദ്ധശാലയിൽ കയറി. അതിനുൾപ്പെടെ ബാക്കി വിരുന്നുകാരെ നോക്കുവാൻ രാജാവ് അകത്ത് വന്നപ്പോൾ കല്യാണ വസ്ത്രം ധരിക്കാതെ ഒരു മനുഷ്യനെ അവിടെ കണ്ടു. ബാക്കി എല്ലാവരും കല്യാണ വസ്ത്രം ധരിച്ചു. ഇവർ ഈ കോട്ടില്ലാതെ വന്നു. കാരണം അവരുടെ സ്വയം പ്രതാപത്തെ വെളിപ്പെടുത്താൻ ശ്രമിക്കും. ഇങ്ങനെ ആരും വിശ്വാസികൾ സഭയിലാകരുത്, വേലക്കാരുമാണ്. ഞാനൊരു സ്പെഷ്യൽ ക്വാളിറ്റി ആണ്, ഞാൻ ഈ സെന്ററിന്റെ സ്പെഷ്യൽ വേലക്കാരനാണ്, സ്പെഷ്യൽ വേലക്കാരത്തെയാണ്. അതിനുള്ള പരിശ്രമമൊക്കെ ചെയ്ത് ആ മറ്റൊരു പോക്കറ്റിലിട്ട് മുന്നോട്ട് പോയാൽ നിന്റെ ഗതി ആര്? യജമാനൻ വരുമ്പോൾ, രാജാവ് വരുമ്പോഴാണ്. സെക്യൂരിറ്റി ഒന്നും ചെയ്യാൻ. കാരണം സെക്യൂരിറ്റി കഴിഞ്ഞാൽ ഇപ്പൊ ഇവനെ തൊട്ടാൽ അവൻ അവിടെ ഇല്ലാതെ ഇളക്കി പറിച്ചു കളയും. അത്രയ്ക്ക് ബന്ധത്തിനാണ്, പിടിപാടുള്ളവരാണ്. കേന്ദ്രത്തിൽ പോലും പിടിപാടുള്ളവരാണ്. പക്ഷെ അതുകൊണ്ട് സെക്യൂരിറ്റി തിരിച്ചു. എന്താ നമുക്ക് കയറി സെക്യൂരിറ്റി തിരിച്ചു. ഇപ്പോൾ സാർ ജില്ലയോട് എന്താ പറഞ്ഞേ? വരണ്ടവൻ വരും, അവൻ വരുമ്പോൾ കാര്യം നടത്തിക്കോളും, ഞങ്ങളായിട്ട് വരുന്നില്ല. തൊട്ടാളുണ്ടെങ്കിൽ ഇല്ലാത്ത പ്രശ്നം ഉണ്ടാകും. അവൻ അതിന് ക്രെഡിറ്റ് ആയിട്ട് കയറി നമുക്ക് ഫസ്റ്റ് കസേരയിലുണ്ടെങ്കിൽ ഇരുന്നു. അതാ കല്യാണ വസ്ത്രം ഇല്ലാതെ എടുത്ത് കയറി ഇരുന്നു. സ്വയനീതിക്കാരൻ. നമ്മുടെ സ്വയനീതിയും സ്വന്തം ശക്തിയെ വെളിപ്പെടുത്താനും സ്വന്തം പേര് വെളിപ്പെടുത്താനും എല്ലാവരും താൻ മുൻപിൽ കാണണം. ശുശ്രൂഷയിലൊക്കെ അങ്ങനെയല്ലേ സ്വയം മുൻപിൽ വരാൻ ആഗ്രഹിക്കും. നമുക്ക് അപകടമാണ്. വിശ്വാസികൾ മുമ്പിൽ പോകരുത്. മുമ്പന്മാർ പലരും പിമ്പന്മാർ പലരും മുമ്പന്മാർ. വായിച്ചു രാജാവ് വന്ന് ഒരൊറ്റ നോട്ടം. രാജാവിന് ഒരുപാട് നോക്കണ്ടാവില്ല, 7 കണ്ണുള്ളവരാണ്. അവൻ ഒറ്റ നോട്ടത്തിൽ ആരും പിടികിട്ടി. അല്ലെങ്കിൽ അറിയാം, എല്ലാവരും ഒരേ ഫോമിലിരിക്കുമ്പോൾ ഇതും സെപ്പറേറ്റ് ആയിട്ടിരിക്കുമ്പോൾ പിടിച്ചു. ആരാ ഇവൻ? വെറുതെക്കാരനൊന്നും അല്ല. വായിച്ചു സ്നേഹിതനാ, അയലോക്കാരനോ പുറത്തേക്കാരനോ അല്ല. സ്നേഹിതൻ. ഈ രാജാവിന് ഗുണമുണ്ട്. എന്താ? ഇവിടെ വേർകൃത്യമില്ല. രാജാവിന് വലിപ്പച്ചെറുപ്പമില്ല. രാജാവ് പ്രമാണങ്ങളുടെ സത്യങ്ങളും അനുസരിക്കുന്ന അല്ലെങ്കിൽ മുമ്പോട്ട് പോകേണ്ടവരാണ്. അവിടെ വലിയവരും ചെറിയവരും ഇല്ല. ദൈവരാജ്യത്തിൽ ആണെന്നോ പെട്ടെന്നോ യഹൂദനത്തോ എവരത്തോ ഇല്ലാത്തൊരു രാജ്യമാണ്. അതോർത്തോ. അപ്പോൾ എന്ത് ചെയ്തു? വായിച്ചു സ്നേഹിത, നീ കല്യാണ വസ്ത്രമില്ലാതെ ഇവിടെ അകത്ത് വന്നത് എങ്ങനെയെന്ന് ചോദിച്ചു. എന്നാൽ അവർ വാക്ക് മുട്ടിപ്പോയി. അത് ഞാൻ ഫ്രണ്ട് റോഡിൽ കൂടെ വന്നു. ഫ്രണ്ട് ഡോറിൽ കൂടെ വന്നു. അതിന്റെ അർത്ഥം നീ എങ്ങനെ വന്നു ചോദിച്ചാൽ ഞാൻ ഈ ഡോറിൽ കൂടെ വന്നോ? അല്ല. നിനക്ക് എങ്ങനെ ഇത്രയും വലിയ നിയമങ്ങളും പ്രമാണങ്ങളും സത്യമുള്ള ഈ മാർഗത്തിൽ നീ എങ്ങനെ ഈ വേഷം അല്ലെങ്കിൽ ഇത് ഇങ്ങനത്തോളം വന്നു? കാരണം മുമ്പിരുന്ന് ശുശ്രൂഷകരോ അല്ലെങ്കിൽ സെക്യൂരിറ്റിക്ക് മുന്നാണ് മുന്നേറൊക്കെ തലയെടുക്കും. അതുകൊണ്ട് അവർ കിട്ടിയില്ല. വരുവാനുള്ളവർ വരും. അപ്പം നടന്നു. ഒരു ചോദ്യം വായിച്ചേ. ചോദ്യം ചോദിച്ചിട്ട് പിന്നെ മറുപടി ഇല്ല. കാരണം മറുപടിയിലുണ്ടോ? എല്ലാവരും മുമ്പിൽ പിടിക്കപ്പെട്ടു. സ്വയവസ്ത്രം സ്വയനീതിയുള്ളവനായി കണ്ടു. അവനാണ് ഈ തട്ട്. ഞങ്ങളൊക്കെ ശരിയായ സൂചന പറയുമ്പോൾ ഈ സ്വയനീതിയെ ധരിച്ചിരിക്കുന്ന സ്പെഷ്യൽ വസ്ത്രം ധരിച്ച് വേലക്കാരൻ വിശ്വാസം ബുദ്ധിമുട്ടുണ്ടാകുന്നതിന് കാരണം ഇതാണ്. മനസ്സിലായോ? അല്ല, ഞങ്ങളുടെ ഉപദേശം കൊണ്ട് ആർക്കെന്നാ അറിയാം. ഇപ്പൊ ഞാനൊരു പറഞ്ഞ ഉപദേശം കൊണ്ട് യേശുക്രിസ്തുവിനല്ല, അല്ല എന്റെ കുടുംബത്തെ പറ്റിയല്ലോ പറയും. അപ്പൊ അതിഷ്ടപ്പെടാത്ത വേലക്കാരൻ വിശ്വാസിക്കാരൻ ഈ പറഞ്ഞ പോലെ സ്പെഷ്യൽ ക്വാളിറ്റി ആയിട്ട് സ്വയം വളർന്നു വരുന്ന വേലക്കാരൻ വിശ്വാസിക്കും ഈ ഉപദേശത്തിന് ബുദ്ധിമുട്ടാണ്. അപ്പൊ അവർ പറയാൻ കിടന്ന്
പക്ഷെ നോക്കേണ്ടവൻ നോക്കിക്കഴിയുമ്പോൾ പിടിവീഴും. വായിച്ചു. എന്നാൽ അവൻ വാക്ക് മുട്ടിപ്പോയി രാജാവ് ശുശ്രൂഷക്കാരോട്, മറ്റുള്ളവന്റെ എല്ലാം വായെടുപ്പിച്ചവനാണ്. ഞാൻ വേപ്പാട് തിരിക്കും ഒരു സൂർ അച്ചാൻ എന്നൊരു അച്ചാനുണ്ട്, ഒരു ഓർത്തഡോക്സുകാരനാണ്. പുള്ളിയുടെ സ്വറ പറയുന്നത് ഇങ്ങനെ ചില സാമ്പത്തികമായിട്ട് ഇച്ചിരി കൃഷിയൊക്കെ ഉള്ള പ്രമാണിയാണ്. പുള്ളിയുടെ പെങ്ങള് നമ്മുടെ വിശ്വാസവും അത് പുള്ളി സഹിച്ചില്ല. അപ്പൊ സ്വറ പറയുന്ന പുള്ളിയാണ്, ഭയങ്കര വാചകമാണ്. അപ്പൊ ഈ പെങ്ങള് നമ്മുടെ കൂടെ വന്നതാണ് പുള്ളിക്ക് ഏറ്റവും സഹിക്കാൻ കഴിയുന്നത്. ഞാനൊരു ദിവസം പെയ്ത്തോന്നിൽ വെള്ളം അടിച്ചുകൊണ്ടിരിക്കുക, ഞാൻ കൂടെ ചേർന്ന് ബ്രഷ് എടുത്തിങ്ങനെ, ഞാനൊരു വിശ്വാസികൾ നമ്മുടെ ഒരു പെയ്ത്തോനും വെള്ളം ബ്രഷ് അടിച്ചുകൊണ്ടിരിക്കുക. ഈ പുള്ളി തന്റെ പറമ്പിൽ നിന്നുകൊണ്ടിരിക്കുക, ഉപദേശിയേ വെള്ളയടിക്കുക അല്ലേ, കള്ളുഷാപ്പിന്റെ ബോർഡിന്റെ കളർ വെള്ളയാണ്. വേറൊന്നും പറയാനോ വിളിക്കോ, കള്ളുഷാപ്പിന്റെ ബോർഡിന്റെ കളർ വെള്ളയാണ്. ഞാൻ ഒരു സാത്താൻ താരം വിളിച്ചതിന്റെ വേഷം ധരിക്കുന്ന വെച്ചാൽ കേട്ടില്ല, പിന്നെ വീട്ടിൽ പോയി. അപ്പൊ നമ്മളവിടെ പണിയാൻ നേരത്തെ പുള്ളി എന്ത് ചെയ്തു പറയാം, മതിലിങ്ങനെ 90 ഡിഗ്രിയിൽ വെച്ച് അവർ വണ്ടി പോകത്തില്ല. നമുക്ക് ലോഡ് കിട്ടണം വിശ്വാസം. ഞാൻ പറഞ്ഞ ചായ ഒരു കാര്യം ചെയ്യും, ഞങ്ങളുടെ ആ കോളം പൊട്ടിച്ചിട്ട് ഞങ്ങൾ പിന്നെ അതുപോലെ പണിത് തന്നേക്കാം എന്ന് പറഞ്ഞു. പുള്ളി തിരിച്ചിട്ട് പറയും, ഇത് കണക്കൂട്ടിയാണ് ഞാനിവിടെ പണിതത്, നിങ്ങൾക്കിട്ട് പണിതിട്ട് വേണ്ടി തന്നെ പണിതാണ്, ഇവിടെ ഒറ്റ വണ്ടി കഴിയുന്നത്. എന്തോ ചെയ്യാനാണ്? ഒരു ലോഡ് മെറ്റിൽ വന്ന വഴിയിൽ ഇറക്കിയിട്ട് നമ്മുടെ വിശ്വാസിക സഹോദരന്മാരോട് ചുമന്ന് സന്തോഷത്തോട് ചുമന്ന് എനിക്ക് നെഞ്ചിന് വേറെ വന്നു. കർത്താവെ ആ മനുഷ്യൻ സമ്മതിച്ചിട്ടുണ്ട്. ഇപ്പുറത്ത് വേറൊരു യാത്രക്കാരൻ്റെ ഒരു കുട്ടിത്തെങ്ങ് അതിലേ വെച്ചിരിക്കും, നല്ല കാഴ്ച കിടക്കുക. അപ്പം അതിനു മുമ്പ് 2 ദിവസം മുമ്പ് ഈ അമ്മ നല്ലൊരു അമ്മയാണ്, അപ്പുറത്തെ അമ്മ ഒരു നല്ല കൊന്നത്തെങ്കിലും വളർന്നിരിക്കുക, കൊന്നത്തെങ്ങ് ഒരൊറ്റ കായില്ല. അപ്പൊ ഞാൻ ചോദിച്ചത് ഇത്രയും നല്ലൊരു തെങ്ങിന് കായില്ലല്ലോ. എന്റെ ഭാഷ പലപ്പോഴും വെട്ടിക്കളയാൻ അച്ഛൻ പറഞ്ഞിട്ട് ഞാൻ നിർത്തിയിരിക്കുക, ബൈബിളില്ലയോ ഇതെങ്കിലും പറക്കാൻ. അപ്പൊ ഞാൻ പോയി അത് കൈവച്ച് പ്രാർത്ഥിച്ചു. ഞാൻ പിന്നെ കായ്ക്കുമെന്ന് പറഞ്ഞു. ഈ കൊന്നത്തെങ്ങ് കായ്ക്കാൻ തുടങ്ങി, കായ്ക്കാൻ തുടങ്ങിയല്ല, പ്രാർത്ഥിച്ചിട്ട് പോകും. അടുത്ത ദിവസമാണ് ഈ സംഭവം. ഈ തൈത്തെങ്ങ് നല്ല തേങ്ങായ ഉണ്ട്, ഇങ്ങനെ മധുര മാറ്റത്തില്ല, ഇതുപോലെ പണിത് വെച്ചിരിക്കുന്നുണ്ട്, ഇതുപോലെ കുറെ പണിതിരിക്കും. ഞാനൊരു ദിവസം ഈ മെറ്റിലെല്ലാം ചുമന്നപ്പോൾ ആ രാത്രി ഞാൻ വിസിറ്റ് ചെയ്തു. എന്റെ മനസ്സ് ക്ഷീണിച്ചിട്ട് ശരിയോ തെറ്റോ ഈ തൈത്തങ്ങ അവിടെ കൈവച്ചിട്ട് ഞാൻ എന്റെ കർത്താവേ, ആ ഓർത്തഡോക്സുകാരൻ അത് പൊളിക്കത്തില്ല, ഈ യാക്കോബക്കാരൻ ഈ തെങ്ങ പ്രാർത്ഥിക്കുന്നത് തെറ്റാന്ന് എനിക്കറിയാം, എങ്കിലും നിനക്കൊരു അത്ഭുതം വെച്ച് ഞാൻ കഴിഞ്ഞ അത്ഭുത മന്ത്രിയാണ്. ഈ തൈത്തങ്ങ ഇവിടെ നിന്ന് മാറ്റി ഈ തേങ്ങിന്റെ ഫലം പിന്നെ ഇരട്ടി അപ്പുറത്തിന് കൊടുത്തരാ, കായ്ക്കാതിന് കൊടുത്തേക്കാം. പ്രാർത്ഥിച്ചോ. ഒരാഴ്ചക്കകം ആ തൈത്തങ്ങിന്റെ മണ്ട താഴോട്ട് പോയി, മറ്റത് പൂവിട്ട് കായ്ക്കാൻ തുടങ്ങി. അപ്പൊ ഞാൻ ചോദിച്ചു അവിടെ പോയി നിന്നിങ്ങനെ. അപ്പൊ ഈ അമ്മ പറയാം, അത് സാരമില്ല, ഞങ്ങളെ തെങ്ങ് കായ്ക്കാൻ തുടങ്ങി. അപ്പൊ എന്റെ വിശ്വാസതയും മാറ്റി നടന്നു. ഞങ്ങൾ വണ്ടി കയറ്റി സാധനങ്ങളെല്ലാം തീർന്നില്ല. അപ്പൊ ഈ സോറച്ചായത്തിനെ കുറിച്ച് 2 ആഴ്ച കാണുന്നില്ല. 2 ആഴ്ച കഴിഞ്ഞപ്പോൾ അച്ചായൻ താടിയൊക്കെ വളർത്തി. ഈ സോറെന്ന് പറയുമ്പോൾ അറിയാം, മേപ്പളക്കാരി ആരും കേൾക്കുന്നവർക്കറിയാം. 2 ആഴ്ച കഴിഞ്ഞ് നിങ്ങളോട് പണിയെടുക്കുന്ന സമയത്ത് ഈ അച്ചായനെ വരുന്നുണ്ട്, പതുക്കെ പെയ്ത്തുകൊണ്ട് അകത്തേക്ക് കയറി വരിക. ഇപ്പൊ എന്തോ തട്ടുകളുണ്ടായെന്ന് എനിക്കറിയാം, കാരണം താടിയെല്ലാം വളർത്തിച്ച് ക്ഷീണിച്ചിട്ടുണ്ട്. അപ്പൊ ഞാൻ അറിയാത്ത രീതി തിരിഞ്ഞങ്ങ് നിന്നു, പണിക്കാരോട് തിരിഞ്ഞങ്ങ് നിന്നു. പുള്ളി ഒന്ന് എന്റെ തോളത്ത്, ഉപദേശിയെ സ്വോത്രം, ഞാനൊരു സ്വോത്രം. ഞാൻ എന്ത് പറ്റിച്ചാൽ എന്തോ പറയാൻ, അന്ന് ഉപദേശിച്ച് പൊളിക്കാൻ പറഞ്ഞ് ഞാൻ പൊളിച്ചില്ല. ആൾക്കാരും പറഞ്ഞിട്ട് പോയി. പെട്ടെന്ന് എനിക്ക് അറ്റാക്ക് വന്നു. ഞാൻ പുഷ്പഗിരി കയറി, എന്റെ 17,000 രൂപ പോയത്. ഇത് പറഞ്ഞാൽ 1000 രൂപയുടെ പണിയില്ല, നിങ്ങളുടെ ആ മൂലയല്ല മൊത്തം പൊളിച്ചോളാം, മൊത്തം പൊളിച്ചോളാം. ഞാൻ പറഞ്ഞു ഇപ്പം ആ തെങ്ങ് പോയതുകൊണ്ടിങ്ങനെ അവർ സമ്മതിച്ചിരിക്കാം. അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള ചില ആളുകൾ നമ്മുടെ സഭകളിലുണ്ട്. എന്താ, തങ്ങളുടെ പടത്തെ വെളിപ്പെടുത്താനും ധരിക്കാൻ. പക്ഷെ നോക്കട്ടവൻ നോക്കിയപ്പോൾ പിടി വീണാൽ പിന്നെ രക്ഷയില്ല കേട്ടോ. പിടിക്കേണ്ടവൻ പിടിച്ചാൽ പിന്നെ അവന്റെ അടുത്ത ഇളക്കേണ്ട ദൈവം കൊടുത്തു. വായിച്ചു. എന്നാൽ അവൻ വാക്ക് മുട്ടിപ്പോയി രാജാവ് ശുശ്രൂഷക്കാരോട്, ഇവനെ കൈയും കാലും കെട്ടി ഏറ്റവും പുറത്തുള്ള ഇരുട്ടിൽ. അതെനിക്ക് മനസ്സിലാകുന്നില്ല. ഞാൻ അന്നൊക്കെ ആദ്യം ബൈബിൾ വായിക്കുകയാണ്, ഇവനെ ഇരുട്ടിലേക്കല്ലേ ഇടുന്നേ.
പിന്നെ ഇതിന് കൈകാലം കിട്ടുന്നത്. ഞാൻ കർത്താവിനോട് ചോദിച്ചു, കർത്താവ് ഏതായാലും ഇവര് ഇരുട്ടിലേക്ക് കൊണ്ട് ഏറ്റവും പുറത്തോടെ ഇരുട്ടാണ്, ഇവരുടെ കൈകളും കാലം കിട്ടിയെന്താ പ്രശ്നം? അപ്പോഴാണ് ഒരു പ്രാസംഗികൻ, എനിക്ക് തോന്നുന്നത് രാജു പൂവക്കാലെയാണെന്ന് തോന്നുന്നു, അടുത്ത സമയത്ത് പുള്ളിയുടെ ഒരു പ്രസംഗം കേൾക്കാനുണ്ട്. അപ്പൊ അദ്ദേഹം പറഞ്ഞത്, ഇവർ കുറഞ്ഞ പുള്ളിയല്ല, ഇവിടെ ഇത്രയും ദൈവത്തിന്റെ രാജ്യത്തിൽ ഈ വിരുദ്ധശാലത്തിലെ അഭ്യാസം കാണിച്ചെങ്കിൽ ഈ ഇവനെ പുറകെ ഇരുട്ടത്തിൽ കണ്ടില്ലേ, അവിടെ ചെന്നാൽ ഇവനുകൊണ്ട് രാജാവാണ്, അവർക്ക് പണിയാകും. അതുകൊണ്ടാണ് തമ്പുരാൻ ഇവരുടെ കൈകാലം കെട്ടിയോണ്ടിരിക്കുന്നത്. ഇതുപോലെയാണ് ചില കുടികൾ സ്വയം വലുതാകാനും സ്വയം വെളിപ്പെടുത്താനും പോകുന്നവന്റെ കൈയും കാലം കെട്ടി മറ്റവരൊക്കെ ചുമ്മാ ഇടുമ്പോൾ അവന്റെ കൈയും കാലം കെട്ടി വേണം വിടാൻ. കാരണം അവൻ അവിടെ ചെന്നാലും ആളാണ്, എവിടെ ചെന്നാലും ആളാണ്. ചില കുടികളുണ്ട് രാഷ്ട്രീയ സ്പിരിറ്റിലെല്ലാം കയറി പണിസ്ഥലത്ത് വന്നാലും അവിടെയും മറ്റുള്ളവർ മേൽക്കോയി നടത്താൻ കുറെ കഴിയുമ്പോൾ ഇതുപോലെ കൈയും കാലം കിട്ടും. അതുകൊണ്ട് വരാ സൂക്ഷിച്ചോണം. കൈയും കാലം കെട്ടി എന്ത് ചെയ്യണം? വച്ച് ഏറ്റവും പുറത്തുള്ള ഇവനെ കൈയും കാലും കെട്ടി ഏറ്റവും പുറത്തുള്ള ഇരുട്ടിൽ തള്ളിക്കളവിൻ, അവിടെ കരച്ചിലും പല്ലുകടിയും ഉണ്ടാകും എന്ന് പറഞ്ഞു. ഇത് ആക്ച്വലി അങ്ങനെ ഒരു ഇരുട്ടല്ല. ശരിയായ വചനം നടത്തിക്കും വരുമ്പോൾ ഈ പറഞ്ഞ പ്രമാണിമാർ മുന്നിൽ നിന്ന പാർട്ടികൾക്കെല്ലാം കരച്ചിലും വിലാപങ്ങളും ഉണ്ടാകും. കാരണം ഇതുവരെ അവർ ഷൈൻ ചെയ്ത് മുമ്പിൽ നിന്നെങ്കിൽ നോക്കണ്ടോ നോക്കി പിടിച്ചു കഴിഞ്ഞപ്പോൾ അവരെ സഭയുടെ ഒരു ഭാഗത്ത് സഭായം കഴിഞ്ഞാലും വചനം കേട്ടുകൊണ്ട് സന്തോഷം തരത്തില്ല. ഞാൻ പണ്ടാരോട് പറഞ്ഞ പോലെ ഒടുക്കിച്ചു ഭാഷ പറഞ്ഞ പോലെ ഏതാ, ചില വചനം കേട്ട് ചിലരെ ഇളകി പോകുന്നുണ്ടാൽ ഈ പന്തിക്ക് വെടികൊണ്ട് പോയത് പോലെയാണ്, ഭയങ്കര അസ്വസ്ഥരായി പോകുന്നത്. കാരണം വചനം അവർ ഗ്രഹിക്കാൻ കഴിയുന്നില്ല, അവരുടെ അടിസ്ഥാനം ഇളക്കിക്കളയും. അതാ വിഷയം, അല്ലാതെ വചനത്തിന് കുഴപ്പമില്ല. അവർ കേട്ട് കഴിയുമ്പോൾ പന്തിക്ക് വെടിയിട്ട് കാറിക്കൊണ്ട് പോകുന്ന പോലെ പോകുന്നതിന്റെ കാരണം അത് വേറെക്കാരാണ് ശരി വിശ്വാസമായി. ഇനി അടുത്തതായി വിളിക്കപ്പെട്ടവരോ അനേകർ, തിരഞ്ഞെടുക്കപ്പെട്ടവരോ ചുരുക്കം. ദൈവരാജ്യം പെന്തിക്കോസ് സമൂഹം എന്ന് പറഞ്ഞാൽ എല്ലാവരെയും വിളിച്ചോണ്ട് വരുന്നുണ്ട്, പക്ഷെ അവിടുത്തെ തെരഞ്ഞെടുപ്പുണ്ട് കേട്ടോ. ആ തെരഞ്ഞെടുപ്പിലാണ് യഥാർത്ഥ വിശ്വാസി വേലക്കാരനെന്ന് അറിയുന്നത്. അതുകൊണ്ടാണ് കർത്താവ് പലയിടത്ത് വരെ കിട്ടുമ്പോൾ പറഞ്ഞിട്ടുണ്ട്. അതാണ് വായിച്ച് തെരഞ്ഞെടുപ്പിട്ടോ ചുരുക്കം. അടുത്തത് ഇത്രയുള്ളൂ. ഇനി അതിനോട് ചേർത്ത് രണ്ട് ഉപമകൾ നമ്മൾ പഠിക്കുമ്പോൾ അതിന്റെ വിശദമാണ്. എന്താ ദൈവരാജ്യം? 13-ാം അധ്യായത്തിൽ ദൈവരാജ്യത്തിന്റെ ഉപമകളെ കുറിച്ച് പറയുന്നത് രണ്ട് ഉപമകൾ നമുക്ക് എടുക്കാം. അതുകൊണ്ട് ഇതും 3 ഉപമയാണ്. അതിലൊന്ന് ദൈവരാജ്യം വിത്ത് എറിയുന്നത്. അത് പാറസ്ഥലത്ത് ഉള്ളിനിടയിൽ വഴിയരികിൽ വീണതെല്ലാം കുറെ കഴിഞ്ഞ് പോയി. അപ്പം ഈ സുവിശേഷം കേൾക്കുന്നവർ 4 വിധമായ ആളുകൾ. എല്ലാവരും മനസ്സിലാക്കണമെന്നില്ല. അത് 3 ഗ്രൂപ്പ് അപ്പോഴേ പോവുക, കാലഘട്ടങ്ങൾ അത് നഷ്ടപ്പെട്ടു. പക്ഷെ ഒരു ഗ്രൂപ്പ് ശരിയായ ഒന്ന് വചനം കേട്ട് രക്ഷിക്കപ്പെടുന്നുണ്ടെങ്കിൽ തന്നെ 30, 60, 100. അതായത് പുതിയ ഭൂമി, പുതിയ ആകാശം, പുതിയ സിനിമ. അവിടെ വായിക്കുമ്പോൾ ഈ ദൈവരാജ്യത്തിൽ വളരുന്നതോടൊപ്പം തന്നെ കളയും വളരുന്നു. ഇപ്പൊ സഭയിൽ അതുകൊണ്ട് വിളയുമുണ്ട്, കളയുമുണ്ട്. വിള ഏതാ കള ഏതാ തിരിച്ചറിയത്തില്ല. കാരണം കളകള് തന്നെ വിളയെ പോലെ കപടഭക്തി കൊണ്ട് നടക്കുന്ന കപടവിശ്വാസികൾ ബലക്കാർ നമ്മുടെ ഇടയിലുണ്ട്. അവരെ പെട്ടെന്ന് അവരെ അബ്സലോമിനെ പോലെ കൂടുതൽ സ്നേഹം കാണിക്കും, കൂടുതൽ ആനുകൂല്യങ്ങൾ കൊടുക്കും, കൂടുതൽ അങ്ങോട്ട് ഇടകിച്ചേരും. പക്ഷേ അവരായിരിക്കും അബ്സലോമിന്റെ ആത്മാവായി. ഇങ്ങനെ അറിയാം. 1 ശമൂവേൽ 15-ാം അധ്യായത്തിൽ വായിക്കുമ്പോൾ ദാവീദ് രാജാവ് ദൈവത്തിന്റെ പ്ലാൻ പ്രകാരം അവിടെ ഇരിക്കുമ്പോൾ അബ്സലോമിന് ഒരു ആത്മാവ് കയറിയപ്പോൾ വഴിയെ നിന്നുകൊണ്ട് വരുന്നവരെല്ലാം കെട്ടിപ്പിടിച്ച് ഭയങ്കര സ്നേഹം കാണിച്ചു. കാരണം രാജാവിന്റെ പോലല്ലേ. അങ്ങനെ കാണിക്കുമ്പോൾ അവർ എന്തോ നല്ല താഴ്മയുള്ളവർ, എന്തോ സ്നേഹമുള്ളവരാണ്. പക്ഷെ അവരുടെ ദേശം എന്താ? അവന് അപ്പന്റെ സിംഹാസനത്തിൽ കയറിയിരിക്കണം. അതിന് നേരെ കിട്ടത്തില്ല. കാരണം അവൻ ചെയ്ത അക്രമങ്ങൾ കൊണ്ട് അവന് മുന്നോട്ട് വരാൻ സാധിക്കാത്തതുകൊണ്ട് ഇങ്ങനെ വ്യാജം കാണിച്ച് ഭയങ്കര സ്നേഹം കാണിച്ച് അവൻ വരികയും ചെയ്തു. പക്ഷെ കുറെ കഴിഞ്ഞപ്പോൾ ആകാശത്തിൽ ഭൂമിക്ക് മധ്യ തോന്നി. ഇത് തിരിച്ചറിയണം. ഈ കാലത്ത് സ്നേഹവും പ്രാദേശിക കാര്യങ്ങളും ഞാൻ മുൻകൂട്ടി പ്രാർത്ഥിക്കും, രാത്രി പ്രാർത്ഥിക്കുന്നുണ്ട്, പകൽ ഇങ്ങനെയുള്ള വേറെക്കാരെ വിശ്വാസം തിരിച്ചറിയണം. ഇല്ലെങ്കിൽ നിങ്ങൾ കളിപ്പിക്കപ്പെടും. അത് ഏത് ഗ്രൂപ്പിൽപ്പെട്ടവരായിട്ടാണ്. പെന്തിക്കോസ് ലോകത്തിലുള്ളവരെ തിരിച്ചറിയണം. അത് അപകടമാണ്. അവരാണ് ഒരുപാട് സ്നേഹം ഒലിപ്പിച്ച് കാണിക്കുന്നത്. ചോക്ലേറ്റിന്റെ പിള്ളേരും സലൈവ പിടിപ്പിക്കുന്ന പോലെ ഭയങ്കര ഡയലോഗ് പറയും. അത് സൂക്ഷിക്കണം. അതുകൊണ്ടാണ് വിളയും കിളയും തിരിച്ചറിയുന്നൊരു സമയം. അവിടെ യജമാനൻ പറഞ്ഞത് ഇപ്പൊ കള പറിക്കണ്ട. അപ്പൊ സഭയിൽ കളയുണ്ട്, വിളയുണ്ട് കേട്ടോ, കുടുംബങ്ങളിലാണ്. അപ്പൊ ഇത് കളയേതാ വിളയേതാന്ന് ഇപ്പോഴല്ല അറിയേണ്ടത്. അത് ലോകാവസാനത്തോളം വരും. കൊയ്ത്തോളം വളരട്ടെ. വായിച്ച് ആ വാക്യം വായിച്ചു. കൊയ്ത്തോളം വളരട്ടെ. 13-ന്റെ 29.
അതിനവൻ ഇല്ല, പക്ഷെ കളം പറിക്കുമ്പോൾ ഗോതമ്പ് കൂടെ പിടിതു പോകും. ചില സമയത്ത് കളയെ ശിക്ഷിക്കാൻ പോകുന്ന കൂട്ടത്തിൽ കളയോടുകൂടി വിളയും. അതുകൊണ്ട് ഇപ്പോൾ ആരെയും ശിക്ഷിക്കണ്ട, അത് വളർന്നുകൊണ്ട് ആയത് പണ്ടത്തെ പോലെ ഇപ്പൊ നിയമം സ്ട്രിക്റ്റ് അല്ലാത്തത്. ഒന്നിനെ സ്ട്രിക്റ്റ് ആക്കുന്നതിലും മറ്റൊന്നിനും കേടുവരും. അത് വളർന്നോട്ടെ, വളർന്ന് ഞങ്ങളുടെ നാട്ടിലേക്കോട്ട് നെല്ല് വളർന്നു കൊടുത്തിട്ട് കവടയും വളരും. രണ്ടും കണ്ടാൽ ഒരുപാട് തോന്നും. പക്ഷെ ഈ കവട ഇട്ട് നേടി കയറും. അവസാനം നെല്ല് താഴോട്ട് പിടിക്കും. നെല്ല് വിളയുമ്പോൾ നെല്ല് താഴോട്ട് പിടിക്കുമ്പോൾ ഈ കവട ഇങ്ങനെ പൊക്കി നേരോട്ട് ചെയ്യും. 4 അടി 5 അടി കാട്ടിലും ചിലപ്പോൾ 3 അടി വരെ. ആ സമയത്ത് മനുഷ്യർ കരുവെക്കുക. ഇതുപോലെ ശരിയായ രീതിയിൽ വളരാത്ത വിശ്വാസികളും വേലക്കാരും കളയായി മാറുകയാണ്. അപ്പൊ കള പറിക്കുന്നവരായിത്തീരും. എന്നാൽ ഇവിടെ ഒരു ഡയലോഗ് കേട്ട കർഷകനല്ലേ കള പറിക്കുന്ന കേട്ടത് ആരോ പറഞ്ഞാണ്. കർഷകനല്ലേ മാഡം കള പറിക്കാൻ ഇറങ്ങിയാന്ന് പറഞ്ഞു. എവിടെയോ ഒരു ഡയലോഗ് കേട്ടത് കേട്ടോ. അപ്പൊ ഞാൻ ഓർത്തു, നമ്മുടെ അവസാനം കള പറിക്കുന്ന ഒരു സമയത്തുണ്ട്. ഇപ്പൊ കളയുടെ കൂട്ടത്തിലാരും പോകരുത്. വിളയെടുത്തിയും താഴ്ന്നുള്ളതായി കുടിച്ചു കിടക്കും. നെൽമണി വിളയത്തോട് കുനിയുമ്പോൾ അതിന്റെ കച്ചികൾ കഴിഞ്ഞു വരുമ്പോൾ കവളയ്ക്കുന്ന തലവർത്തിക്കോ ഞാനാണ് ഈ സമയം കേൾപ്പൻ വിശ്വാസം വിട്ട് ഞാനാണ് വലിയ ആള്. പക്ഷെ നിന്റെ കഥ തീരാൻ പോവാ. അപ്പൊ എന്ത് ചെയ്യും? യജമാനൻ വന്ന് രണ്ടും കൂടെ കൊയ്ത്തോളം വളരട്ടെ. കൊയ്ത്ത് കാലത്ത് ഞാൻ കൊയ്യുന്നവരോട് മുമ്പേ കള പറിച്ചു കൂട്ടി ചുട്ട് കളയേണ്ടതിന്. നമ്മുടെ സമയം പല പ്രാവശ്യം വരെ കളപറിച്ച് എനിക്കറിയാം. 1962 പാസ്റ്റർ ആർവിന്റെ കാലത്തിൽ ഒരു കളപറി ഉണ്ടായി. എത്ര വേലക്കാരും വിശ്വാസം ഔട്ടായിപ്പോയി. അതോടെ പെന്തിക്കോസ്തിന്റെ തീർന്നാണ് വിചാരിച്ചത്. ഇനി 84 സി പ്രസിഡന്റ് വന്നപ്പോൾ മറ്റൊരു കളപറി തുടങ്ങി. അമേരിക്കയിൽ 57 വേലക്കാരും, അത് നല്ല സായിപ്പന്മാർ, കണ്ടാൽ നല്ല കൊതിക്കുന്ന കളറും നിറവും ഉള്ളതായ സായിപ്പ് മതാന്മാർ 57 വേലക്കാരാണ് ആ കളപറിയിൽ വിളിച്ചത്. അമേരിക്കയിൽ തന്നെ കാശ്മീർ മുതൽ കന്യാകുമാരി വരെ ഒരു കളപറി. പല പാർഷന്മാരും കുട്ടിപ്പാർഷന്മാരും മദർമാരും ഒക്കെ പടപടപടാന്ന് മരിച്ചുകൊണ്ടിരിക്കും. ചെറിയ വേല വിട്ടുപോയി ഒരു കളപറിയാണ്. അതവരെ അടക്കിയതൊക്കെ ആരാണ്? ഈ പാർഷന്മാരെ സെന്ററിലുള്ളവരെയൊക്കെ അടക്കിയത് പാർഷ വി ജി ശാന്തനും 84-83 വയസ്സൊക്കെയുള്ള പാർഷ ശമനച്ചാലും രാസപ്രതിമാണ്. ഇതൊക്കെ ഓർത്തോ. TPM-നെ കളപറിച്ച സമയമുണ്ട്. ഇനിയൊരു കളപറിയുണ്ട് കേട്ടോ. ഇനിയൊരു കളപറിയുണ്ട്. അത് ഏറ്റവും അടുത്തോണ്ടിരിക്കുക. ആ കളപറിക്കുന്ന സമയത്തിൽ ഔട്ടാകരുത്. പല വിലക്കാരും ഔട്ടാകും. കട്ടപ്പനയിൽ ഒരു കളപറിയുടെ സമയത്ത് അടുത്ത് വരികയാണ് കേട്ടോ. സഭ നന്നാകണമെങ്കിൽ ഇതുപോലൊരു കളപറി ഉണ്ടാകും. ആ കളപറിയിൽ പോകാതിരിക്കണമെങ്കിൽ നാം അനുദപിച്ച് പശ്ചാത്തപിച്ച് വീണ്ടും താഴ്ന്നുള്ളവരായി ദൈവത്തിന് ഫലം കായ്ക്കുന്നവരായിത്തീരുന്നു. ഇല്ലേ? നിങ്ങൾ ദൈവത്തിന് ഫലം കായ്ക്കുന്നവരായിത്തീരും. അല്ല അഭ്യാസം കൊണ്ട് അധിക കാലം മുമ്പോട്ട് പോകാൻ പറ്റില്ല. അപ്പൊ അവിടെ കളപറി പോകാം. ഇനി ദൈവരാജ്യം വലയോട് സദൃശപ്പെടും. അവിടെ പറഞ്ഞു ചെയ്യും. അത്ര പറഞ്ഞു 13-47. പിന്നെയും സ്വർഗരാജ്യം കടലിൽ ഇടുന്നതും എല്ലാ വക മീനും പിടിക്കുന്നതുമായ ഒരു വലയോട് സദൃശ്യം. അപ്പൊ ഇത് ദൈവരാജ്യം നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെ ഇതിനകത്തെല്ലാം വരും. അവിടെ പെന്തിക്കോസ് എന്ന് പറയുന്നത് എല്ലാവരും ഇങ്ങനെ ആയിട്ടുള്ളതല്ല. അതിൽ പല ദുഷ്ടന്മാർ കാണും, കടു കുടിക്കുന്നവർ, പത്താരം കുടിക്കുന്നവർ കാണും, പിന്നെ പോഴിക്കുന്നവർ കാണും. ഇതൊന്നും കണ്ടു നിങ്ങൾ ക്ഷണിക്കാൻ പോകും. മുമ്പൊരിക്കലും ഞാൻ ചെറുപടം നിർത്തും വീഡിയോ ഒരിക്കുന്നുണ്ട്. അവരെ കൊടുക്കണം. ഞാൻ പിന്നെ അവൻ വീഡിയോയിൽ വിളിച്ചുള്ളൂ. അതെല്ലാവരും കണ്ടപ്പോൾ അവർ ന്യായം ഒന്ന് കഴിച്ചു. നിന്റെ അകത്തിരിക്കുന്ന ശക്തിയോ നീ കാണിക്കുന്ന അകത്തിരിക്കുന്ന നിന്റെ ആത്മാവോ അപ്പൊ കാണുന്നതോ താൽക്കാലികം കാണാത്തതോ. അപ്പൊ ഏതാണ് വിളയെന്ന് ഏതാണ് കളയെന്ന് തിരിച്ചറിയേണ്ട സമയം വരുമ്പോൾ എന്നെ തുറന്നു. ചിലപ്പോൾ അവൻ മാനസാന്തരപ്പെട്ട് വരും. നിന്നെ പോലെ ഈ കാപട്യം കാണിക്കുന്ന ഒരു കാലത്ത് മാനസാന്തരപ്പെട്ടില്ല. ദൈവത്തിന് അതാണ് ഏറ്റവും പ്രശ്നം. അതുകൊണ്ട് ആരെയും വിധിക്കാൻ പോകണ്ട. വിധികർത്താവ് വരുമ്പോൾ സ്നേഹിതാന്ന് വിളിച്ചുകൊണ്ട് കൊടുത്തോളൂ. നമ്മളാരും പറയാൻ പോകുന്നുണ്ടാവും. ശിക്ഷയും കുറ്റവും ശിക്ഷയും ചെയ്യേണ്ട വെളിപ്പെടുന്നൊരു സമയം വരും. ലോകത്തിന് ന്യായവിധി വരികയില്ലേ? ലോകത്തിന് ന്യായവിധി വരുന്നു, ഇസ്രായേലിന് ന്യായവിധി വരുന്നു, സഭയ്ക്ക് വരുന്നു. ഇതെല്ലാം സംഭവിക്കേണ്ട കാലങ്ങൾ ഏറ്റവും അടുത്തിരിക്കുകയാണ്. അതുകൊണ്ട് ദൈവരാജ്യം ഒരു വലയോട് സദൃശ്യം. അതിനകത്ത് എല്ലാം കീഴും കയറും. പാമ്പ് പുഴയിലൊന്ന് കയറും. ഇല്ലയോ? കാരണം പറയണം, ഒരു ഏരിയയിൽ വല വീശുമ്പോൾ അത് വലിച്ചോണ്ട് വെള്ളത്തിൽ നിന്നും വരും. പക്ഷെ തിരിയുന്ന ഒരു സമയമാണ്. വായിച്ചത് നിറഞ്ഞപ്പോൾ അവർ അത് വലിച്ച് കരയ്ക്ക് കയറ്റി ഇരുന്നു കൊണ്ട് നല്ലത് പാത്രങ്ങളിൽ കൂട്ടി ഇരുന്നു കൊണ്ട് ശരിപ്പെടുത്തുന്ന ഒരു സമയം. നല്ലത് പാത്രത്തിൽ ശേഖരിക്കും, കളയും പതിവില്ല, ചുറ്റുകളയുന്ന ദിവസത്തെ
ചൂള പോലെ കത്തുന്ന ഒരു ദിവസം വരും. അപ്പോൾ അഹങ്കാരികളും ദുഷ്പ്രവർത്തിക്കാരും, അത് ലോകത്തിലെ മനുഷ്യർ മാത്രമല്ല, സഭയിലും ഇത് ശരിപ്പെടുത്താതെ മുൻപോട്ട് പോയിക്കൊണ്ട് തങ്ങളുടെ ജാത്യാനുള്ള ഗുണം, തനി ഗുണം മാറ്റാതെ ക്രിസ്തുവിന്റെ ഗുണത്തിലേക്ക് വരാത്തവരാരായിരുന്ന ഞാൻ ഉൾപ്പെടെ ഒരു ദിവസം നമ്മൾ അറിയാതെ പോകേണ്ടി വരും, അല്ലെങ്കിൽ ശിക്ഷിക്കപ്പെടേണ്ടി വരും. വായിച്ച് ഒരാൾക്കൊരു പുസ്തകം. ചൂട് പോലെ കത്തുന്ന ഒരു ദിവസം വരും, അപ്പോൾ അഹങ്കാരികളൊക്കെയും സകല ദുഷ്പ്രവർത്തിക്കാരും താളടിയാകും. വരുവാനുള്ള ആ ദിവസം ലോകമനുഷ്യരോട് പറഞ്ഞ ദൂതല്ല, ദൈവജനങ്ങളോട് പ്രവാചകൻ പറഞ്ഞതാണ്. അപ്പോൾ അഹങ്കാരികളും ദുഷ്പ്രവർത്തിക്കാരും താളടിയാകും. മറ്റൊന്ന് മലാക്കി പുസ്തകം 3:1 വായിച്ച്. എന്നാൽ ദൈവം ഒരു സമയം നമുക്ക് തരുന്നുണ്ട്. പ്രത്യേകിച്ച് നമുക്ക് കുമളിക്കാർക്കും അടുത്തൊരു മാസം, അതിനുള്ള പ്രാർത്ഥനാ മാസം, ഒരു മാസം മുഴുവൻ പ്രാർത്ഥനയുണ്ട്. ശുദ്ധീകരിക്കേണ്ടതെല്ലാം ശുദ്ധീകരിച്ചോളും. പിന്നീട് തത്തരപുത്ര വന്നിട്ട് കാര്യമില്ല. ഒരുക്കേണ്ടവർ ഒരുങ്ങിക്കോളും, ക്രമീകരിക്കേണ്ടവർ ക്രമീകരിച്ചോളും, മാനസാന്തരപ്പെട്ടോളും. ഞാൻ കഴിഞ്ഞ ചോദിച്ചില്ലേ, ഒരുപക്ഷെ നിങ്ങൾ അവിശ്വസ്തരാണെങ്കിൽ നിങ്ങൾ കശ വെളിയിൽ പോകേണ്ടി വരും. പകരം ദൈവം വേറെ ആളുകളെ കൊണ്ടുവന്ന് ഈ സ്ഥാനത്തിരുത്തും. എനിക്ക് മുമ്പായി വഴി നിരത്തേണ്ടതിന് ഞാൻ എന്റെ ദൂതനെ അയക്കുന്നു, നിങ്ങൾ അന്വേഷിക്കുന്ന കർത്താവും. അപ്പോൾ അങ്ങനെ ശുദ്ധീകരണ സമയം എന്ന് പറഞ്ഞാൽ തിരുവോത്തരത്തിന് വേണ്ടി ഞായറാഴ്ച അല്ലെങ്കിൽ 2 ദിവസം പ്രാർത്ഥിച്ച ശേഷം കർത്താവിനെ ക്ഷമിച്ചു, ഇവർ ക്ഷമിച്ചെന്ന് പറഞ്ഞല്ല. ഇത് ഒരു ദിവസം കൊണ്ട് തീരുന്നതല്ല, ഒരു കാത്തിരിപ്പിനെ ശുദ്ധീകരിപ്പിനല്ല. അതുകൊണ്ടാണ് നമുക്ക് ശരിയായ സമയം തരുന്നുണ്ട്. ആ സമയം നമ്മൾ കണ്ടുപിടിക്കുന്നത് മാത്രമല്ല, ചില പരീക്ഷകൾ കൂടെ പോകേണ്ടി വരും. ശോധനകൾ കൂടെ യോഗ പോയതുപോലെയാണെങ്കിലും ചില പരിശോധനയിൽ കൂടെ പോകുമ്പോഴാണ് നമ്മുടെ സ്വഭാവം മാറും. അല്ലാതെ 2 ദിവസം ഉപയോഗിച്ചുകൊണ്ട് ആകത്തില്ല, 2 ദിവസം ഏറ്റു പറഞ്ഞുകൊണ്ട് ആകത്തുമില്ല. അതിനേറ്റ പരിശോധനകൾക്ക് ചില തകർക്കത്തിയുണ്ട്. തകർക്കാൻ ഏൽപ്പിച്ചു. പുത്രനെ തകർത്തത് ദൈവത്തിന്റെ പ്രസാദം. നിങ്ങൾ ചിലരെ തകർക്കും. നിങ്ങൾ വിശുദ്ധരാകണമെങ്കിൽ നിങ്ങളുടെ അവസ്ഥയിൽ തകർച്ചയുണ്ടാകും. എല്ലാം കൈവിടപ്പെട്ട ഒരു അവസ്ഥ വരും. അവിടെ ദൈവം പഠിക്കും. ഇതാ അവൻ വരുന്നു എന്ന് സൈന്യങ്ങളുടെ യഹോവ അരുളി ചെയ്യുന്നു. എന്നാൽ അവൻ വരുന്ന ദിവസത്തെ ആർക്ക് സഹിക്കാം? കാരണം നമ്മൾ നമ്മളെ ബോധിച്ച വഴികൾ നടക്കുമ്പോൾ ഇതെല്ലാം കേൾക്കുകയും ഇനി നടത്തി വരുമ്പോൾ ബുദ്ധിമുട്ടായിട്ട് വരും. അടുത്തത്, അവൻ പ്രത്യക്ഷനാകുമ്പോൾ ആർ നിലനിൽക്കും? അവൻ ഊതിക്കഴിക്കുന്നവന്റെ തീ പോലെയും. ശുദ്ധീകരണം എന്ന് പറയുന്നത് ഒരു ദിവസം കൊണ്ടല്ല, അവൻ ഊതിക്കഴിക്കുന്നവന്റെ തീ പോലെയും പിന്നെ അലക്കുന്നവരുടെ ചാറ് വെള്ളം പോലെയും ആയിട്ടുണ്ടല്ലോ. ഇത് മൂത്ത് വെച്ച് പിറ്റേ ദിവസം എടുത്ത് പതുക്കെ ചുരുക്കി അടിക്കുക. കാരണം ഇതിന് കേടുവരരുത്. അപ്പൊ തന്നെ ചെറുപ്പം പോകും. അലക്കാൻ അറിയാത്തവരാണ് പടപടാന്ന് അടിച്ച് തുണി കയറിയിട്ട്. അതുകൊണ്ടാണ് അത് ചുരുക്കി അടിക്കുന്നത്. ഞങ്ങളുടെ നാട്ടിലൊരു ചിന്നമ്മ, അവര് ഈ തുണി അലക്കുന്ന ഒരു വിഭാഗത്തിൽപ്പെട്ടതാണ്. ചിന്നച്ചെടി എല്ലാവരും വിളിക്കുന്നത്. ആ ചിന്നച്ചെടുത്തി, നമ്മുടെ ഭാഷ പറഞ്ഞ ചിന്നച്ചെടുത്തിയുടെ അലക്കുണ്ടാൽ നല്ല എന്താ പറയും, ഈ മ്യൂസിക് കേൾക്കുന്ന പോലെ കാരണം മൂക്കിക്കൊണ്ടൊരു ശാസ്ത്രം ഇതാണ്. തുണി കൊണ്ടെടുത്ത് ആറ്റുകടയിലൂടെ ഇറങ്ങി പമ്പയാലിന്റെ അവരുടെ കടയിലോട്ട് ഇറങ്ങി ആ കല്ലിന്റെ അവിടെ എത്തുമ്പോൾ നാട്ടുകാർ തുണി ഇറക്കുമ്പോൾ സ്റ്റീരിയോ എഫക്റ്റാണ്. ഞങ്ങൾ ഒരു കടയുണ്ട്, അപ്പോൾ അവിടെ നിന്ന് കേൾക്കാം. അപ്പൊ ഈ ചെടിച്ചെടുത്ത് തുണി ഇറക്കുമ്പോഴേക്കും ചുരുക്കി അടിക്കുമ്പോൾ ആ മൂക്കിക്കൂടെ വരുന്ന ആ ശബ്ദവും തുണിയുടെ ശബ്ദം കേൾക്കുമ്പോൾ 2 ചാനലിൽ കൂടെ മ്യൂസിക് വരുന്നുണ്ട്. അതുപോലെ ആർട്ടിഫിഷ്യലായിട്ട് തുണി ഇറക്കും. ആ ഒരു ആർട്ടിഫിഷ്യൽ ആയിട്ട് തുണി ഇറക്കുന്ന ചെയ്യാൻ പറ്റും. അപ്പൊ ഇതുപോലെ പരിശുദ്ധാത്മാവ് നമ്മുടെ ശരിയായിട്ട് ആത്മനിലയെ തന്നെ അറിയിക്കണം, ഏൽപ്പിച്ചു കൊടുക്കണം. അല്ലാതെ അഭ്യാസം കൂടി ഇനി നിങ്ങൾക്ക് മുമ്പോട്ട് പോകാൻ പറ്റില്ല. രണ്ടിലും തിരിച്ചറിയുന്നതാണ്. വിളയും കളയും തമ്മിൽ തിരിച്ചു പണി. ഒരു ഉദാഹരണം പറഞ്ഞില്ലേ, ഏതാ ഇവിടെ ഫാദർ ബോബി ജോസ് കാട്ടിക്കാട് പറഞ്ഞ ഫ്രാൻസിസ്കൻ ഒരു അച്ഛൻ, എനിക്ക് വളരെ ഇഷ്ടമുള്ള അച്ഛനാണ്. അദ്ദേഹം പറഞ്ഞൊരു എക്സാമ്പിൾ ഞാൻ കേട്ടതാ. താൻ ഇടവേലിക്കുന്ന സമയത്ത് ഒരു അമ്മ പറഞ്ഞു, എൻ്റെ അച്ഛോ, എൻ്റെ ഇളയ പോലെ ഒന്നും കൊണ്ടുവരാത്തൊരു ബുദ്ധിയില്ല, അവൻ പഠിക്കത്തുമില്ല. ഞാൻ മൂത്തവൻ ടോമിച്ചൻ പോകും, അവൻ നല്ല പഠിത്തക്കാരൻ, അവൻ ചിലപ്പോൾ കളക്ടറൊക്കെ ആകുന്നുണ്ടോ, അവനിലോട് ഞങ്ങൾക്ക് പ്രതീക്ഷ, ഞങ്ങൾക്ക് പ്രതീക്ഷ. ഇപ്പം വെറും മണ്ടനാണ്, ഒന്നിനും കൊള്ളത്തില്ല. ഈ കൊണ്ടുനാളും കേട്ടിട്ട് മറ്റോ പഠിച്ചു പഠിക്കാനായ വിദേശത്ത് ഒരു നല്ല സ്റ്റാൻഡേർഡുള്ള ഫാമിലി കല്യാണം കഴിച്ച് 2 വെളിയിൽ 2 വർഷം കഴിയുമ്പോഴൊക്കെ വരത്തുള്ളൂ. നല്ല വയസ്സായി ക്ഷണിച്ചു. അപ്പോൾ ടോമിച്ചൻ കല്യാണം കഴിച്ചിട്ടില്ല. അപ്പൊ കല്യാണം കഴിച്ചിട്ട് ഈ പറഞ്ഞ മണ്ടൻ അവിടെ വർഷം 20 കഴിഞ്ഞു. ഈ അച്ഛനെ വീണ്ടും ഒരിക്കൽ കൂടെ എവിടെയാണ് പോകുന്ന സമയത്ത് ഈ വീട്ടിൽ കഴിഞ്ഞു. അപ്പോൾ ഈ ടോമിച്ചനെ അമ്മയെ എല്ലാം ആശുപത്രി കൊണ്ടുവന്ന് ശുശ്രൂഷിക്കുന്നു. അത് മാത്രമല്ല അവർ കഞ്ഞി ഉണ്ടാക്കി കൊടുക്കുന്നത് എല്ലാം
ഒരു നേഴ്സിനെ പോലെ അഭ്യസിച്ചുകൊണ്ടിരിക്കുക. അപ്പൊ അമ്മ പറഞ്ഞു, അപ്പൊ ചോദിച്ചു മറ്റേ പോലത്തെ വിളിക്കൻ, ഓ അവൻ ഇക്കളുണ്ട്. എല്ലാ ആഴ്ചയിലും ഞായറാഴ്ച ഉച്ചയ്ക്ക് 5 മണിക്ക് എന്നെ വിളിക്കും. എന്താ വിളിക്കുന്നത്? ടെലഗ്രാം വേർഡ്സ് പോലെ. അപ്പൊ സുഖമായിരിക്കുന്നു, കുഴപ്പമൊന്നുമില്ല, ശരി, തീർന്നു. ഒരു സൗഹാർദ്ദത്തെ സംസാരിക്കാൻ പോലും അവന് സമയമില്ല. അറിയത്തില്ല. എന്റെ അച്ഛോ ദൈവം എനിക്ക് തന്നവനായിട്ട് ഓർമ്മിച്ചു. അവനെനിക്കില്ലായിരുന്നെങ്കിൽ ഞാൻ നാളെ പ്രയാസം. എന്റെ പൊന്നാര മോനാണ്. ദൈവം എനിക്ക് അന്ന് അനുഗ്രഹിക്കപ്പെട്ട എന്റെ മോൻ. മുമ്പ് പറഞ്ഞാൽ പൊട്ടന പണ്ടന ഉള്ളുകേല വിളയും കടയും തിരിച്ചറിയുന്ന ഒരു സമയത്തിന് അതുവരെ കാത്തിരിക്കണം. ചില വിശ്വാസികളെ കാണുമ്പോൾ അവനെ ഇവിടെ കൊടുത്തു, ഇവിടെ ഷൈൻ ചെയ്യുന്ന വിശ്വാസം അവനാണ് സഭയുടെ തൂണ്. ഇവിടെ നാളെ അവന്റെ കാലമായിരുന്നവനായിരിക്കും. അല്ല ഈ പറഞ്ഞ പോലെ ടെലഗ്രാം വഴി സംസാരിച്ചു പോകുന്നതായിരിക്കും. നിന്റെ മക്കളെ സൂക്ഷിച്ചു. നീ ഏതാണ് വിളയെന്ന് കളയെന്ന് തിരിച്ചറിയുന്ന ഒരു സമയം വരും. അതുവരെ കാത്തിരിക്കുക. സ്തോത്രം ചെയ്യാം. സ്തോത്ര സ്തോത്ര സ്തോത്ര. സത്യത്തിൽ ആത്മാവിൽ സമയം